Okay. Hi buddies, hello. Am I audible? കേൾക്കാമോ? ഹായ് 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 ഹോയ്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? അടിപൊളിയാണോ? ഓക്കെ, ഇറ്റ്സ് 10:30 അല്ലെ, രാത്രിയുടെ അന്ത്യയാമങ്ങളിലേക്ക് കടക്കുകയാണ് നമ്മൾ. ആ ഒരു സമയത്ത് നമുക്ക് ഇംപ്രൂവ്മെന്റ് ഫുൾ മാർക്ക് വാങ്ങിക്കണം. അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ ഇവിടെ വന്നിരിക്കുന്നത്. ആൻഡ് ഡു യു നോ സംതിങ്, ഞാൻ ഇന്ന് ശരിക്കും ആക്സിഡന്റ് ആയി. വൈകുന്നേരം ഞാൻ സൈക്കിളായിട്ട്, ഇപ്പൊ തടിയൊക്കെ ഭയങ്കരമായിട്ട് കൂടിയോണ്ട് തടിയൊന്ന് കുറക്കാൻ വേണ്ടി സൈക്കിളായിട്ട് റൈഡിന് പോയതായിരുന്നു. അപ്പൊ പോകുന്ന വഴിക്ക് നമ്മളെ യാസീൻ സാറിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു റോട്ടിലൂടെ കയറി പോയതാ. ആ പോകുന്ന പോക്കിൽ ഒരു ബൈക്കിന് നല്ല അടിപൊളിയായിട്ട് കൊളൈഡ് ചെയ്തിട്ട് സൈക്കിളിലൊക്കെ നല്ല പണി കിട്ടിയിട്ടുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു ദൈവം തീരുമാനിച്ചു കാണും, എജുപോർട്ടിന്റെ സോളജി ബയോളജി ഇംപ്രൂവ് ചെയ്യുന്ന കുട്ടികൾക്ക് ഇപ്രാവശ്യം ഫുൾ മാർക്ക് വാങ്ങി കൊടുക്കണം, അതിനുവേണ്ടി ബിലാൽ മൂസിനെ ബാക്കിയാക്കി ഇടണമെന്ന് ഒരു പക്ഷേ ദൈവം തീരുമാനിച്ചത് കൊണ്ട് വേറൊന്നും പറ്റിയില്ല, കയ്യും കാലൊന്നും മുറിഞ്ഞില്ല. അവിടെ ഇവിടെയൊക്കെ കുറച്ച് പാച്ച് വർക്ക് ഉണ്ട്, അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഐ എം ഓക്കെ. സോ വൈറ്റ് ഷർട്ട് ആൻഡ് വൈറ്റ് സ്ക്രീൻ അല്ലേ. ആക്ച്വലി ഇത് വൈറ്റ് ഷർട്ട് ഒന്നും അല്ല, ഇവന്മാര് ഇങ്ങനെ ചെയ്തപ്പോൾ വൈറ്റ് ആയത്. മതി ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. ഓക്കെ, സോ ആർ യു റെഡിയാ? ഇനി നമ്മൾ കൂടുതൽ സമയം കളയേണ്ടതില്ല. സോ ഷോൾ വി സ്റ്റാർട്ട് ദി ക്ലാസ് അല്ലേ? അപ്പൊ നോക്കണം മക്കളെ. ലുക്ക്, ആനിമൽ കിങ്ഡം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ബാലികേറാമലയാണ്. അത് ഭയങ്കര വലിയ ചാപ്റ്റർ ആണ്. ഇറ്റ് ഹാസ് ജങ്ക് ഓഫ് കണ്ടന്റ്സ് അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് പേടിയുള്ള ചാപ്റ്റർ ആണ്. ആൻഡ് യു നോ, ആഷിഖ് സാറും ആനിമൽ കിങ്ഡം തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ആ രണ്ടുപേരുടെയും ആദ്യത്തെ അക്ഷരം എ ആണ്. അതല്ല, ശരിക്കും ചില ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വലിപ്പമായിരിക്കും അല്ലെ, ഭയങ്കര വലിയ ആളുകളായിരിക്കും. അപ്പോ സോ ഭയങ്കര വലിപ്പാവും, പക്ഷെ ആള് കുട്ടികളെ മനസ്സായിരിക്കും. അതേപോലെ കുഞ്ഞു മനസ്സായിരിക്കും. അതേപോലെ ആനിമൽ കിങ്ഡം, നമ്മൾ ആഷിഖ് സാർ അതേപോലെയാണ്. ആൻഡ് ആനിമൽ കിങ്ഡം ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ് കേട്ടോ. വലിയ ചാപ്റ്റർ ആണെങ്കിലും ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഒരു 1.5 മണിക്കൂർ നമ്മുടെ ക്ലാസ് കാണുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 1 മണിക്കൂർ വീട്ടിൽ നിന്ന് പഠിക്കാൻ കൂടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ചാപ്റ്റർ മുഴുവനായിട്ട് നിങ്ങൾക്ക് സെറ്റ് ആവും. സോ ആർ യു റെഡി? ഓക്കെ, സോ ആർ യു റെഡി? ശരിക്കും ആഷിഖ് സാറിന്റെ കുഞ്ഞു മനസ്സാണ്, നിങ്ങൾക്ക് അറിയില്ലേ? ഓക്കെ, കുഞ്ഞു മനസ്സാണ്. ദാറ്റ്സ് വാട്ട് വി ആർ. ഓക്കെ, അതാണ് ആ ഒരു സിമിലാരിറ്റി നമ്മുടെ. ഓക്കെ, എനിവേ, സോ ഷോൾ വി സ്റ്റാർട്ട് ദി ക്ലാസ്. അപ്പോൾ ഒരു 1.5 മണിക്കൂർ ഇവിടുത്തെ ക്ലാസ്സും അത് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പഠിക്കുകയോടെ ചെയ്ത് കഴിഞ്ഞാൽ, വീട്ടിൽ നിന്ന് ഒരു 1 അവർ നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റും. ലുക്ക്, നമുക്ക് ബയോളജി ഫുൾ മാർക്ക് വാങ്ങിക്കണം. നോക്കൂ, നമ്മളെല്ലാവരും ചിലപ്പോൾ +1 എക്സാമിന് പഠിച്ച സമയത്ത് വേണ്ടത്ര പഠിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നമ്മൾ പഠിച്ചത് ചോദിച്ചിട്ടുണ്ടാവില്ല. ദാറ്റ്സ് ഓൾ ഫൈൻ. നോക്കൂ, നമ്മുടെ എന്താ പറയാ, മറ്റ് അധ്യാപകരൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു ചാൻസ് ആണ്. സോ ആ ചാൻസിനെ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കണം. നമുക്ക് ഈസി ആയിട്ട് ആ ഫുൾ മാർക്കിലേക്ക് ബയോളജി എത്താൻ പറ്റും. ഓക്കെ, സോ ആനിമൽ കിങ്ഡം നമ്മൾ പഠിക്കേണ്ട ഒരു സ്റ്റൈൽ എങ്ങനെയാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ആദ്യത്തെ ഭാഗത്ത് നമ്മൾ പഠിക്കാൻ, ഓക്കെ, എഫക്ട്സ് ഓഫ് ഓവർലി ഹൈ ഡോപാമിൻ ലെവൽസ് ഇൻക്ലൂഡ് ഹൈ ലിബിഡോ. വാട്ട്സ് ഹാപ്പനിങ് ഹിയർ? ഓക്കെ, സോ കം ഓൺ ഗൈസ്. സോ ശരി, ബാ. അപ്പൊ ആദ്യ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് ബേസിസ് ഓഫ് ആനിമൽ ക്ലാസിഫിക്കേഷൻ ആണല്ലേ. ആനിമൽ ക്ലാസിഫിക്കേഷന്റെ ബേസിസ് ആണ് നമുക്ക് ആദ്യ ഭാഗത്ത് പഠിക്കാനുള്ളത് അല്ലെ കുട്ടികളെ. ഏതൊക്കെ ബേസിസുകളാണ് ഉണ്ടായിരുന്നത്? 6 ബേസിസുകളാണ് ഉള്ളത് അല്ലെ. ഒന്നാമത്തെ ബേസിസ് എന്താ? ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ശരിയല്ലേ കുട്ടികളെ? ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ. ബോഡി ഓർഗനൈസേഷന്റെ ലെവൽ ഏതൊക്കെയാണുള്ളത്? ഏതൊക്കെ ലെവൽ ഉണ്ട് കുട്ടികളെ? ബോഡി ഓർഗനൈസേഷന് 4 ലെവലാണുള്ളത് അല്ലെ. ഏതൊക്കെയാണ് കുട്ടികളെ ബോഡി ഓർഗനൈസേഷൻ ലെവൽ? ടെൽ മീ. സെല്ലുലാർ ലെവൽ ഉണ്ട്, അത് കഴിഞ്ഞാൽ വി ഹാവ് ടിഷ്യൂ ലെവൽ, അത് കഴിഞ്ഞാൽ വി ഹാവ് ഓർഗൻ ലെവൽ, അത് കഴിഞ്ഞാൽ ഓർഗൻ സിസ്റ്റം ലെവൽ. ഓർഗൻ സിസ്റ്റം ലെവൽ. ഇതിന്റെ ഡെഫിനിഷൻ ഒന്നും യൂഷ്വലി ചോദിക്കാറില്ല. ലുക്ക്, ഓക്കെ, എങ്ങനെയാ സാർ കൊറിയൻ സ്റ്റൈൽ ആക്കിയതാണ്? ഫൈൻ, അത് കൊറിയൻ സ്റ്റൈൽ ഒന്നും ആക്കിയില്ല, മുടി നീട്ടാനുള്ള പ്ലാനാണ്, അപ്പൊ അങ്ങനെ ആയതാണ്. ഓക്കെ, സോ എനിവേ കം ഹിയർ. അപ്പൊ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്ന ഒരൊറ്റ 5 ലെവലേ നമുക്കുള്ളൂ, ദാറ്റ് ഈസ് പോറിഫറ അല്ലെ. ടിഷ്യൂ ലെവൽ കാണിക്കുന്നത് ആരൊക്കെയാടാ? സീലിൻഡറേറ്റ ആൻഡ് ടീനോഫോറ അല്ലെ. സീലിൻഡേറ്ററയും ടീനോഫോറയും മാത്രമാണ് എന്ത് കാണിക്കുന്നത്? ടിഷ്യൂ ലെവൽ. നൗ ഓർഗൻ ലെവൽ കാണിക്കുന്ന ഒരൊറ്റ 5 ലെവലേ ഉള്ളൂ. ആരുടെ കുട്ടികളെ? ഓക്കെ, സോറി, ഓക്കെ, ഓർഗൻ ലെവൽ കാണിക്കുന്ന ആരാണ് കുട്ടികളെ? ടെൽ മീ. യെസ്, യോ പ്ലാറ്റി ഹെൽമിന്തസ് അല്ലെ. പ്ലാറ്റി ഹെൽമിന്തസ് ആണ് ഓർഗൻ ലെവൽ കാണിക്കുന്ന ആള്. നൗ ഓർഗൻ സിസ്റ്റം ലെവൽ, ആസ്കെൽമിന്തസ് മുതൽ ഉള്ള എല്ലാ ആളുകൾക്കും എന്താണ് കുട്ടികളെ? ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ശരിയല്ലേ കുട്ടികളെ? ഓക്കെ, അപ്പൊ ആസ്കെൽമിന്തസ് മുതൽ കോഡേറ്റ് വരെയുള്ള എല്ലാവർക്കും എന്താണ്? ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഇത് ഇവിടെ തന്നെ അങ്ങ് പഠിച്ചു പോവുക. ലെവൽ ഓഫ് ഓർഗനൈസേഷന്റെ എക്സാമ്പിൾസ് മാത്രം പഠിച്ചാൽ മതി. രണ്ടാമത് നമ്മൾ പഠിച്ചത് എന്താ കുട്ടികളെ? സിമ്മെട്രി അല്ലേ. രണ്ടാമത് നമ്മൾ പഠിച്ചത് സിമ്മെട്രി ആണ് അല്ലെ. ലുക്ക്, സിമ്മെട്രിയെ ബേസ് ചെയ്ത് നമുക്ക് ആനിമൽസിനെ 3 ഗ്രൂപ്പ് ആക്കാമല്ലോ. ഒന്നാമത്തെ ഗ്രൂപ്പ് ഏതാണ്? അസിമെട്രി അല്ലെ. അസിമെട്രി. രണ്ടാമത്തെ എന്താ കുട്ടികളെ? രണ്ടാമത്തത് റേഡിയൽ സിമ്മെട്രി അല്ലെ. മൂന്നാമത്തത് എന്താ? ബൈലാറ്ററൽ സിമ്മെട്രി. ബൈലാറ്ററൽ സിമ്മെട്രി. ശരിയല്ലേ? അസിമെട്രിക്കൽ ആയിട്ടുള്ള ആനിമൽസ് ഉണ്ട്, റേഡിയൽ സിമ്മെട്രി ആയിട്ടുള്ള ആനിമൽസ് ഉണ്ട്, ആൻഡ് വി ഓൾസോ ഹാവ് ബൈലാറ്ററൽ സിമ്മെട്രി ഉള്ള ആളുകൾ. ശരിയല്ലേ കുട്ടികളെ? അസിമെട്രി ഉള്ള ഒരേ ഒരു ഫൈലം ഏതാടാ കുട്ടികളെ? ടെൽ മീ. പോറിഫെറയാണ്
സിമെട്രി ആയിട്ടുള്ള സിമെട്രി തീരെ ഇല്ലാത്തത്. വാട്ട് ഈസ് റേഡിയൽ സിമെട്രി? യെസ്, എങ്ങനെ മുറിച്ചാലും എനി പ്ലെയിൻ ഡിവൈഡ് ദ ഓർഗാനിസം ഇൻ ടു ഐഡന്റിക്കൽ ഹാഫ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എനി പ്ലെയിൻ, ഏറ്റവും മിനിമം അങ്ങനെ പഠിച്ചാൽ മതി, എനി പ്ലെയിൻ ക്യാൻ ഡിവൈഡ് ദ ഓർഗാനിസം ഇൻ ടു ഐഡന്റിക്കൽ ഹാഫ്, അല്ലെ, ഒരേപോലെയുള്ള രണ്ട് ഹാഫുകളാക്കാൻ പറ്റും ഏത് പ്ലെയിനിലൂടെയും. സോ റേഡിയൽ സിമെട്രി ആരൊക്കെയാണ്? സീലിൻഡ്രേറ്റ, ടീനോഫോറ, അല്ലെ, സീലിൻഡ്രേറ്റ ടീനോഫോറ എന്നാണ് എഴുതുക, അല്ലെ, ടീനോഫോറ. അതേപോലെ തന്നെ നമ്മുടെ അഡൽട്ട് എക്കിനോഡെർമാറ്റ, എക്കിനോഡെർമാറ്റയുടെ അഡൽട്ടും അഡൽട്ട് എക്കിനോഡെർമാറ്റ, അല്ലെ, ഇത് ഇവിടെ തന്നെ അങ്ങോട്ട് പഠിക്കുക. ബാക്കി എല്ലാവരും ബൈലാറ്ററൽ സിമെട്രിയാണ്. റെസ്റ്റോൾ ബാക്കി എല്ലാവരും ബൈലാറ്ററൽ സിമെട്രിയാണ്. ബാക്കി ആരൊക്കെയുണ്ട്? എല്ലാവരും തന്നെ എന്താണ്? ബൈലാറ്ററൽ സിമെട്രിയാണ്. അപ്പൊ നമ്മൾ സിമെട്രി പഠിച്ചു കഴിഞ്ഞാൽ സിമെട്രിയുടെ ഡെഫിനിഷൻ, ബൈലാറ്ററൽ സിമെട്രി എന്താ? ഇഫ് ആൻ ഓർഗാനിസം ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഐഡന്റിക്കൽ റൈറ്റ് ഹാഫ് ആൻഡ് ലെഫ്റ്റ് ഹാഫ് ഓൺലി ത്രൂ എ സിംഗിൾ പ്ലെയിൻ. കേട്ടോ, ചിലപ്പോൾ ഡെഫിനിഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആണല്ലോ? ചിലപ്പോൾ ചോദിക്കാം ഈ സിമെട്രിയുടെ ഡെഫിനിഷൻ. ലെവൽ ഓഫ് ഓർഗനൈസേഷന്റെ ഡെഫിനിഷൻ ദേ ആർ നോട്ട് ഗോയിങ് ടു ആസ്ക്, ബട്ട് സിമെട്രിയുടെ ഡെഫിനിഷൻ ദേ ക്യാൻ ആസ്ക്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ സിമെട്രി പഠിച്ചു കഴിഞ്ഞു. അടുത്ത എന്താണ്? എംബ്രിയോണിക് ലേയേഴ്സ്. ശരിയാണോടാ? എംബ്രിയോണിക് ലേയേഴ്സ് അല്ലെങ്കിൽ ജേം ലേയേഴ്സ്. സിമെട്രിയുടെ ഡെഫിനിഷൻ ചോദിക്കാൻ വലിയ സാധ്യതയില്ല കേട്ടോ. ജേം ലേയേഴ്സ്, എംബ്രിയോണിക് ലേയേഴ്സ് അല്ലെങ്കിൽ ജേം ലെയറുകൾ എത്ര എണ്ണം ഉണ്ട് എന്നതിനെ ബേസ് ചെയ്തുള്ള ക്ലാസിഫിക്കേഷൻ ആണല്ലേ. ഓക്കെ, ജേം ലേയേഴ്സിന് ബേസ് ചെയ്ത് നമുക്ക് ജീവികളെ എത്ര ഗ്രൂപ്പ് ആക്കാടാ? ഡിപ്ലോബ്ലാസ്റ്റിക്കും അതേപോലെ തന്നെ ട്രിപ്ലോബ്ലാസ്റ്റിക്കും, അല്ലെ, ട്രിപ്ലോബ്ലാസ്റ്റിക്കും. ആ ഡിപ്ലോബ്ലാസ്റ്റിന്റെ ഡയഗ്രം ഓർമ്മയുണ്ടോ? എക്ടോഡേം ലെയർ ഉണ്ടാകും, അതേപോലെ എൻഡോഡേം ലെയർ ഉണ്ടാവും, അല്ലെ. എക്ടോഡേം ഉണ്ട്, ഉള്ളിലായിട്ട് എൻഡോഡേം ഉണ്ട്. എക്ടോഡേമിന്റെയും എൻഡോഡേമിന്റെയും ഇടയിൽ ആരുണ്ട്? മീസോഗ്ലയ എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്, അല്ലെ. എക്ടോഡേമിന്റെയും എൻഡോഡേമിന്റെയും ഇടയിൽ വി ഹാവ് എ ലെയർ കോൾഡ് മീസോഗ്ലയ. ക്ലിയർ അല്ലേ കുട്ടികളെ? അപ്പൊ ഈ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു ചിത്രമായ NCERT-യിലുള്ള ചിത്രം അവർ ചോദിക്കും. നൗ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണെങ്കിലോ വി ഹാവ് എക്ടോഡേം, ഏറ്റവും ഉള്ളിൽ എൻഡോഡേം, അത് രണ്ടിന്റെയും ഇടയിൽ ആരുണ്ട്? മീസോഡേം ഉണ്ട്, അല്ലെ, മീസോഡേം ഉണ്ട്. അപ്പൊ ആ NCERT പിക്ചർ കൂടെ പഠിക്കുക. പിന്നെ ഇതിന്റെ എക്സാമ്പിളുകളും. ഓക്കെ, ഡിപ്ലോബ്ലാസ്റ്റിക് ആയുള്ള ആളുകൾ ആരൊക്കെയാണ്? നിങ്ങൾ വേണമെങ്കിൽ പോറിഫറ ഈ കൂട്ടത്തിൽ കൂട്ടിക്കോ, സീലിൻഡ്രേറ്റിനെ കൂട്ടിക്കോ, ടീനോഫോറിനെ കൂട്ടിക്കോ. ബാക്കി എല്ലാവരും പോറിഫറ, സീലിൻഡ്രേറ്റ, ടീനോഫോറ കഴിഞ്ഞാൽ പ്ലാറ്റിഹെൽമിന്തസ്, ആസ്കെൽമിന്തസ്, അനലിയുടെ ബാക്കി എല്ലാവരും റെസ്റ്റോൾ, ബാക്കി എല്ലാവരും എന്താണ് കുട്ടികളെ? ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ക്ലിയർ അല്ലേ. അടുത്തത് എന്താ കുട്ടികളെ? പ്രസൻസ് ഓഫ് സീലോം, അല്ലേ. ഓക്കെ, അടുത്ത് നമ്മളിപ്പോൾ എത്രണ്ണം പറഞ്ഞു? 3 പറഞ്ഞു, അല്ലേ. അപ്പൊ നാലാമത്തത് പ്രസൻസ് ഓഫ് സീലോം. സീലോം ഉണ്ടോ എന്നതാണ് നമ്മുടെ നാലാമത്തെ ബേസിസ് എന്ന് പറയുന്നത്. നോക്കൂ, സീലോമിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ആനിമൽസിനെ എത്ര ഗ്രൂപ്പ് ആക്കാം? 3 ഗ്രൂപ്പ് ആക്കാം, അല്ലെ. അസീലോമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സീലോം ഇല്ലാത്ത ആളുകൾ. രണ്ടാമത്തെ ഗ്രൂപ്പ് ഏതാടാ? സ്യൂഡോ സീലോമേറ്റ്, അല്ലെ. സ്യൂഡോ സീലോമേറ്റ് എന്ന് പറഞ്ഞാൽ സ്യൂഡോ സീലോം ഉള്ള ആളുകൾ. അവസാനത്തെ എന്താ കുട്ടികളെ? യെസ്, ട്രൂ സീലോം ഉള്ള ആളുകൾ സീലോമേറ്റ്, അല്ലെ, സീലോമേറ്റ്, അല്ലെ. സോ വി ഹാവ് അസീലോമേറ്റ്, സ്യൂഡോ സീലോമേറ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്ലാറ്റിഹെൽമിന്തസ് പരന്ന വേമാണ്. അപ്പൊ അയാൾക്ക് സീലം ഉണ്ടാവുമോ? ലുക്ക്, ഇറ്റ്സ് ക്ലിയർ ഫ്രം ദാറ്റ്, അല്ലെ. പ്ലാറ്റിഹെൽമിന്തസ് പരന്ന വിരയാണ്, സോ അതുകൊണ്ട് അതിന് സീലം ഉണ്ടാവില്ല. സോ പ്ലാറ്റിഹെൽമിന്തസ് വരെയുള്ള എല്ലാവരും, ലുക്ക് അപ് ടു പ്ലാറ്റിഹെൽമിന്തസ് വരെയുള്ള എല്ലാവരും, അപ് ടു പ്ലാറ്റിഹെൽമിന്തസ് വരെയുള്ള എല്ലാവരും എന്താണ് കുട്ടികളെ? അസീലോമേറ്റ് ആണ്. നൗ സ്യൂഡോ സീലോമേറ്റ് എപ്പോഴും ചോദിക്കാറുണ്ട്. ആരടാ? ആസ്കെൽമിന്തസ് മാത്രമാണ്, അല്ലെ. ആസ്കെൽമിന്തസ് മാത്രമാണ് എന്ത്? സ്യൂഡോ സീലോമേറ്റ് ആയിട്ടുള്ളത്. ആസ്കെൽമിന്തസ് മാത്രമാണ് സ്യൂഡോ സീലോമേറ്റ് ആയിട്ടുള്ളത്. നൗ സീലോമേറ്റോ? യെസ്, വെരി ഗുഡ്. അനലീഡ മുതൽ കോർഡേറ്റ വരെ എല്ലാവരും എന്താണ് കുട്ടികളെ? സീലോമേറ്റ് ആണ്. ട്രൂ സീലോമുള്ള ആളുകളാണ്, അല്ലെ. നൗ സീലത്തിന്റെ ഡെഫിനിഷൻ പഠിച്ചോ? ഞാൻ പറഞ്ഞു സിമെട്രിയുടെ ഇത് പറ്റുമെങ്കിൽ പഠിക്കുക, പക്ഷെ സീലത്തിന്റെ ഡെഫിനിഷൻ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ആൻഡ് NCERT പിക്ചറും ഉണ്ട്. സോ വാട്ട് ഈസ് എ ട്രൂ സീലോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് എ ബോഡി ക്യാവിറ്റി ലൈൻഡ് ബൈ മീസോഡേം, അല്ലെ. മീസോഡേം കൊണ്ട് ലൈൻ ചെയ്ത ബോഡി ക്യാവിറ്റിയാണ് ട്രൂ സീലോം. Now what is pseudocoelom? It is a body cavity which is not lined by mesoderm. പകരം നമുക്ക് എന്ത് കാണാൻ പറ്റുമായിരുന്നു? ലുക്ക്, എക്ടോഡേം ലെയർ ഉണ്ട്, ഉള്ളിൽ എൻഡോഡേം ഉണ്ട്, അല്ലെ. ദിസ് ഈസ് എക്ടോഡേം, എൻഡോഡേം. സോ അതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഒരു ക്യാവിറ്റി കാണാം, പക്ഷെ ആ ക്യാവിറ്റിയിൽ മീസോഡേമിന്റെ ലൈനിങ് കാണൂല. പകരം വി ക്യാൻ സീ മീസോഡേം as scattered pouches, അല്ലെ. വി ക്യാൻ സീ മീസോഡേം as scattered pouches within the coelom, within the cavity.
ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്യൂഡോസീലം. അപ്പൊ സ്യൂഡോസീലം ഉള്ളത് ആസ്കെൽമിന്തസ് മാത്രമാണ് അല്ലെ? ക്ലിയർ അല്ലേ കുട്ടികൾ? അപ്പൊ ആ ഒരു പിക്ചർ NCERT കാത്തുള്ള പിക്ചർ ഒന്ന് NCERT, അപ്പൊ നമ്മൾ ഇവിടെ എത്ര വരച്ചിട്ടും കാര്യമില്ല, യു ഷുഡ് ലുക്ക് അറ്റ് യുവർ NCERT ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ആ പിക്ചർ ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, ഇനി അഞ്ചാമത്തെ എന്താടാ? സെഗ്മെന്റേഷൻ ആണ് അല്ലെ? സെഗ്മെന്റേഷൻ അല്ലെങ്കിൽ മെറ്റാമറിസം. ഡെഫിനിഷൻ ഒന്നും എൻ്റെ കുട്ടികൾ പഠിക്കണ്ട. സെഗ്മെന്റേഷൻ അല്ലെങ്കിൽ മെറ്റാമറിസം. സെഗ്മെന്റേഷൻ അല്ലെങ്കിൽ മെറ്റാമറിസം കാണിക്കുന്ന 3 ഫൈലങ്ങളേ ഉള്ളൂ ആനിമൽ കിങ്ഡത്തിൽ. എത്ര ഫൈലമാണ്? 3 ഫൈലം. ആരൊക്കെയാണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. അനലീഡ, ആർത്രോപോഡ, ലുക്ക് ഇറ്റ് ഹിയർ, അനലീഡ, ആർത്രോപോഡ, അതേപോലെ തന്നെ കോർഡേറ്റ. അനലീഡ, ആർത്രോപോഡ ആൻഡ് കോർഡേറ്റ. ക്ലിയർ അല്ലേ? അനലീഡ, ആർത്രോപോഡ ആൻഡ് കോർഡേറ്റ. ഈ 3 ആളുകൾക്ക് മാത്രമേ സെഗ്മെന്റേഷൻ ഉള്ളൂ. ക്ലിയർ? ഓക്കെ, ഗുഡ്. അവസാനത്തെ എന്താ? ആറാമത്തെ എന്താ കുട്ടികളെ? പ്രസൻസ് ഓഫ് നോട്ടോകോഡ് അല്ലേ? നോട്ടോകോഡ് ഉണ്ടോ ഇല്ലയോ? നോട്ടോകോഡ് ആർക്ക് മാത്രമേ ഉള്ളത്? കോർഡേറ്റയ്ക്ക് മാത്രമാണ് ഉള്ളത്. നോട്ടോകോഡിന്റെ ഡെഫിനിഷനുകൾ എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് നോട്ടോകോഡ്? ഇതുവരെ ചോദിച്ചിട്ടില്ല, ബട്ട് ഇത് ഈ എക്സാമിന് ചോദിക്കും. ഈ എക്സാമിന് നിങ്ങൾ ഒരു എക്സ്ട്രാ ആയിട്ട് അതങ്ങ് പഠിച്ചു വെച്ചു, അത് മാത്രം പ്ലീസ്. ഓക്കെ, നോട്ടോകോഡിന്റെ ഡെഫിനിഷൻ എന്താ? ഇറ്റ് ഈസ് മീസോഡെർമലി ഡിറൈവ്ഡ് അല്ലേ? ആ ഒരു പോയിന്റ് നിങ്ങൾ എന്തായാലും പഠിച്ചോട്ടാ. മീസോഡെർമലി ഡിറൈവ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എംബ്രിയോയുടെ മീസോഡേം ലെയറിൽ നിന്നുണ്ടായ ഒരു സംഭവമാണ്. മീസോഡെർമലി ഡിറൈവ്ഡ് റോഡ് ലൈക്ക് സ്ട്രക്ചർ, ഒരു ദണ്ട് പോലെയുള്ള സ്ട്രക്ചർ ആണ്. എവിടെയാണ് ഇതുള്ളത് കുട്ടികളെ? ഓൺ ദ ഡോർസൽ സൈഡ് ഓഫ് ബോഡി അല്ലെ? ബോഡിയുടെ ഡോർസൽ സൈഡിലുള്ള മീസോഡെർമലി ഡിറൈവ്ഡ് റോഡ് ലൈക്ക് സ്ട്രക്ചർ ആണ് ആര്? നോട്ടോകോഡ്. ക്ലിയർ അല്ലേ? സോ ദീസ് ആർ ദ ബേസിസ് ഓഫ് ആനിമൽ ക്ലാസിഫിക്കേഷൻ. നമുക്കൊരു 1/2 മിനിറ്റ് കൊണ്ട് ഒരു ക്വിക്ക് റിവിഷൻ. ഓക്കെ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ലെവൽസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ലെവൽസ് ഓഫ് ബോഡി ഓർഗനൈസേഷൻ. അതിൽ ബേസ് ചെയ്ത് 4 ലെവൽ അല്ലേ? സെല്ലുലാർ, ടിഷ്യൂ, ഓർഗൻ സിസ്റ്റം. സെല്ലുലാർ പോറിഫർ മാത്രം, ടിഷ്യൂ സീലിൻഡ്രേറ്റ, ടീനോഫോറ. ഓർഗൻ പ്ലാറ്റിഹെൽമിന്തസ് മാത്രം, ഓർഗൻ സിസ്റ്റം ലെവൽ ആസ്കെൽമിന്തസ് മുതൽ മുഴുവൻ ആളുകൾ. ഓക്കെ, വി ഹാവ് സ്റ്റഡീഡ് ദാറ്റ്. സിമെട്രി, അസിമെട്രി, ബൈലാറ്ററൽ സിമെട്രി, റേഡിയൽ സിമെട്രി. അസിമെട്രി പോറിഫർ മാത്രം, റേഡിയൽ സിമെട്രി സീലിൻഡ്രേറ്റ, ടീനോഫോറ, അഡൽട്ട് എക്കിനോഡോമാറ്റ അല്ലെ? അവസാനം ബൈലാറ്ററൽ സിമെട്രി, ബാക്കി എല്ലാവരും. That's it. Now, number of embryonic layers or germ layers. So we have diploblastic and triploblastic. അല്ലെ? ഡിപ്ലോബ്ലാസ്റ്റിക്കിൽ നമുക്ക് എക്ടോഡേം ലെയർ, എൻഡോഡേം ലെയർ, അതിന്റെ നടുവിലുള്ള ലെയറിന്റെ പേരെന്താ? ഈ ഡിപ്ലോബ്ലാസ്റ്റിൽ മീസോഗ്ലയ. എന്താ വിളിക്കുക? മീസോഗ്ലയ അല്ലെ? എനിവേ ഡിപ്ലോബ്ലാസ്റ്റുകൾ ആരൊക്കെയാ? നിങ്ങൾ പോറിഫറിനെ പറഞ്ഞോ, സീലിൻഡ്രൈറ്റിനെ പറഞ്ഞോ, ടീനോഫോറിനെ പറഞ്ഞോ, ട്രിപ്ലോയോ പ്ലാറ്റി മുതൽ എല്ലാവരും ട്രിപ്ലോ ആണ് അല്ലെ? ഓക്കെ, നൗ സീലോം, പ്രസൻസ് ഓഫ് സീലോം, അസീലോമേറ്റ്, സ്യൂഡോസീലോമേറ്റ്, സീലോമേറ്റ്. അസീലോമേറ്റ് ആരടാ? ഓക്കെ, പ്ലാറ്റി വരെയുള്ള എല്ലാവരും അസീലോമേറ്റ് ആണ്. സ്യൂഡോസീലോമേറ്റ് ഒരൊറ്റ ആളല്ലേ ഉള്ളൂ. ആരാ? ആസ്കെൽമിന്തസ്. അനലീഡ മുതൽ എല്ലാവരും എന്താണ്? സീലോമേറ്റ് ആണ്. നൗ സെഗ്മെന്റേഷൻ കാണിക്കുന്ന 3 ഫൈലം: അനലീഡ, ആർത്രോപോഡ, പിന്നെ നമ്മൾ കോഡേറ്റ അല്ലെ? ദാറ്റ്സ് ഇറ്റ്. അവസാനം നോട്ടോകോഡ്, കോഡേറ്റയ്ക്ക് മാത്രമുള്ളത്. ബട്ട് നോട്ടോകോഡിന്റെ ഡെഫിനിഷൻ വി ഹാവ് ടു സ്റ്റഡി. ഇറ്റ് ഈസ് എ മീസോഡെർമലി ഡിറൈവ്ഡ് റോഡ് ലൈക്ക് സ്ട്രക്ചർ ഫോംഡ് ഓൺ ദ ഡോർസൽ സൈഡ് ഓഫ് ബോഡി. ഏറ്റവും മിനിമം ഇത്ര പഠിച്ചാൽ മതി. ഓക്കെ, ദാറ്റ്സ് ഇനഫ്. അപ്പോൾ നമ്മൾ ബേസിസുകൾ പഠിച്ചു കഴിഞ്ഞു. ആനിമൽ ക്ലാസിഫിക്കേഷന്റെ ബേസിസുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി ചിലപ്പോൾ നമ്മളോട് ചോദിക്കുന്ന വേറൊരു ചോദ്യം ഉണ്ടടാ. ലുക്ക്, അപ്പോൾ ഈ ബേസിസുകൾ പഠിച്ചിട്ടാ, ഇനി നിങ്ങൾ അറിയേണ്ട ഒരു പോയിന്റ് എന്താണെന്നറിയോ? നോക്ക്, ഈ ചാപ്റ്ററിൽ ഞാൻ സിമ്പിൾ ആയിട്ട് പഠിപ്പിച്ചു തരികയാണ്. ഓപ്പൺ സർക്കുലേഷൻ ആൻഡ് ക്ലോസ്ഡ് സർക്കുലേഷൻ. ലുക്ക്, ഓപ്പൺ സർക്കുലേഷൻ ആൻഡ് ക്ലോസ്ഡ് സർക്കുലേഷൻ. 2 തരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ആനിമൽസിലുണ്ട്. ക്ലിയർ ആണല്ലോ? 2 തരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് ആനിമൽസിൽ കാണാൻ പറ്റും. അപ്പൊ അതിൽ ഓപ്പൺ സർക്കുലേഷൻ, ബ്ലഡിന്റെ ഓപ്പൺ സർക്കുലേഷൻ ആർക്കൊക്കെയാണുള്ളത് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. ഒന്ന് നമ്മുടെ ആർത്രോപോഡ. ലുക്ക് അറ്റ് ഹിയർ, ആർത്രോപോഡക്ക് ഓപ്പൺ സർക്കുലേഷൻ ആണ്. ക്ലിയർ ആണല്ലോ? 2 നമ്മുടെ മൊളസ്കക്ക് ഓപ്പൺ സർക്കുലേഷൻ ആണ്. 3 ഹെമികോർഡേറ്റ. ഇത്രയും ആളുകൾക്ക് ഓപ്പൺ സർക്കുലേഷൻ ആണ്. ഇനി 3 എൻ്റെ കുട്ടിക്ക് പഠിക്കാൻ ഈ വിട്ടേക്ക്. അറ്റ്ലീസ്റ്റ് യു റിമെമ്പർ ആർത്രോപോഡ. ആർത്രോപോഡയുടെ ശരീരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ എന്താണ് കുട്ടികളെ? ഓപ്പൺ സർക്കുലേഷൻ ആണ്. പഠിച്ചില്ലേ? ആർത്രോപോഡയുടെ ശരീരത്തിലുള്ള സർക്കുലേഷൻ ഓപ്പൺ സർക്കുലേഷൻ ആണെന്നുള്ള ആർത്രോപോഡയെ കുറിച്ച് ഞങ്ങൾ സെറ്റ് ആക്കി വെച്ചൊരു പ്രത്യേക തരത്തിലുള്ള സർക്കുലേഷൻ ആണ്. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞാലേ എന്താണ് ഓവി പാരസ്, എന്താണ് വിവി പാരസ്, എന്താണ് പോയിക്കിലോതേമസ്, എന്താണ് ഹോമയോതേമസ്, ഇങ്ങനെ ഒരു 2 പോയിന്റ് കൂടെ പഠിക്കാനുണ്ട്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം. ഇപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ സെറ്റ് ആണോ? ക്ലിയർ ആണോ? പ്ലീസ് ഡു കമന്റ്. ഓക്കെ, ഞാൻ ക്ലോസ്ഡിലാണ് എഴുതിയത്. ഐ എം റിയലി സോറി. വി ആർ ടോക്കിംഗ് അബൌട്ട് ഓപ്പൺ സർക്കുലേഷൻ കേട്ടോ. ഇത് ഓപ്പൺ ഉള്ള ആളുകളാണ്, ഇവരൊക്കെ ഓപ്പൺ ഉള്ള ആളുകളാണ്. സോ ക്ലോസ് നമുക്ക് വെട്ടിക്കളയാം. ഐ എം റിയലി സോറി. ഓക്കെ, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഓക്കെ, റിയലി സോറി ഫോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മാത്രം ഓർത്ത് വെക്കുക. സോ ക്ലിയർ ആണോ? പ്ലീസ് ഡു കമന്റ്. ഓക്കെ, ഗുഡ്. ഇനി നമ്മൾ ഓരോ ഫയലും പഠിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ നോക്ക് 15 മിനിറ്റ് ആയിട്ടുള്ളൂ. 15 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആക്കി കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ, സോ ഐ വുഡ് ലൈക്ക് ടു റീഡ് യുവർ കമന്റ്. ഓക്കെ, ക്ലിയർ അല്ലേ?
ഓക്കെ ഗുഡ്. അപ്പോൾ 15 മിനിറ്റോട് 16 മിനിറ്റ് ഞാൻ അതാ നോക്കിയത്, 16 മിനിറ്റോട് ഇത്രയും ക്ലിയർ ആയി. ഇനി ചാപ്റ്റർ വേഗം തീരും. നോക്ക്, ആദ്യം നമുക്ക് പോറിഫറയെ നോക്കാം. പോറിഫറ. ഒന്നാമത്തെ ചോദ്യം, പോറിഫറക്ക് ആ പേര് കിട്ടാനുള്ള കാരണം എന്താണ്? പോറിഫറക്ക് പോറിഫറ എന്നുള്ള പേര് കിട്ടാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കും. ദാറ്റ് ഈസ്, പോറിഫറയുടെ ബോഡിയിൽ നിറയെ ചെറിയ ദ്വാരങ്ങളുണ്ട്, ചെറിയ സുഷിരങ്ങളുണ്ട്, ചെറിയ പോറുകളുണ്ട് അല്ലെ. പോർ. ഈ പോറിനെ ഇത് പോർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വേർഡാണ്, സുഷിരം എന്നാണ് അർത്ഥം. ആ പോറിനെ വിളിക്കുന്ന പേരെന്താ? ഒസ്റ്റിയ എന്നാണ് അതിന്റെ പേര് അല്ലെ. ആൻഡ് മുകളിൽ വലിയൊരു ഓപ്പണിംഗ് ഉണ്ട്, വലിയൊരു പോറുണ്ട്, അതിനെ വിളിക്കുന്ന പേരെന്താ? ഒസ്കുലം അല്ലെ. അപ്പൊ ബോഡിയിൽ നിറയെ പോറുകൾ ഉള്ളത് കൊണ്ടാണ് ഇയാൾക്ക് എന്ത് പേര് കിട്ടിയത്? പോറിഫറ. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മളോട് ചോദിക്കും പോറിഫറ എന്ന് പേര് കിട്ടാനുള്ള കാരണം പഠിച്ചല്ലോ. ഇറ്റ് ഈസ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് പോർസ്. ഓക്കെ, പോറിഫറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്താണ് കുട്ടികളെ? നമുക്കറിയാം, വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം അല്ലെ. വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ കനാൽ സിസ്റ്റം. എന്താ സംഭവം? വാട്ടർ ഒസ്റ്റിയകളിലൂടെ അവരുടെ ശരീരത്തിനുള്ളിലേക്ക് കയറും, ഒസ്കുലത്തിലൂടെ പുറത്തോട്ട് പോകും അല്ലെ. ഒസ്റ്റിയയിലൂടെ ഉള്ളിലേക്ക് കയറി ഒസ്കുലത്തിലൂടെ പുറത്തോട്ട് പോകും. അപ്പോൾ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം വർക്ക് ചെയ്യാൻ അവരെ സഹായിക്കുന്ന ഒരു സെല്ലുണ്ടല്ലോ, ആ സെല്ലിന്റെ പേരെന്താ? കൊയാനോസൈറ്റ് അല്ലെങ്കിൽ കോളർ സെൽ. എന്താണ് വിളിക്കുക? കൊയാനോസൈറ്റ് അല്ലെങ്കിൽ കോളർ സെൽ. നൗ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട് കനാൽ സിസ്റ്റം? ഒന്ന്, ഫുഡ് ഗാദറിംഗ്. ഓക്കെ, യു ജസ്റ്റ് റിമെമ്പർ ഫുഡ് കിട്ടാൻ സഹായിക്കുന്നു, അങ്ങനെ പറഞ്ഞാൽ മതി. അടുത്തത്, അവർക്ക് വേണ്ട റെസ്പിറേഷൻ, അവർക്ക് ഓക്സിജൻ കിട്ടാൻ സഹായിക്കുന്നു. സോ ദാറ്റ് ഈസ് റെസ്പിറേഷൻ. ക്ലിയർ ആണോ? അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വേസ്റ്റ്, ഈ വെള്ളം പുറത്തോട്ട് പോകുമ്പോൾ അതിന്റെ കൂടെ പുറത്തോട്ട്, യൂസ് യുവർ കോമൺ സെൻസ്, കോമൺ സെൻസ്. ആ വെള്ളം ഉള്ളിലേക്ക് വരുമ്പോൾ ദേ ആർ ഗെറ്റിംഗ് ഫുഡ്. നൗ ഈ ഉള്ളിൽ നിന്ന് വെള്ളം ഈ ഒസ്കുലത്തിലൂടെ പുറത്തോട്ട് പോകുമ്പോൾ ദേ ആർ റിമൂവിങ് ദെയർ വേസ്റ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ, ആൻഡ് പുറത്തുനിന്ന് വെള്ളം വരുമ്പോൾ ആ ഉള്ളിലേക്ക് വരുമ്പോൾ ഗ്യാസുകളും ഓക്സിജനും കിട്ടുന്നുണ്ട്. സോ റെസ്പിറേഷൻ, ഫുഡ് ആൻഡ് എക്സ്ക്രീഷൻ അല്ലെ. എക്സ്ക്രീഷൻ, ഇത്രയും കാര്യങ്ങൾക്കാണ് സഹായിക്കുന്നത്. ഈസ് ഓൾ അബൌട്ട് പോറിഫറ. യു ജസ്റ്റ് റിമെമ്പർ ദിസ് മച്ച് തിങ് റിഗാർഡിംഗ് പോറിഫറ. വേറെ ഒന്നും പഠിക്കണമെന്നില്ല. ഓക്കെ, നൗ എക്സാമ്പിൾസ് ആരൊക്കെ? 3 എക്സാമ്പിൾ ഉള്ളത്. സൈക്കൺ അല്ലെങ്കിൽ സ്കൈഫ, സ്പോഞ്ചില അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ സ്പോഞ്ച്, യൂസ്പോഞ്ചിയ അല്ലെങ്കിൽ ബാത്ത് സ്പോഞ്ച്. 3 എക്സാമ്പിൾ അല്ലെ. ആ 3 എക്സാമ്പിൾ പഠിച്ചിരിക്കണം വിത്ത് NCERT പിക്ചേഴ്സ് കേട്ടോ. വിത്ത് NCERT പിക്ചേഴ്സ്. NCERT പിക്ചർ വരക്കാൻ പഠിക്കണ്ട, ബട്ട് യു ഹാവ് ടു നോ ടു ഐഡന്റിഫൈ കേട്ടോ. ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കും, അറിയണം. സോ പോറിഫറ ഈസ് ഓവർ. ക്ലിയർ ആണോ? ഓക്കെ, പോറിഫറ 2 മിനിറ്റിൽ പഠിച്ചു കഴിഞ്ഞു. ഇത്ര പോയിന്റ് മതി. പോറിഫറയ്ക്ക് പേര് കിട്ടാനുള്ള കാരണം എന്താണ്? പോറിഫറയിൽ എന്നിട്ട് വാട്ടർ ട്രാൻസ്പോർട്ട് കനാൽ സിസ്റ്റം ഉണ്ട്. പിന്നെ കനാൽ സിസ്റ്റം നടക്കാൻ സഹായിക്കുന്ന സെല്ല് കൊയാനോസൈറ്റ് ഓർ കോളർ സെൽ. എക്സാമ്പിൾ സൈക്കൺ അല്ലെങ്കിൽ സ്കൈഫ, സ്പോഞ്ചില അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ സ്പോഞ്ച്, യൂസ്പോഞ്ച് അല്ലെങ്കിൽ ബാത്ത് സ്പോഞ്ച്. അത് നിങ്ങൾ പഠിച്ചിരിക്കണം. അത് നമുക്കിപ്പോൾ ഇവിടെ എത്രയായാലും നമുക്ക് ഒരു പരിധിയുണ്ട് അല്ലെ, കുറച്ച് സമയം കൊണ്ട് സെറ്റ് ആക്കുന്നതിൽ. സോ ദിസ് മച്ച് തിങ് ഇത് പഠിച്ചാൽ മതി പോറിഫറ. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് സീലിൻഡറേറ്റ അല്ലെ. സീലിൻഡറേറ്റ എന്തുകൊണ്ടാണ് സീലിൻഡറേറ്റയ്ക്ക് പേര് കിട്ടിയതെന്ന് ചോദിക്കും. സീലിൻഡറേറ്റയ്ക്ക് മറ്റൊരു പേരുണ്ടാ മക്കളെ, നിഡേറിയ എന്നാണ് അയാളുടെ പേര്. എന്തുകൊണ്ടാണ് സീലിൻഡറേറ്റയ്ക്ക് പേര് കിട്ടിയത് എന്നാണ് അടുത്ത ചോദ്യം. സീലിൻഡറേറ്റയ്ക്ക് എന്തുകൊണ്ടാണ് പേര് കിട്ടിയത്? ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് എ സെൽ കോൾഡ് നിഡോബ്ലാസ്റ്റ് ഓർ നിഡോസൈറ്റ് അല്ലെ. അവരുടെ ബോഡിയിൽ നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ്, ആ സെല്ലിന്റെ പിക്ചർ NCERT ഉണ്ട്. ആ പിക്ചർ ഇവന്മാര് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഭയങ്കര സാധ്യതയുണ്ട് കേട്ടോ. ആ പിക്ചർ ഇങ്ങനെയാണല്ലേ. സോ ദിസ് ഈസ് ദാറ്റ് സെൽ. ഓക്കെ, ഈ ഒരു ഷേപ്പാണ് ആ സെല്ലിനുള്ളത്. ആ പിക്ചർ NCERT ഉള്ളത് പരീക്ഷയ്ക്ക് ചോദിക്കും. നോക്കൂ, ഇതിന്റെ പ്രത്യേകത, നിഡോബ്ലാസ്റ്റ് ഓർ നിഡോസൈറ്റിന്റെ പ്രത്യേകത, അതിനകത്ത് നെമാറ്റോസിസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നെമാറ്റോസിസ്റ്റ്, ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ. എന്താണ് സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ കേട്ടോ? സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ ഇതിനകത്തുണ്ട്. നമ്മളോട് ചോദിക്കും സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ ഏതാണെന്ന് ചോദിക്കും. ദാറ്റ് ഈസ് നെമാറ്റോസിസ്റ്റ്. സെല്ലിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറയും. ഓക്കെ, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇയാൾ ഈ നിഡോബ്ലാസ്റ്റ് ഓർ നിഡോസൈറ്റിനെ യൂസ് ചെയ്യുന്നത്? ഒന്ന്, ഡിഫൻസിന് വേണ്ടിയിട്ട്. 2 പോയിന്റെങ്കിലും ഓർത്താൽ മതി. ഡിഫൻസ്, നമ്മൾ ഇതിനെ അറ്റാക്ക് ചെയ്യാൻ പോയാൽ ഇത് ഈ നിഡോബ്ലാസ്റ്റുകളിൽ നിന്ന് ഈ നെമാറ്റോസിസ്റ്റുകളെ, ആരെയാണ്? നെമാറ്റോസിസ്റ്റുകളെ നമ്മുടെ ബോഡിയിലേക്ക് തെറിപ്പിച്ച് അങ്ങ് വിടും. അതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. സോ ഡിഫൻസ്, അതിന്റെ പ്രൊട്ടക്ഷൻ അത് യൂസ് ചെയ്യുന്നു ഡിഫൻസിന് വേണ്ടിയിട്ട്. 2, ക്യാപ്ചർ ഓഫ് പ്രേ. ഇര പിടിക്കുക. പ്രേ എന്ന് പറഞ്ഞാൽ ഇരയെ ആരെയാണോ ഇയാൾക്ക് ഭക്ഷിക്കേണ്ടത് അയാളുടെ പുറത്തേക്ക് ഇതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വിടും. ദാറ്റ് ഈസ് അറ്റാക്കിങ് ആൻഡ് കാച്ചിങ് ഇറ്റ് അല്ലെ. അറ്റാക്ക് ചെയ്തതിനെ പിടിക്കാൻ. സോ സിമ്പിൾ. ഫോർ ഡിഫൻസ്, നമ്മളിപ്പോൾ നമ്മുടെ കൈ ഡിഫൻസിന് യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് വേണ്ട ഇരകളെ പിടിക്കാൻ, കോഴിനെല്ലാം പിടിച്ച് അറക്കാൻ വേണ്ടി യൂസ് ചെയ്യാറില്ലേ? ദാറ്റ്സ് ഇറ്റ്, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ ഫോർ ഡിഫൻസ് ആൻഡ് ക്യാപ്ചർ ഓഫ് പ്രേ, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. പണ്ട് സുരേഷ് ഗോപി പറഞ്ഞ പോലെ ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ ഈസ് ദാറ്റ് ക്ലിയർ?
ഇനി നമുക്ക് നോക്കൂ നിഡോബ്ലാസ്റ്റ് ഇനി നമ്മൾ സീലിൻഡ്രേറ്റയെ നോക്കിയാൽ രണ്ട് രൂപത്തിലുള്ള സീലിൻഡ്രേറ്റകളെ കാണാൻ പറ്റും. ഒന്നാമത്തെ നോക്കൂ, ഇങ്ങനത്തെ ഷേപ്പുള്ള ആൾ അല്ലെ, ഇങ്ങനത്തെ ഷേപ്പുള്ള ആൾ, ഇയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊളിപ്പ്. എന്താ വിളിക്കുക? പൊളിപ്പ്. രണ്ടാമത് ഈ ഒരു രൂപത്തിലുള്ള നിഡേറിയകളെ കാണാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് കോൾഡ് മെഡൂസ. എന്താണ് മെഡൂസ? രണ്ടിന്റെയും പിക്ചർ NCERT കൊടുത്തിട്ടുണ്ട്. പൊളിപ്പിന്റെ ഒരു എക്സാമ്പിൾ NCERT തന്നിട്ടുള്ള ആരാന്നറിയോ? സി എനിമോൺ എന്ന് പറഞ്ഞാൽ ഇയാൾ എവിടെയെങ്കിലും പറ്റി പിടിച്ചാൽ നിൽക്കുക. നോക്കൂ, പൊളിപ്പിന്റെ പ്രത്യേകത, പൊളിപ്പ് എവിടെയെങ്കിലും പറ്റി പിടിച്ചിട്ടാണ് ഹായ് ബൈ, നമ്മൾ യാസിൻ സാർ നല്ല ലുക്കനായിട്ട് വന്നിട്ടുണ്ട് ബൈ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, എനിവേ കം ഹിയർ. സോ ലുക്ക്, പൊളിപ്പിന്റെ പ്രത്യേകത, ദേ ആർ സെസൈൽ. പറ്റി പിടിച്ച് നിൽക്കുന്ന ആളുകളാണ് സെസൈൽ. എവിടെയെങ്കിലും പറ്റി പിടിച്ചിട്ട് നിൽക്കുന്ന ആളാണ് സെസൈൽ കേട്ടോ. SESSILE, സെസൈൽ, പറ്റി പിടിച്ച് നിൽക്കുന്ന ആളുകളാണ്. അതേ സമയത്ത് മെഡൂസയുടെ പ്രത്യേകത ഒഴുകി നടക്കുന്ന ആളുകളാണ്. ദേ ആർ ഫ്രീ സ്വിമ്മിങ്, ഒഴുകി നടക്കുന്ന ആളുകളാണ് ആര്? മെഡൂസ. ഓക്കെ, പൊളിപ്പിന്റെ ഒരു എക്സാമ്പിൾ NCERT തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് അഡാംസിയ. NCERT പൊളിപ്പിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചർ ആരാന്ന് ചോദിക്കും, ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. NCERT തന്ന പിക്ചറുകൾ മൊത്തം അറിയണം, കണ്ട ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. സോ അഡാംസിയയാണ് NCERT തന്ന പൊളിപ്പ് ഫോം. NCERT തന്ന മെഡൂസ ഫോം ഒറേലിയ അല്ലെങ്കിൽ ജെല്ലി ഫിഷ് എന്ന് പറയുന്ന ആളാണ്. അത് ആരാ? ഒറേലിയ അല്ലെങ്കിൽ ജെല്ലി ഫിഷ്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി ചില ആളുകൾക്ക് പൊളിപ്പ് രൂപത്തിലും മെഡൂസ രൂപത്തിലും ജീവിക്കാൻ പറ്റും. ചില ആളുകൾക്ക് പൊളിപ്പ് രൂപത്തിലും മെഡൂസ രൂപത്തിലും ജീവിക്കാൻ പറ്റും. അതാരാന്നല്ലേ ശ്രദ്ധിക്കുക. ഒബീലിയ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഒബീലിയ ഈ ഗ്രൂപ്പിൽപ്പെട്ട ഒരു ജീവിയാണ് ഒബീലിയ. ഒബീലിയയുടെ പ്രത്യേകത എങ്ങനെയാണ് കുട്ടികളെ? ശ്രദ്ധിക്കുക. ഇവർക്ക് പൊളിപ്പ് ഫോമിലുള്ള ഒബീലിയ, ഇതൊരു പൊളിപ്പ് ഫോമിലുള്ള ഒബീലിയ. ആ ഒബീലിയ റീപ്രൊഡക്ഷൻ നടന്നിട്ട് ഉണ്ടാകുന്ന കുട്ടികളൊക്കെ മെഡൂസ രൂപത്തിലായിരിക്കും. നോക്കൂ, ഈ ഒബീലിയക്ക് റീപ്രൊഡക്ഷൻ നടന്നുണ്ടാകുന്ന കുട്ടികളൊക്കെ മെഡൂസ രൂപത്തിലായിരിക്കും. നൗ മെഡൂസക്ക് വീണ്ടും റീപ്രൊഡക്ഷൻ നടക്കും, അതിലൂടെ ഉണ്ടാകുന്ന കുട്ടികളൊക്കെ വീണ്ടും പൊളിപ്പ് രൂപത്തിലായിരിക്കും. ക്ലിയർ ആണോ? ഇനി ഇയാൾക്ക് വീണ്ടും റീപ്രൊഡക്ഷൻ നടന്ന അതിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾ ഏത് രൂപത്തിലായിരിക്കും? യെസ്, വെരി ഗുഡ്, മെഡൂസ രൂപത്തിലായിരിക്കും കേട്ടോ. അപ്പൊ ഇത് വരച്ച് കാണിച്ചാൽ തന്നെ. സോ റീപ്രൊഡക്ഷൻ ആക്ച്വലി ലുക്ക്, ഈ പൊളിപ്പ് അസെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെയാണ് മെഡൂസ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നത്. ഇനി മെഡൂസ കുഞ്ഞുങ്ങൾ അവരുടെ അടുത്ത കുട്ടികളിലെ അവരുണ്ടാക്കുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷനിലൂടെയാണ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, ഈ ഒരു പരിപാടി ഓരോ ജനറേഷൻ മാറുമ്പോൾ അവരുടെ ഷേപ്പ് മാറും അല്ലേ. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. എന്താടാ? ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. അപ്പൊ നമുക്ക് ഇംഗ്ലീഷിൽ ഡെഫിനിഷൻ ഒന്നും എഴുതാൻ അറിയില്ല സാറേ, ഞങ്ങൾക്ക് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്ങനെ എഴുതുക എന്ന് പറയുന്നത്. ഒരു കുഴപ്പമില്ല. യു സിംപ്ലി ഡ്രോ ദിസ് ഡയഗ്രാം. ഈ ഡയഗ്രാം വരച്ചാൽ തന്നെ യു വിൽ ഗെറ്റ് ഫുൾ മാർക്ക് ബിക്കോസ് ഇറ്റ് ഹാസ് എവറിഥിങ്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? സോ പൊളിപ്പ് പ്രൊഡ്യൂസ് മെഡൂസ ചിൽഡ്രൻ ആൻഡ് അല്ലെ, പൊളിപ്പ് പ്രൊഡ്യൂസ് മെഡൂസ ത്രൂ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് മെഡൂസ അഗെയിൻ പ്രൊഡ്യൂസ് പൊളിപ്പ് ത്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് this cycle continues. Clear ആണ് കുട്ടികളെ? So that's what happening in alternation of generation. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മെറ്റാജെനസിസ്. എന്താ വിളിക്കുക? മെറ്റാജെനസിസ്. alternation of generation അല്ലെങ്കിൽ മെറ്റാജെനസിസ്. Is that clear? Yes or no? Ready ആണോ? Please, if it's clear, tell me. യെസ്, നമ്മൾ പഠിപ്പിച്ച കോഡൊക്കെ നമ്മൾ ബ്ലാക്കി പറഞ്ഞിട്ടുണ്ട്. യെസ്, കോഡ് ഫോർ എക്സാമ്പിൾ പാമ്പ് ജി ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കോഡ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണോ? പ്ലീസ് ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഗുഡ്. ഇനി നമ്മൾ എക്സാമ്പിൾസിലേക്ക് ഇത്ര മതി ഇവരെ പറ്റി. ലെറ്റ്സ് മൂവ് ടു ദ എക്സാമ്പിൾസ്. എക്സാമ്പിൾ പഠിക്കാം. അപ്പോൾ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ മെറ്റാജെനസിസ് കാണിക്കുന്ന ആളാരാ? ഒബീലിയ അല്ലേ. ഇനി എക്സാമ്പിൾസ്. You can remember this with the help of പാമ്പ് ജി പ്ലസ് ഹൈഡ്ര. പാമ്പ് ജി പ്ലസ് ഹൈഡ്ര അങ്ങനെ പഠിച്ചോ? എന്താ ഈ പാമ്പ് ജി? നോക്ക്, പാമ്പ് ജി നിങ്ങൾ NCERT വായിച്ച് പഠിക്കണേ. ആ പേരുകൾ ഫൈസാലിയ അല്ലെങ്കിൽ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. അവരുടെ കോമൺ നെയിമൂടെ പഠിക്കാൻ പറ്റിയ വളരെ നന്നായി. കാരണം നമ്മൾ ഫുൾ മാർക്കാണ് എയിം ചെയ്യുന്നത്. അതുകൊണ്ട് ആ കോമൺ നെയിമൂടെ പഠിക്കണം. പോർച്ചുഗീസ് മാൻ ഓഫ് വാർ, അഡാംസിയ അല്ലെങ്കിൽ സി അനിമോൺ, ദെൻ മീൻഡ്രീന അല്ലെങ്കിൽ ബ്രെയിൻ കോറൽ, പെന്നാറ്റുല അല്ലെങ്കിൽ സി പെൻ, ഗോർഗോണിയ അല്ലെങ്കിൽ സി ഫാൻ അല്ലെ. അതിന്റെ കൂടെ ഹൈഡ്ര. പിന്നെ നമ്മൾ ഓൾറെഡി ഒബീലിയയെ പഠിച്ചിട്ടുണ്ട് അല്ലെ. പിന്നെ നിങ്ങൾ ഒറേലിയ അല്ലെങ്കിൽ ജെല്ലി ഫിഷിനെ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇത്ര മതി നിഡേറിയയെ പറ്റി. വേറെ ഒന്നും വേണ്ട, വേറെ ഒരു കോപ്പും വേണ്ട. ബാക്കി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നിഡേറിയയുടെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഏതാ? ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, സിമെട്രി, റേഡിയൽ സിമെട്രി, എംബ്രിയോണിക് ലെയേഴ്സ്, ഡിപ്ലോബ്ലാസ്റ്റ് വിച്ച് യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഇത്ര പഠിച്ചാൽ മതി. അപ്പൊ സീലിൻഡ്രേറ്റയെ കുറിച്ച് സീലിൻഡ്രേറ്റ് പേര് കിട്ടാനുള്ള കാരണം എന്താ? ഇറ്റ് ഈസ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് നിഡോബ്ലാസ്റ്റ് ഓർ നിഡോസൈറ്റ് അല്ലെ. അതിന് എന്ത് യൂസ് ചെയ്ത്? ഡിഫൻസ് ആൻഡ് ക്യാപ്ചർ ഓഫ് പ്രേ. അതിന്റെ സ്ട്രക്ചർ രണ്ട് രൂപമുണ്ട്, പൊളിപ്പ് ഫോം, മെഡൂസ ഫോം. പൊളിപ്പിന്റെ എക്സാമ്പിൾ അഡാംസിയാണ് NCERT തന്ന എക്സാമ്പിൾ. ആ പിക്ചർ ഉണ്ട്, ആ പിക്ചർ നോക്കി പഠിക്കണേ. ആൻഡ് മറ്റേതിന്റെ എക്സാമ്പിൾ ഒറേലിയാണ് NCERT, ജെല്ലി ഫിഷ് എന്ന് പറയും അല്ലെ. അടുത്ത് പൊളിപ്പ് സെസൈലാണ്, മറ്റാൾ ഫ്രീ സ്വിമ്മിംഗ് ആണ്. ദെൻ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണിക്കുന്ന ആളാണ് ഒബീലിയ വിത്ത് എക്സാമ്പിൾസ്. സോ ഈസ് ദാറ്റ് ക്ലിയർ? അത്ര മതി. Is that clear? Tell me guys. Okay,
Is that clear? Please tell me. So നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ടീനോഫോറയെ കുറിച്ചാണ് അല്ലേ. അടുത്തത് ഫൈലം ടീനോഫോറ. ലുക്ക്, ടീനോഫോറയുടെ മറ്റൊരു പേരെന്താ? യെസ്, വെരി ഗുഡ്, കോംബ് ജെല്ലീസ് അല്ലെങ്കിൽ സീ വാൾനട്ട് അല്ലേ. കോംബ് ജെല്ലീസ് അല്ലെങ്കിൽ സീ വാൾനട്ട്സ്. ഓക്കെ, നൗ ഹൈപ്പോസ്റ്റോം ഒന്നും വേണ്ട. ഓക്കെ, ഹൈപ്പോസ്റ്റോം അലി ചോദിച്ചിട്ടുണ്ട് ഹൈപ്പോസ്റ്റോം എന്താ പറഞ്ഞുതരുമെന്ന്. ആക്ച്വലി ഹൈപ്പോസ്റ്റോം ഒന്നും നിങ്ങൾ പഠിക്കേണ്ട മക്കളെ. ഓക്കെ, നിങ്ങൾ ലീവ് ചെയ്തേക്കുന്ന കാര്യങ്ങളുള്ള സമയം ഉണ്ടാവില്ല, ഒരു ആവശ്യമില്ല. ലുക്ക്, ഇവരുടെ സ്ട്രക്ചർ ഇങ്ങനെയാണ് മക്കളെ. ഇവരുടെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഇവരുടെ ബോഡിയുടെ നടുവിൽ ഒരു ക്യാവിറ്റി ഉണ്ടാകും. ഓക്കെ, ദിസ് ക്യാവിറ്റി ഈസ് കോൾഡ് ഗ്യാസ്ട്രോ വാസ്കുലാർ ക്യാവിറ്റി. ഓക്കെ, ഗ്യാസ്ട്രോ വാസ്കുലാർ ക്യാവിറ്റി എന്നാണ് ഈ ഒരു ക്യാവിറ്റിയുടെ പേര്. ക്യാൻ യു സി ഗ്യാസ്ട്രോ വാസ്കുലാർ ക്യാവിറ്റി? ആൻഡ് ഈ ഒരു ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് ഹൈപ്പോസ്റ്റോം. എന്താ വിളിക്കുക? ഹൈപ്പോസ്റ്റോം. ഹൈപ്പോസ്റ്റോമിലാണ് ഇവരുടെ മൗത്ത് ഉണ്ടാവുക. ഇതാണ് അവരുടെ മൗത്ത്. ഓക്കെ, ഈ ഓപ്പണിംഗ് ആണ് മൗത്ത്. അതിലൂടെയാണ് ഫുഡ് ഉള്ളിലേക്ക് കയറുക, വേസ്റ്റ് പുറത്തോട്ടും പോവുക. ഇനി ഇവിടെ ദേ ഹാവ് ടെൻഡക്കിൾസ്. കണ്ടോ, ഇവിടെയൊക്കെ നിറയെ ഇവർക്ക് എന്തുണ്ട്? ടെൻഡക്കിൾസ് എന്ന് പറയുന്ന സാധനമുണ്ട്. സോ ഇതാണ് ഇവരുടെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ദിസ് ഈസ് ടെൻഡക്കിൾ കേട്ടോ, ഇതാണ് ടെൻഡക്കിൾ. ഓക്കെ, ഇനി സ്പോഞ്ചിനെ പറ്റി വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ സ്പോഞ്ചിന്റെ ബോഡിയിൽ ഇവിടെ ഒസ്റ്റിയകൾ ഉണ്ട് അല്ലെ. ഒസ്റ്റിയ ഉണ്ട്, ഇവിടെ വലിയ ഒസ്കുല ഉണ്ട്. അതിന്റെ ബോഡി ക്യാവിറ്റിനെ നമ്മൾ സ്പോഞ്ചോസീൽ എന്നാണ് പറയുക. ഇതൊന്നും വേണമെന്നില്ല. ഓക്കെ, for last time study we can skip all these things. Yes, we can simply skip all these things. Okay, ഞാൻ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് guarantee, I am giving you guarantee, you can make full mark by seeing this video and just പോയിട്ട് 1 hour പഠിക്കുക കേട്ടോ. That's it. Okay, so is this point clear? Shall we go to Tinophora? Are you ready? Okay, എനിക്കൊരു മോട്ടിവേഷൻ തരുമോ? ഇന്ന് എൻ്റെ 2 കുട്ടികൾ തേച്ചു. I will give motivation after the class. Okay, ഞാൻ തികച്ച മോട്ടിവേഷൻ തരാം കേട്ടോ. So are you ready? അനാമിക ഓക്കെ സെറ്റാണ്, നിയ സൂസൻ സെറ്റാണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ മക്കളെ, കമോൺ. സോ ടീനോഫോറയെ കുറിച്ച് നമ്മളോട് ചോദിക്കുന്നത്, ടീനോഫോറയുടെ മറ്റു പേരെന്താ? കോംബ് ജെല്ലീസ് അല്ലെങ്കിൽ സീ വാൾനട്ട് അല്ലെ. എന്തുകൊണ്ടാണ് ഇവർക്ക് കോംബ് ജെല്ലീസ് അല്ലെങ്കിൽ സീ വാൾനട്ട് എന്ന് പേര് വന്നതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കാരണം എഴുതിയാൽ മതി. കോംബ് ജെല്ലീസ് എന്ന പേര് വരാനുള്ള കാരണം ഇവരുടെ ബോഡി, ഇതാണ് ഇയാളുടെ ബോഡി എങ്കിൽ നോക്കി, ഇയാളുടെ ബോഡി ഇതാണെങ്കിൽ ആ ബോഡിയിൽ നിറയെ സീലിയേറ്റഡ് കോംബ് പ്ലേറ്റുകൾ എന്ന് പറയുന്ന സംഭവമുണ്ട്. എന്തുകൊണ്ട് കുട്ടികളെ? സീലിയേറ്റഡ് കോംബ് പ്ലേറ്റ്. കുറേ സീലിയ എന്ന് പറഞ്ഞാൽ ഹെയർ പോലെയുള്ള സ്ട്രക്ചറാണ്. അപ്പോൾ ഹെയർ പോലെയുള്ള സ്ട്രക്ചറുള്ള കോംബ് പ്ലേറ്റുകൾ ഇയാളുടെ ബോഡിയിൽ നിറയെ ഉണ്ട്. അങ്ങനെ സീലിയേറ്റഡ് കോംബ് പ്ലേറ്റുകൾ, എന്താണ് സീലിയേറ്റഡ് കോംബ് പ്ലേറ്റുകൾ ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് ആ പേര് കിട്ടിയത്. ക്ലിയർ അല്ലടാ? സീലിയേറ്റഡ് കോംബ് പ്ലേറ്റ്സ്, ഇവരുടെ ബോഡിയിൽ നിറയെ സീലിയേറ്റഡ് കോംബ് പ്ലേറ്റ്സുകൾ ഉള്ളതുകൊണ്ടാണ് ആ പേര് കിട്ടിയത്. നൗ എന്തിനാണ് ഇവർ ഈ സീലിയേറ്റഡ് കോംബ് പ്ലേറ്റിനെ യൂസ് ചെയ്യുന്നത്? ഫോർ ലോക്കോമോഷൻ. ലോക്കോമോഷൻ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കാൻ, മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇവർ സീലിയേറ്റഡ് കോംബ് പ്ലേറ്റിനെ യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അടുത്തത് ഇവരെ പറ്റി ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? ഇവരുടെ അടുത്ത പ്രത്യേകതയാണ് ബയോലൂമിനസെൻസ്. എന്താടാ ബയോലൂമിനസെൻസ്? എന്താണ് ബയോലൂമിനസെൻസ് എന്ന് ചോദിക്കും. ബയോലൂമിനസെൻസ് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ഓഫ് ലിവിങ് ഓർഗാനിസം, ജീവികളുടെ കഴിവാണ് ടു എമിറ്റ് ലിവിങ് ഓർഗാനിസം. എബിലിറ്റി ഓഫ് ലിവിങ് ഓർഗാനിസം, ജീവികളുടെ കഴിവാണ് ടു എമിറ്റ്, പരത്താൻ വേണ്ടിയിട്ട് എന്ത്? പ്രകാശം അല്ലെ, ലൈറ്റ്. ടു എമിറ്റ് ലൈറ്റ്, ജീവികളുടെ ലൈറ്റിനെ ഉണ്ടാക്കാനുള്ള, ലൈറ്റിനെ പ്രവഹിപ്പിക്കാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബയോലൂമിനസെൻസ്. അതാണ് ഇവരെ പറ്റി ചോദിക്കുക. നൗ എക്സാമ്പിൾസ്, ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. നൗ ലെറ്റ്സ് മൂവ് ടു ദി എക്സാമ്പിൾസ്. 2 എക്സാമ്പിളേ ഉള്ളൂ. ഒന്ന് ടീനോപ്ലാന അല്ലെ, ടീനോപ്ലാന. 2 പ്ലൂറോബ്രാക്കിയ അല്ലെ, ടീനോപ്ലാനയും പ്ലൂറോബ്രാക്കിയയും. ഇതിൽ NCERT തന്ന പിക്ചർ ആരുടേതാ മക്കളെ? NCERT തന്ന പിക്ചർ പ്ലൂറോബ്രാക്കിയയുടെ പിക്ചറാണ് NCERT തന്നുള്ളത്. അപ്പോൾ ആ പിക്ചർ കണ്ടിട്ട് ആളെ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. സോ ടീനോഫോറ കഴിഞ്ഞു, ഇത്ര പഠിച്ചാൽ മതി. സോ ടീനോഫോറയ്ക്ക് എന്തുകൊണ്ടാണ് പേര് കിട്ടിയത് കിട്ടിയില്ലേ? ഡ്യൂ ടു പ്രസൻസ് ഓഫ് സീലിയേറ്റഡ് കോംബ് പ്ലേറ്റ്സ് ആൻഡ് ദേ ഹാവ് ബയോലൂമിനസെൻസ്. വാട്ട് ഈസ് ബയോലൂമിനസെൻസ്? Ability of living organism to emit light. Now what are the examples? Tinoplana, pleurobrachia. Is that clear? Settle? Okay, good. So അടുത്തതിലേക്ക് പോവാം. That is platyhelminthes. Platyhelminthes അല്ലേ, platyhelminthes. Look, പ്ലാറ്റിഹെൽമിന്തസിന് എന്തുകൊണ്ടാണ് പേര് കിട്ടിയതെന്ന് ഇയാളുടെ മറ്റൊരു പേരാണ് ഫ്ലാറ്റ് വേം. പ്ലാറ്റിഹെൽമിന്തസ് എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥവും ഫ്ലാറ്റ് വേം എന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ പേര് കിട്ടിയത് ഡ്യൂ ടു ദെയർ ഫ്ലാറ്റ് ബോഡി. ഇവരുടെ ബോഡി ഫ്ലാറ്റ് ആയതുകൊണ്ടാണ് ഇവർക്ക്. ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് ഒരു പോയിന്റ് പോലും സ്കിപ്പ് ചെയ്യാനില്ല. വാട്ട് എവർ ഐ ഹാവ് റിട്ടൺ ഹിയർ ആൻഡ് വാട്ട് എവർ ഐ ഹാവ് ടോട്ട് യു നൗ, മസ്റ്റായിട്ട് ഏറ്റവും മിനിമം ഇത് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോയിരിക്കണം. ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല. ഓക്കെ, സോ ഇതൊക്കെ പരീക്ഷയ്ക്ക് ഞാൻ കഴിഞ്ഞ 10 വർഷത്തെ
കഴിഞ്ഞ 10 വർഷത്തെ ഈ ചാപ്റ്ററിലെ മുഴുവൻ ക്വസ്റ്റ്യൂം അനലൈസ് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, സോ എവറി ടൈം ഐ എം ഡൂയിങ് ദാറ്റ് ആൻഡ് ദിസ് ടൈം ഓൾസോ. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം പഠിച്ചിരിക്കണം. ഇതൊക്കെ 3 മാർക്കിലൊക്കെ ചോദിച്ചിട്ടുള്ളത്. വൺസ് ഒരു 2 ടൈംസ് ദേ ഹാവ് ആസ്ക്ഡ് ലൈക്ക് 6 ഫൈലങ്ങളുടെ പേര് തന്നു. ആൻഡ് ലുക്ക്, ഈ ഫൈലങ്ങളുടെ പേര് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചത് 6 മാർക്കിന്. ഓക്കെ, സോ റീസൺ ഫോർ നെയിമിംഗ് ഈസ് സോ ഇമ്പോർട്ടന്റ്. ഓക്കെ, എനിവേ കം ഹിയർ. സോ ദേ ഹാവ് ഫ്ലാറ്റ് ബോഡി, അതുകൊണ്ടാണ് ആ പേര് വന്നത്. ഓക്കെ, അടുത്തത് പ്ലാറ്റി ഹെൽമെറ്റസിലെ മിക്കവാറും ആളുകൾ, പ്ലാറ്റി ഹെൽമെറ്റസിന് അടുത്തൊരു പ്രത്യേകതയാണ് കുട്ടികളെ, ദേ ഹാവ് മെനി ലാർവൽ സ്റ്റേജ്. മെനി ലാർവൽ സ്റ്റേജ്. ഈ ഒരു പോയിന്റ് ഞാൻ എക്സ്ട്രാ ഇപ്പൊ പഠിപ്പിക്കുകയാണ്. മെനി ലാർവൽ സ്റ്റേജ്, വാട്ട് ഈസ് മെൻ ബൈ ദിസ്? അതായത് സാധാരണ ഇപ്പോൾ എന്താണ് ഇതുകൊണ്ട് അർത്ഥാക്കുന്നത്? ഓക്കെ, സോ ഇത് സംഭവം എന്താ വെച്ചാൽ, തവളയൊക്കെ ഉണ്ടല്ലോ, തവള ജനിക്കുമ്പോൾ തവളാപ്പൊട്ടൻ അല്ലേ, ഞങ്ങൾ മലപ്പുറത്തുകാർ, മലപ്പുറം കോട്ടക്കലാണ് എൻ്റെ വീട്. സോ ഞങ്ങൾ തവളാപ്പൊട്ടൻ എന്നാണ് പറയുന്നത്. ചില ആളുകൾ വാൽമാക്രി എന്നൊക്കെ വിളിക്കുന്നു. പിന്നെയാണ് ഇയാൾ തവളയായിട്ട് മാറുക അല്ലേ, അതിനെയാണ് നമ്മൾ പറയുക ലാർവ എന്ന് പറയും. ഇതേണ്ട ഇയാൾ നമ്മൾ ലാർവ എന്നാണ് പറയുക. സോ തവളക്ക് ഒരൊറ്റ ലാർവയേ ഉള്ളൂ. തവളയുടെ പ്രത്യേകത ഇതിന് ഒരൊറ്റ ലാർവയേ ഉള്ളൂ. പക്ഷെ ഇയാൾക്ക് അങ്ങനെയല്ല, ആദ്യം ഒരു ലാർവ, പിന്നെ വേറൊരു ലാർവയായിട്ട് മാറും, പിന്നെ വേറെ. സോ ഇറ്റ് ഹാസ് മെനി ലാർവൽ സ്റ്റേജ്. ക്ലിയർ അല്ലേ കുട്ടികളെ? അത് ഇയാളുടെ ഒരു പോയിന്റ് ആണ്, യു ഷുഡ് റിമെമ്പർ. അടുത്ത പോയിന്റ് ഇയാളെ പറ്റി ചോദിക്കും, ഈ ഗ്രൂപ്പിൽ പെട്ട മിക്കവാറും ആളുകൾ പാരസൈറ്റുകളാണ്. അപ്പൊ നമ്മളോട് ചോദിക്കും എന്താണ് ഇയാളുടെ പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ് എന്ന് ചോദിക്കും. ഇയാളെ പാരസൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ ഇയാളെ ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കും. വാട്ട് ആർ ദ പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ്? അപ്പൊ നമ്മൾ എന്താ ഉത്തരം പറയേണ്ടതെന്ന് അറിയോ? ഇയാളുടെ ബോഡി നിങ്ങൾ നോക്കി, അങ്ങനെ പരന്ന ബോഡിയാണ്. അവിടെ നിങ്ങൾക്ക് സക്കറുകൾ കാണാൻ പറ്റും. എന്താ? ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ വേണ്ടിയുള്ള സക്കേഴ്സ് കാണാൻ പറ്റും. ലുക്ക്, സക്കേഴ്സ് ആർ പ്രസന്റ് ഫോർ അബ്സോർബിങ് ന്യൂട്രിയൻസ്. അതേപോലെ പറ്റി പിടിച്ച് ജീവികളുടെ ശരീരത്തിലേക്ക് അള്ളി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഹുക്കുകളുണ്ട്. ഓക്കെ, സോ ദേ ഹാവ് ഹുക്സ് ആൻഡ് സക്കേഴ്സ്. അത് അവർ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? പാരസൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഹുക്സ് എന്തിനാ? ഫോർ ആങ്കറേജ്. എന്തിനാണ്? ആങ്കറേജ്, ആങ്കർ ചെയ്യാം, പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ആൻഡ് സക്കേഴ്സ് ഫോർ അബ്സോർബിങ് ന്യൂട്രിയൻസ്. ഇനി വേണമെങ്കിൽ ഒരു പോയിന്റ് കൂടെ വേണമെങ്കിൽ പഠിച്ചോ. ലുക്ക്, സം ഓഫ് ദം ക്യാൻ അബ്സോർബ് ന്യൂട്രിയൻസ് ത്രൂ ദെയർ എൻറ്റയർ ബോഡി സർഫേസ്. അവരുടെ എൻറ്റയർ ബോഡി സർഫേസിലൂടെ ന്യൂട്രിയൻസിനെ വലിച്ചെടുക്കാൻ ചില ആളുകൾക്ക് പറ്റും. സോ ദീസ് ആർ ദ പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ്. ഇതേ നമ്മളോട് ചോദിക്കുള്ളൂ. ക്ലിയർ അല്ലടാ? നൗ ഇവരുടെ എക്സ്ക്രീറ്ററി നോക്കൂ. പ്ലാറ്റിഹെൽമിന്തസ് മുതലുള്ള എല്ലാ ജീവികളുടെയും എക്സ്ക്രീറ്ററി സ്ട്രക്ചർ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. സോ വാട്ട് ഈസ് ദ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ ഓഫ് പ്ലാറ്റിഹെൽമിന്തസ്? പ്ലാറ്റിഹെൽമിന്തസിന്റെ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ എന്താണ്? യെസ്, ദേ ഹാവ് ഫ്ലെയിം സെൽസ് അല്ലേ. അവർക്ക് എന്തുണ്ട്? ഫ്ലെയിം സെൽസ് ഉണ്ട്. ഫ്ലെയിം സെല്ലിന്റെ മറ്റൊരു പേരാണ് പ്രോട്ടോനെഫ്രീഡിയ. എന്താ വിളിക്കുക? പ്രോട്ടോനെഫ്രീഡിയ അല്ലെങ്കിൽ ഫ്ലെയിം സെല്ലാണ് പ്ലാറ്റിഹെൽമിന്തസിനുള്ളത്. ദിസ് മച്ച് പോയിന്റ്. നൗ ദ ഫൈനൽ തിങ്, എക്സാമ്പിൾസിന്റെ പഠിച്ച പരിപാടിയായിരുന്നു. എക്സാമ്പിൾസ് 2 എക്സാമ്പിളേ ഉള്ളൂ. ടീനിയ അല്ലെ, ടീനിയ, അതേപോലെ തന്നെ ഫാസിയോള. ടീനിയ അല്ലെങ്കിൽ ടൈപ്പോം, ഫാസിയോള അല്ലെങ്കിൽ ലിവർ ഫ്ലൂക്ക്. രണ്ടിന്റെയും പിക്ചർ NCERT ഉണ്ട്. യു ഷുഡ് നോ ബോത്ത് തിങ്സ് കേട്ടോ. രണ്ടിന്റെയും പേരറിയണം. ആ ചിത്രം കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ക്ലിയർലി കുട്ടികളെ? ടീനിയയുടെ സ്പെല്ലിംഗ് എന്താണെന്ന് അറിയോ? ഇംഗ്ലീഷ് ഈസ് ഓൾവേസ് എ ഫാദർലെസ് ലാംഗ്വേജ് അല്ലേ. ടേനിയ എന്ന് എഴുതുക, ടയേനിയ എന്ന്. ബട്ട് നമ്മൾ വായിക്കേണ്ടത് എന്താ? ടീനിയ. അതേപോലെ ഫാസ്കിയോള എന്ന് എഴുതും, ഫാസിയോള എന്ന് വായിക്കും. ക്ലിയർ അല്ലേ കുട്ടികളെ? ബയോലൂമിനസൻസ് ഒന്നും ഇയാൾക്കില്ല. ഓക്കെ, ഇത്ര മതി. പിന്നെ നമ്മളെ ഇൻഡസ്റ്റൈൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇയാൾ ലൈറ്റ് ഇട്ട് കളിക്കല്ലേ. ഇൻഡസ്റ്റൈൻ്റെ ഉള്ളിൽ ബയോലൂമിനസൻസ് ഉള്ള ആളുകൾ ഉണ്ട് കേട്ടോ, പക്ഷെ നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇത്ര പഠിച്ചാൽ നമ്മളെ എക്സാമിന് ബയോലൂമിനസൻസ് കാണിക്കുന്ന ആളുകൾ ഉണ്ട് ഈ ഗ്രൂപ്പിൽ. ബട്ട് ജസ്റ്റ് ലീവ് ദാറ്റ് പോയിന്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ആണോ? ഈസ് ദാറ്റ് ക്ലിയർ? കമോൺ ബഡീസ്, കമോൺ. നിങ്ങളൊരു പവർ പോരടാ, ഒന്ന് പവർ തരാം. രാത്രി 10:30 മണിയാണ്. ആക്സിഡന്റ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് ക്യാൻ യു സീ ദിസ്? ഇത് നോക്ക്, ഇത് ഇവിടെ എല്ലാം മുറിയായി. ഈ മുറിയെല്ലാം വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഹാഫ് കൈ ഷർട്ടെല്ലാം ഇട്ട് മുറിയായിട്ട് വേദനയായിട്ട്. ഓക്കെ, പക്ഷെ ഞാൻ ചിരിക്കുന്നത് നോക്കണം. നല്ല വേദന, നല്ല നീറ്റലുണ്ട്. ഇനിയിപ്പോൾ നാളെ എണീക്കുമ്പോൾ അറിയാം. ഓക്കെ, കമോൺ. ഐ നീഡ് സം മോട്ടിവേഷൻ ഫ്രം യു പീപ്പിൾ. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ പ്ലാറ്റിഹെൽമിന്തസ് കഴിഞ്ഞു. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ആസ്കെൽമിന്തസ്. ഓക്കെ, ശ്രദ്ധിക്കട. ആസ്കെൽമിന്തസ് അല്ലേ, ആസ്കെൽമിന്തസിന്റെ വേറെ പേരെന്താ? റൗണ്ട് വേം അല്ലേ കുട്ടികളെ? റൗണ്ട് വേം. സോ എന്തുകൊണ്ടാണ് ആസ്കെൽമിന്തസിന് ആ പേര് കിട്ടിയത്? വാട്ട് ഇസ് ദ റീസൺ ഫോർ ദെയർ നെയിമിങ്? ബിക്കോസ് ഓഫ് ദെയർ റൗണ്ട് ബോഡി. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ദെയർ ബോഡി ഈസ് സർക്കുലാർ ഇൻ ക്രോസ് സെക്ഷൻ. എന്താ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ? എടാ, ഇപ്പൊ ഇതിനടുത്ത് നടുവിലൂടെ മുറിച്ചാലേ നോക്കൂ, ഇതിനടുത്ത് നടുവിലൂടെ മുറിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്ന ഒരു സർക്കിൾ ആയിരിക്കില്ല നിങ്ങൾ കാണുക. ഇങ്ങനെ ഒരു വട്ടല്ല, അതാണ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ പരിച്ഛേദം. നടുവിലൂടെ കട്ട് ചെയ്താൽ നമുക്ക് ഒരു റൗണ്ട് ഷേപ്പാണ് കാണാൻ പറ്റും. അതാണ് ദെയർ ബോഡി ഈസ് സർക്കുലാർ. ഇത് ചിലപ്പോൾ ചേരുമ്പടി ഇറക്കാൻ ഇങ്ങനെ തരും. ദെയർ ബോഡി ഈസ് സർക്കുലാർ ഇൻ ക്രോസ് സെക്ഷൻ. അല്ലെങ്കിൽ നമുക്ക് സിംപ്ലി എങ്ങനെ പറയാം? റൗണ്ട് ബോഡി കാരനാണ് ഇവർക്ക് ഈ പേര് കിട്ടിയത്. ക്ലിയർ അല്ലേ കുട്ടികളെ? നൗ
ഓക്കെ, ഈ നോക്കൂ, പ്ലാറ്റിഹെൽമിനസ് മുതലുള്ള എല്ലാ ജീവികളുടെയും എക്സ്ക്രീറ്ററി ഓർഗൻ മസ്റ്റ് ആണ്. ഓക്കെ, നൗ ഇവരെ പറ്റി നമ്മളോട് ചോദിക്കുക ഇവരുടെ സ്യൂഡോസീലത്തെ പറ്റിയാണ്. മോസ്റ്റ് ഓഫ് ദി ടൈം സ്യൂഡോസീലത്തെ പറ്റിയാണ് ഇവരെ പറ്റി നമ്മളോട് എപ്പോഴും ചോദിക്കുക. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അടുത്ത് നമ്മളോട് ഇവരെ പറ്റി ചോദിക്കുക ചിലപ്പോൾ ഇവരുടെ മെയിലില്ലേ കുട്ടികളെ, ആണുങ്ങൾ, ഇവരുടെ കേസിൽ ആണുങ്ങൾക്ക് വലിപ്പം കുറവും പെണ്ണുങ്ങൾക്ക് വലിപ്പം ഭയങ്കര കൂടുതലാണ്. നമ്മൾ ഓപ്പോസിറ്റാ അല്ലേ? ആ, നമ്മുടെ കേസിൽ പെണ്ണുങ്ങളുടെ നാവിന് വലിപ്പം കൂടുതലാണെന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല. ഓക്കെ, എനിവേ ബോഡിക്ക് വലിപ്പം കുറവാണല്ലേ. സോ നമ്മുടെ കേസിൽ അങ്ങനെയാണ് യൂഷ്വലി. സോ ഇൻ ദീസ് ആസ്കൽവിന്തസിന്റെ കേസിൽ ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽസ് കേട്ടോ. ഫീമെയിൽസ് മെയിലിനേക്കാൾ ലോങ്ങർ ആയിട്ട്. ഇപ്പോൾ പെൺകുട്ടികളെല്ലാം കൂടെ എനിക്കെതിരെ തിരിയേണ്ട, നാവിന് നീളം കൂടുതലാണല്ലോ പറയുന്നത്. നാവിന് നീളമുള്ളത് നല്ലതാണ്. ആക്ച്വലി മെഡിക്കലി അങ്ങനെയാണ് കേട്ടോ. ബിലീവ് മെഡിക്കൽ സയൻസ് പ്രകാരം വി ക്യാൻ സെർച്ച് എനിവർ. വോയിസ് ഔട്ട്പുട്ട്, നമ്പർ ഓഫ് വേർഡ്സ് ഔട്ട്പുട്ട് ഫീമെയിൽസിനായിരിക്കും കൂടുതൽ മോർ ദാൻ മെയിൽസ്. മെയിൽസ് ഒരു മിനിറ്റിൽ പറയുന്ന വേർഡ്സിനെക്കാളും പറയാനുള്ള കപ്പാസിറ്റി ഫീമെയിൽസിനാണ്. അതുകൊണ്ടായിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഫീമെയിൽസ് ആർ ആങ്കേഴ്സ് അല്ലേ. മെജോറിറ്റി ഷോകളിലും ആങ്കേഴ്സ് ആയിട്ട് നമ്മൾ ഫീമെയിൽസിനെ കാണുന്നത് ഒന്ന് ആളുകൾ ലുക്ക് കണ്ട് നോക്കുന്നുള്ളതുകൊണ്ടായിരിക്കാം, വി ഡോണ്ട് നോ. ബട്ട് ദ തിങ് ഈസ് മെഡിക്കൽ വശം അതാണ്. ഓക്കെ, കം ഹിയർ. സോ ഈസ് ദാറ്റ് ക്ലിയർ? Is that clear? Okay, so females are longer than males അല്ലേ. പിന്നെ നമ്മളോട് ഇവരെ വിളിച്ച് ചോദിക്കുക ഇവരുടെ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ എന്താണ്, ഇവരെ എക്സ്ക്രീഷന് സഹായിക്കുന്ന സ്ട്രക്ചർ എന്താണ്. പ്ലാറ്റിഹെൽമിനസിന്റെ കേസിൽ എന്തായിരുന്നു? ഫ്ലെയിം സെൽ അല്ലെങ്കിൽ പ്രോട്ടോനെഫ്രീഡിയ. ഇവരുടെ എക്സ്ക്രീഷന് സഹായിക്കുന്ന സ്ട്രക്ചർ എന്താണെന്ന് അറിയോ? ദേ ഹാവ് എ സ്പെഷ്യൽ ട്യൂബ് ഇൻ ദെയർ ബോഡി കോൾഡ് എക്സ്ക്രീറ്ററി ട്യൂബ്. എന്താടാ? എക്സ്ക്രീറ്ററി ട്യൂബ്. ഇങ്ങനൊരു ട്യൂബാണ്, അതാണ് എക്സ്ക്രീറ്ററി ട്യൂബ്. അതിന്റെ അറ്റത്തൊരു ഓപ്പണിംഗ് ഉണ്ട്. ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ സുഷിരല്ലേ, സുഷിരത്തിന് പോർ എന്നാണ് പറയാ. And this is called excretory pore. എന്താണ്? excretory pore. Okay, so they have excretory tube with excretory pore. ക്ലിയർ ആണല്ലോ കുട്ടികളെ? അതാണ് ഇവരുടെ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ. നൗ എക്സാമ്പിൾസ് അല്ലേ, എക്സാമ്പിൾസ് നമുക്ക് 3 എക്സാമ്പിളാണ് പഠിക്കാനുള്ളത്. ഒന്നെന്താ? ആൻസൈലോസ്റ്റോമ അല്ലെങ്കിൽ ഹുക്ക് വേം, ഉച്ചറേറിയ അല്ലെങ്കിൽ ഫൈലേറിയൽ വേം, അതുപോലെ തന്നെ നമുക്ക് അസ്കാരിസ് അല്ലെങ്കിൽ റൗണ്ട് വേം. അസ്കാരിസിന്റെ പേര് +2 പഠിക്കാനുണ്ടാവും, എന്തായാലും പഠിച്ചു വെച്ചോ. അസ്കാരിസ് അല്ലെങ്കിൽ റൗണ്ട് വേം, കോമൺ റൗണ്ട് വേം എന്ന് പറയും. ഉച്ചറേറിയയുടെ പേരും +2 പഠിക്കാനുണ്ട്, ഫൈലേറിയ അല്ലെങ്കിൽ ഫൈലേറിയൽ വേം. നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി, മന്ത് ഉണ്ടാക്കുന്ന വിലയാണ്. ആൻഡ് ദെൻ വി ഹാവ് ആൻസൈലോസ്റ്റോമ അല്ലെങ്കിൽ ഹുക്ക് വേം. ക്ലിയർ അല്ലേ? സോ 4 കാര്യങ്ങൾ. ഓക്കെ, സോ ഈസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ ആസ്കൽവിന്തസിന് ഇത്ര പഠിച്ചാൽ മതി. ആസ്കൽവിന്തസ് ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണെങ്കിൽ പെട്ടെന്ന് കമന്റ് ചെയ്തേ. നമുക്ക് അടുത്ത ഫൈലത്തിലേക്ക് പോകണം. ദാറ്റ് ഈസ് ഫൈലം അനലിഡ. ആർ യു റെഡി ടു സ്റ്റഡി ഫൈലം അനലിഡ? ഓക്കെ, റെഡി ആണോ? ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ദിസ് മച്ച് ഈസ് മോർ ദാൻ ഇനഫ്. ഓക്കെ, ഗുഡ്. നമുക്ക് അടുത്ത ഫൈലത്തിലേക്ക് പോകാം. ദാറ്റ് ഈസ് ഫൈലം അനലിഡ. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദെയർ നെയിമിങ്? ഇവർക്ക് പേരിടാനുള്ള കാരണം എന്താണ്? സോ ഇൻ ലാറ്റിൻ ലാംഗ്വേജ് നമ്മളോട് ചോദിക്കും വാട്ട് ഈസ് ദ റീസൺ ഫോർ ദെയർ നെയിമിങ് ചോദിച്ചാൽ, ഇൻ ലാറ്റിൻ ലാംഗ്വേജിൽ അനുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റിൽ റിങ്. ഇത് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ലിറ്റിൽ റിങ് എന്നാണ് അനുലസിന്റെ മീനിങ് ഇൻ ലാറ്റിൻ ലാംഗ്വേജ് അല്ലേ. സോ ലുക്ക്, ദേ ഹാവ് സെഗ്മെന്റേഷൻ, ദേ ഹാവ് ക്ലിയർ മെറ്റാമറിസം. എന്താണ്? ദേ ഹാവ് ക്ലിയർ മെറ്റാമറിസം. കൃത്യമായിട്ട് അവരുടെ ബോഡി എങ്ങനെ സെഗ്മെന്റ് ആയി വെച്ചിട്ടുണ്ട്. സോ ഡ്യൂ ടു ദിസ് ക്ലിയർ മെറ്റാമറിസം ദേ ഗോട്ട് ദ നെയിം അനലിഡ. ബിക്കോസ് ഇൻ ലാറ്റിൻ ലാംഗ്വേജ് അനുലസ് മീൻസ് ലിറ്റിൽ റിങ്, ചെറിയ റിങ് എന്നാണ് അർത്ഥം. ക്ലിയർ അല്ലേ കുട്ടികളെ? സോ റീസൺ ഫോർ ദെയർ നെയിമിങ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി നോക്കൂ, ഇനി അടുത്ത് നമ്മളോട് ചോദിക്കുക, ലുക്ക്, ഇവരുടെ കേസിൽ അക്വാട്ടിക് ആയിട്ടുള്ള ആളുകൾ, വെള്ളത്തിൽ ജീവിക്കുന്ന ആളുകൾ, അതിന്റെ എക്സാമ്പിൾ ആണ് നെറീസ്. എന്താണ്? നെജീസ് അല്ല കേട്ടോ, നെറീസ്. എന്താണ്? നെറീസിന്റെ സ്പെല്ലിംഗ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ IS എന്ന് പഠിച്ചാൽ മതി. എന്താണ്? IS കേട്ടോ, IS, നെറീസ് എന്ന് പറയും. നെറീസിന്റെ പ്രത്യേകത അക്വാട്ടിക് അനലിഡയാണ്, വെള്ളത്തിൽ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ ഇതാണ് നെറീസ് എങ്കിൽ അയാൾക്ക് നീന്താൻ വേണ്ടിയിട്ട് അയാളുടെ ബോഡിയിൽ പ്രത്യേക അവയവമുണ്ട്. നീന്താൻ സഹായിക്കുന്ന, അയാളുടെ ലോക്കോമോഷന് സഹായിക്കുന്ന അവയവമാണ്, സഞ്ചാരത്തിന്. ദിസ് ഈസ് കോൾഡ് പാരാപോഡിയ. എന്താണ്? പാരാപോഡിയ. ക്ലിയർ ആണോ? ഇനി കരയിലൊക്കെയുള്ള ആളുകളുണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ മണ്ണിരെ പോലെ കരയിലുള്ള ആളുകൾ, അവരെ മൂവ്മെന്റിന് സഹായിക്കാൻ ദേ ഹാവ് സ്പെഷ്യൽ മസിൽസ് കോൾഡ് സർക്കുലർ മസിൽസ്. എന്താടാ? സർക്കുലർ മസിൽസ്, വട്ടത്തിലുള്ള മസിൽ. അതേപോലെ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽ. എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽ, നീളത്തിലുള്ള മസിൽ. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് പാരപോഡിയ. അക്വാട്ടിക് ആയിട്ടുള്ള ആളുകളെ മൂവ്മെന്റിന് സഹായിക്കുന്നു. ദെൻ കരയിലുള്ള ആളുകളെ മോസ്റ്റ്ലി മൂവ്മെന്റിന് സഹായിക്കുന്നത് സർക്കുലർ മസിൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽ. നൗ വാട്ട് ഈസ് ദ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ? അനലിഡയുടെ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ എന്താണ്? യു ഓൾറെഡി നോ അല്ലെ? നിങ്ങൾക്ക് എന്നെക്കാളും നന്നായിട്ട് അറിയുന്നുണ്ടാവും മേ ബി. യെസ്, വെരി ഗുഡ്. നെഫ്രിഡിയ ഈസ് ദ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ. ഇയാളുടെ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ ആരാ? നെഫ്രിഡിയ ആണ്. തീർന്നു. നൗ എക്സാമ്പിൾസ്. ദിസ് ഈസ് മോർ ദാൻ ഇനഫ്. നൗ ജസ്റ്റ് സ്റ്റഡി എക്സാമ്പിൾസ്. എന്തൊക്കെയാണ് ഇവിടുത്തെ എക്സാമ്പിൾസ്? ടെൽ മീ, വാട്ട് ആർ ദ എക്സാമ്പിൾസ്?
യെസ്, ഒന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു, നെറീസ് അല്ലെ, നെറീസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമുക്ക് എന്താ, ഫെറട്ടിമ അല്ലെ, ഫെറട്ടിമ അല്ലെങ്കിൽ എർത്ത് വേം, ഹിറുഡിനേറിയ അല്ലെങ്കിൽ ബ്ലഡ് സക്കിംഗ് ലീച്ച്. NCERT ആ ലീച്ചിന്റെ പിക്ചർ അടിപൊളിയായിട്ട് നെറീസിന്റെയും ലീച്ചിന്റെയും പിക്ചർ തന്നിട്ടുണ്ട്, കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം കേട്ടോ. അതേപോലെ ആസ്കൽ മിന്തസിൽ NCERT അടിപൊളിയായിട്ട് അസ്കാരിസിന്റെ പിക്ചർ തന്നിട്ടുണ്ട്, അത് കണ്ടാലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. യു ഷുഡ് നോ. ഓക്കെ, കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. യു ഷുഡ് ബി ഏബിൾ ടു ഐഡന്റിഫൈ ദ തിങ്സ്. Is that clear? Okay, അപ്പോൾ നമ്മൾ എന്തൊക്കെ, ഹിറുഡിനേറിയ അല്ലെങ്കിൽ ബ്ലഡ് സക്കിംഗ് ലീച്ച്, ഫെറട്ടിമ അല്ലെങ്കിൽ എർത്ത് വേം, അതുപോലെ തന്നെ നെറീസ് അല്ലെ, ദാറ്റ് ഈസ് അക്വാറ്റിക് അനലിഡ. സോ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പ്ലീസ് ഇത്ര പോയിന്റ് ഇവിടെ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ പോയിന്റ് പഠിച്ചാൽ മതി. യു സ്റ്റഡി ഫോർ യുവർ എക്സാംസ്. ഓക്കെ, ഗുഡ്. ഇനി നമുക്ക് ആർത്രോപോഡയെ കുറിച്ച് പഠിക്കാം അല്ലേ. ആർത്രോപോഡ അപ്പൊ എക്സ്ക്രീറ്ററി ഓർഗൻ ആരായിരുന്നു കുട്ടികളെ? നെഫ്രിഡിയ. മറക്കരുത്, നെഫ്രിഡിയ ഈസ് ദ എക്സ്ക്രീറ്ററി ഓർഗൻ. നമുക്ക് ആർത്രോപോഡൊക്കെ നോക്കാം. ആർത്രോപോഡൊക്കെ പേര് കിട്ടാനുള്ള കാരണം എന്താണ്? ആർത്രോസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജോയിന്റ് എന്നാണ് അർത്ഥം. പോഡ എന്ന് പറഞ്ഞാൽ അപ്പൻഡേജ് എന്നാണ്. ഇത് ലാറ്റിൻ ലാംഗ്വേജിലെ അർത്ഥമാണ്. ആർത്രോസ് മീൻസ് ജോയിന്റ്, പോഡ മീൻസ് അപ്പൻഡേജ്. ദാറ്റ് ഈസ്, ഈ ജീവികളുടെ ശരീരത്തിൽ നിറയെ എന്തുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത്? ജോയിന്റഡ് അപ്പൻഡേജ്. എന്താണ്? ജോയിന്റഡ് അപ്പൻഡേജസ്. ഇവരുടെ ശരീരത്തിൽ അപ്പൻഡേജ് എന്ന് പറഞ്ഞാൽ കൈകാലുകളാണ്. ഓക്കെ, നമ്മുടെ കൈയും കാലുമാണ് നമ്മുടെ അപ്പൻഡേജ്. അതേപോലെ ഇവന്മാരുടെ കൈയൊക്കെ ഇല്ലേ, ദാറ്റ് ഈസ് ജോയിന്റഡ് അപ്പൻഡേജ്. ആ കൈകാലുകൾ നിറയെ ജോയിന്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് എന്ത് പേര് കിട്ടിയത്? ആർത്രോപോഡ എന്ന് ഈ ഫൈലത്തിന് പേര് കിട്ടിയത്. റീസൺ ഫോർ നെയിമിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ, വളരെ പ്രധാനമാണ്, മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഗുഡ്. അടുത്തത്, ആർത്രോപോഡയുടെ ബോഡി നോക്കിയാൽ ബോഡിയിൽ എന്തൊക്കെ ഭാഗങ്ങളുണ്ട് നോക്കുക. നമ്പർ 1 ഈസ് ദിസ് പാർട്ട് ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഹെഡ്. രണ്ടാമത്തെ ഭാഗം ഇതാണ്, ദിസ് ഈസ് കോൾഡ് തൊറാക്സ്. ആൻഡ് മൂന്നാമത്തെ ഭാഗം ദേണ്ട ഇതാണ്, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് അബ്ഡോമൻ. ഓക്കെ, സോ ദേ ഹാവ് എന്തൊക്കെയാ ഭാഗങ്ങൾ പറഞ്ഞു നോക്ക്. ഹെഡ് ആൻഡ് വാട്ട് ഈസ് ദിസ് പാർട്ട്? ഐ എം സോറി, മേലോട്ട് ആക്കാം, ഇങ്ങോട്ടാക്കാം. ഓക്കെ, ദിസ് ഈസ് കോൾഡ് തൊറാക്സ്. എന്താ വിളിക്കുക? തൊറാക്സ്. ആൻഡ് ദിസ് ഈസ് കോൾഡ് അബ്ഡോമൻ. അബ്ഡോമൻ അല്ലേ. ഇവിടെ ഇവർക്ക് മനോഹരമായ ചിറകുകൾ ഉണ്ടാകും. യു നോ ദാറ്റ്. ഇനി ഇവിടെ കൈ കാലുകളൊക്കെ ഉണ്ടാവും അല്ലെ, അപ്പൻഡേജുകൾ ഉണ്ടാവും. സോ ഇതാണ് ഇവരുടെ ബോഡിയുടെ പാർട്ട്. ഇനി ഇവരെ പറ്റി നമ്മളോട് ചോദിക്കും, വാട്ട് ആർ ദ റെസ്പിറേറ്ററി ഓർഗൻസ്? ഇവരുടെ കേസിൽ മാത്രമെങ്കിലും ആർത്രോപോഡ മുതലുള്ള എല്ലാ ജീവികളുടെയും റെസ്പിറേറ്ററി സ്ട്രക്ചർ യു ഹാവ് ടു സ്റ്റഡി. ആർത്രോപോഡ് മുതലുള്ള എല്ലാ ജീവികളും, ആർത്രോപോഡ് മുതൽ മതി, റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ വാട്ട് ആർ ദ റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ്? പറഞ്ഞോളൂ, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ. ഗിൽസ് ഉണ്ട്, ബുക്ക് ഗിൽസ് ഉണ്ട്, പിന്നെ ബുക്ക് ലങ്സ് ഉണ്ട്, പിന്നെ ട്രക്കിയൽ സിസ്റ്റം ഉണ്ട് അല്ലേ, ട്രക്കിയൽ സിസ്റ്റം. ക്ലിയർ അല്ലേ കുട്ടികളൊക്കെ? സോ ഗിൽസ്, ബുക്ക് ലങ്സ്, ട്രക്കിയൽ സിസ്റ്റം. സോ ദീസ് ആർ ദ റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ്. നൗ വാട്ട് ഈസ് ദ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ? ഇവരുടെ കേസിൽ എക്സ്ക്രീഷന് സഹായിക്കുന്ന സ്ട്രക്ചർ എന്താണ്? വാട്ട് ആർ ദ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ? ഇവരെ എക്സ്ക്രീഷന് സഹായിക്കുന്ന സ്ട്രക്ചർ എന്താണ്? ഏതാ കുട്ടികളെ? വെരി ഗുഡ്, മാൽപീജിയൻ ട്യൂബ്യൂൾ അല്ലേ, മാൽപീജിയൻ ട്യൂബ്യൂൾ. വെരി ഗുഡ്, മാൽപീജിയൻ ട്യൂബ്യൂൾ. ക്ലിയർ അല്ലേ? ഗുഡ്. ഇവരുടെ കേസിൽ മാത്രം എൻ്റെ കുട്ടികൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്തറിയണം എന്ന് പറയും. വൺ സെക്കൻഡ്. ഓക്കെ, ഇവരുടെ കേസിൽ മാത്രം നിങ്ങൾ മസ്റ്റായിട്ട് വാട്ട് ആർ ദെയർ സെൻസറി ഓറിയൻ. ഇപ്പൊ നമ്മളെ സെൻസേഷൻസ് അറിയാൻ കണ്ണ് സഹായിക്കുന്നുണ്ട് അല്ലെ, വിഷൻ അല്ലെ. അതുപോലെ ചെവികൾ ഫോർ ഹിയറിംഗ് ബ്യൂട്ടിഫുൾ വോയിസസ് ലൈക്ക് one of Bilal sir. Okay, അതേപോലെ തന്നെ ബ്യൂട്ടിഫുൾ സ്മെൽസ് അറിയാൻ വേണ്ടി they have മൂക്ക് അല്ലെ, നോസ്. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് they have some sensory organs. അതേപോലെ ഇവന്മാർക്ക് ചില സെൻസറി അവയവങ്ങളുണ്ട്, അത് നമ്മളോട് ചോദിക്കും. ഓക്കെ, സോ they have, look, ഇവരുടെ ബോഡിയിൽ ദേണ്ട ഇങ്ങനെ കാണാം നമുക്ക് അല്ലെ. ഇങ്ങനെ കണ്ടിട്ടില്ലേ നിങ്ങൾ ആ തലയുടെ അവിടെ? Can you see this? ഞാനിപ്പോൾ വരച്ച് കാണണ്ടോ? ദേണ്ട ഈ സാധനം, ഇങ്ങനെ രണ്ട് സാധനം കണ്ടില്ലേ? ദാറ്റ് ഈസ് കോൾഡ് ആന്റിന. എന്താ വിളിക്കുക? ആന്റിന. ഓക്കെ, ആന്റിന. അതിന്റെ പ്ലൂറലാണ് ആന്റിനെ. അതേപോലെ ഇവരുടെ കണ്ണുകളുടെ പ്രത്യേകത കോമ്പൗണ്ട് ഐസ് ആണ്. എന്താണ് കോമ്പൗണ്ട് ഐസ് എന്ന് പറഞ്ഞ പ്രത്യേക തരത്തിലുള്ള കണ്ണുകളാണ്. ആൻഡ് ഓൾസോ ദേ ഹാവ് സ്റ്റാറ്റോസിസ്റ്റ്. ഇവരുടെ ബോഡിയുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ദേ ഹാവ് സ്റ്റാറ്റോസിസ്റ്റ് അല്ലെങ്കിൽ ബാലൻസിങ് ഓർഗൻ. ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന അവയവമുണ്ട്. സോ ഇത്രയാണ് ഇവരുടെ എന്ത് കുട്ടികളെ സെൻസറി ഓർഗൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇത്ര പോയിന്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ദാറ്റ്സ് മോർ ദാൻ ഇനഫ് റിഗാർഡിംഗ് ആർത്രോപോഡ. സോ ലുക്ക്, എന്തൊക്കെയാണ് ആർത്രോപോഡക്ക് പേര് വരാനുള്ള കാരണം? ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ജോയിന്റഡ് അപ്പൻഡേജ്. ഇവരുടെ ബോഡിയുടെ പാർട്ട് ഹെഡ്, തൊറാക്സ്,
അബ്ഡോമൻ അല്ലേ. ആൻഡ് ദെൻ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇവരുടെ ബോഡിക്ക് ഒരു സ്കെലിട്ടൺ ഉണ്ട്, ഒരു അസ്ഥി ഉണ്ട്, പക്ഷെ ബോഡിക്ക് പുറത്താണ് നല്ല തോട്, ആ പുറം തോട് അല്ലേ. ആ പുറം തോടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സോസ്കെലിട്ടൺ കേട്ടോ, എക്സോസ്കെലിട്ടൺ. ആൻഡ് അത് എന്തുകൊണ്ട് ഉണ്ടാക്കിയുള്ള കുട്ടികളെ, കൈറ്റിൻ കൊണ്ടുണ്ടാക്കിയ എക്സോസ്കെലിട്ടൺ ആണ്. ദേ ഹാവ് കൈറ്റിനസ് എക്സോസ്കെലിട്ടൺ. ദാറ്റ് മീൻസ് കൈറ്റിൻ കൊണ്ടുണ്ടാക്കിയ എക്സോസ്കെലിട്ടൺ. എന്താണ് സ്കെലിട്ടൺ? എക്സോസ്കെലിട്ടൺ മേഡ് അപ്പ് ഓഫ് കൈറ്റിൻ. ക്ലിയർ അല്ലേ? അത് ഇവർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നൗ വാട്ട് ആർ ദെയർ റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ്? ഗിൽസ്, ബുക്ക് ലങ്സ് ആൻഡ് ട്രക്കിയൽ സിസ്റ്റം. വാട്ട് ആർ ദ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ? Malpighian tubule. What are the sensory organs? Antennae, compound eyes, then statocyst. Okay, now what are the examples നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. എക്സാമ്പിൾ നിങ്ങൾ സ്വയം തന്നെ പഠിച്ചിരിക്കണം. എക്സാമ്പിൾസ് നമുക്കറിയാം 3 തരത്തിലാണ് പറയുന്നത് എക്സാമ്പിൾസ്. ഒന്നെന്താ പറയുന്നത്, എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ നോക്കി തന്നെ പഠിക്കുക. എപ്പിസ് അല്ലെങ്കിൽ ഹണീബി അല്ലെ, അതേപോലെ ബോംബിക്സ് അല്ലെങ്കിൽ സിൽക്ക് വോം. ലാക്സിഫർ എന്ന് പറഞ്ഞാൽ ശരിക്കും കോലരക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഇൻസെക്റ്റ് ആണ്. ലാക്ക് ഉണ്ടാക്കുന്ന ഇൻസെക്റ്റ്, അരക്ക് എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ലോകത്ത് ഏറ്റവും കൂടുതൽ അരക്ക് കയറ്റിയാക്കുന്ന രാജ്യം ഏതാണെന്നറിയോ? അവേഴ്സ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യ ആയിരുന്നു ഞാൻ നോക്കുന്ന സമയത്ത്. ഇപ്പോൾ മാറിയിട്ടുണ്ടോ എനിക്കറിയില്ല, മാറിയിട്ടുണ്ടാവില്ല. ഓഫ് നൗ ഇന്ത്യൻ ആയിരിക്കണം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, പിന്നെ നമുക്ക് രോഗവാഹകർ, രോഗം പരത്തുന്ന ആളുകൾ, അതാണ് വെക്ടേഴ്സ്, പലതരം കൊതുകുകൾ അല്ലെ. ഈഡിസ്, അനോഫിലസ്, ക്യൂലെക്സ്, 3 മൊസ്കിറ്റോകളാണ്. ദെൻ ലിവിങ് ഫോഴ്സിൽ ഇപ്പോഴും പരിണാമം സംഭവിക്കാതെ കിടക്കുന്ന ജീവി ആര്? ലിമുലസ് അല്ലെങ്കിൽ കിങ് ക്രാബ് അല്ലെ. പിന്നെ ഗ്രിഗേറിയസ് പെസ്റ്റ് എന്ന് പറഞ്ഞാൽ കൃഷിസ്ഥലത്തേക്കൊക്കെ വന്ന് നശിപ്പിച്ചിട്ട് എരപ്പാക്കി പോകുന്ന ടീം. ഹു ആർ ദേ? ഇറ്റ്സ് ലോക്കസ്റ്റ അല്ലെങ്കിൽ ലോക്കസ്റ്റ് അല്ലെ. So these are the examples you should know. Okay, sir, yes, Ali, I will say viviparous and oviparous, but not here. ഇവിടെ അല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞതാണല്ലോ. I will say about viviparous and oviparous ഞാൻ പറയും. അതേപോലെ പോയിക്കിലോതോമസും ഹോമിയോതോമസും ഞാൻ പറയും. പക്ഷെ അത് ഇവിടെ പറയില്ല, ഇവിടെ നമുക്ക് ആവശ്യമില്ല. Ali, they are not going to ask here. ചോദിക്കൂല. ഓക്കെ, സോ ബിലീവ് മീ, just believe me. ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നേ ചോദിക്കുള്ളൂ. ഓക്കെ, നമുക്ക് എക്സാം കഴിഞ്ഞാൽ നമുക്ക് കാണേണ്ടതാണ് അല്ലേ. ഞാനിവിടെ ഉണ്ട്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ സെറ്റ് ആണോ? ഓക്കെ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വിവിപാരസ് ഇവരുടെ കേസിൽ അങ്ങനെ കാര്യമായിട്ട് ചോദിക്കാൻ ചാൻസ് ഇല്ല ഈ ഭാഗത്ത് കേട്ടോ. അതുകൊണ്ടാണ് ദ ചാൻസ് ഇസ് വെരി ലെസ്. ദർ ഇസ് എ ചാൻസ്. അങ്ങനെ നമ്മൾ പറയാ NCERT ദേ കൻ ആസ്ക് എനിത്തിങ്. എൻ്റെ അമ്മായിയച്ഛനൊന്നുമല്ല ചോദ്യ പേപ്പർ ഇടുന്നത്, എൻ്റെ അപ്പനുമല്ല അമ്മായിയച്ഛനുമല്ല ചോദ്യ പേപ്പർ ഇടുന്നത്, ഫ്രണ്ടും അല്ല. ഇതിൽ ആരെങ്കിലും ആണെങ്കിൽ ഞാൻ ചോർത്തിയേനെ. ഞാനിപ്പോൾ നിങ്ങളെ മോളെ ഡൈവോഴ്സ് ചെയ്യും, പേപ്പർ തന്നില്ല എന്ന് പറഞ്ഞ് ചോർത്തിയേനെ. ബട്ട് as of now I have such no option left with me. എൻ്റെ അടുത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ ദ ചാൻസ് ഇസ് വെരി വെരി ലെസ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കാത്തത്. വെൻ ഐ ടീച്ച് യു കോഡേറ്റ പഠിപ്പിക്കുമ്പോൾ നമ്മളതെല്ലാം പറയും. ഓക്കെ, ബിലീവ് മീ. ഓക്കെ, ഗുഡ്. അപ്പോൾ നമ്മൾ ആർത്രോപോഡ് പഠിച്ചു കഴിഞ്ഞു. അടുത്ത എന്താ? മൊളസ്ക അല്ലേ. മൊളസ്കയുടെ റീസൺ ഫോർ നെയിമിംഗ് ഒന്നും നമ്മളോട് ചോദിക്കൂല, പേടിക്കണ്ട. പകരം മൊളസ്കയുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെ ചോദിക്കും. സോ മൊളസ്കയുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെ? ദേ ഹാവ് ഹെഡ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഇങ്ങനെ ഒരു ഹമ്പ് പോലെയുള്ള ഭാഗമുണ്ട്. റോട്ടിൽ ഹമ്പ് ഉണ്ടാവില്ലേ, ഹമ്പ് പോലെയുള്ള ഭാഗം. ദിസ് ഈസ് കോൾഡ് വിസറൽ ഹമ്പ് കേട്ടോ, വിസറൽ ഹമ്പ്. പിന്നെ അടിയിൽ ഒരു ഫൂട്ട് പോലെയുള്ള ഭാഗമുണ്ട്, അതാണ് മസ്കുലാർ ഫുട്ട്. സോ ദീസ് ആർ ദെയർ പാർട്ട്. ക്ലിയർ അല്ലേ കുട്ടികളെ? സോ ദിസ് ഈസ് ദെയർ മസ്കുലാർ ഫുട്ട്. ഇതാണ് ഇവരുടെ മസ്കുലാർ ഫുട്ട്. ഓക്കെ, നൗ ദിസ് ഈസ് വിസറൽ ഹമ്പ്. ഓക്കെ, ഹമ്പ് പോലെയുള്ള ഭാഗം. ആൻഡ് ദിസ് ഈസ് ദെയർ ഹെഡ്. ഇതാണ് ഇവരുടെ ഹെഡ്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, ഹെഡ് ഞാൻ തൽക്കാലം ഇങ്ങോട്ട് മാർക്ക് ചെയ്യണം, എനിക്ക് ആവശ്യമുണ്ട് ഹെഡ്. ഓക്കെ, നൗ വെൻ യു ലുക്ക് അറ്റ് ദെയർ ഹെഡിൽ നിങ്ങൾക്ക് ഇങ്ങനെ 2 സാധനം കാണാം. ആൻഡ് ദിസ് ഈസ് കോൾഡ് സെൻസറി ടെൻറ്റക്കിൾസ്. എന്താ വിളിക്കുക കുട്ടികളെ? സെൻസറി ടെൻറ്റക്കിൾസ് കേട്ടോ, സെൻസറി ടെൻറ്റക്കിൾസ്. ക്ലിയർ അല്ലേ? നൗ ദേ ഹാവ് എ സ്മോൾ ലെയർ ഓഫ് സ്കിൻ എബവ് ദ വിസറൽ ഹമ്പിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ ലെയർ ഓഫ് സ്കിൻ ഉണ്ട്. ആൻഡ് ദിസ് ഈസ് കോൾഡ് മാൻഡിൽ. ഇതിനെന്താ വിളിക്കുക? മാൻഡിൽ. ഈ മാൻഡിൽ എന്നുള്ള പേര് നിർബന്ധമായിട്ട് പഠിക്കണം ഞാൻ പറയില്ല, പറ്റുമെങ്കിൽ പഠിച്ചോ. ദേ ഹാവ് എ സോഫ്റ്റ് ലെയർ, ദേ ഹാവ് എ ലെയർ ഓഫ് സ്കിൻ ഓവർ ദ വിസറൽ ഹമ്പ്, ദാറ്റ് ഈസ് കോൾഡ് മാൻഡിൽ. നൗ ഈ മാൻഡിലിൻ്റെയും വിസറൽ ഹമ്പിൻ്റെയും ഇടയിലുള്ള സ്പേസ് ഇല്ലേ, ദിസ് ഈസ് കോൾഡ് മാൻഡിൽ ക്യാവിറ്റി. എന്താടാ? മാൻഡിൽ ക്യാവിറ്റി എന്നാണ് നമ്മളിതിനെ വിളിക്കുക. ഈ മാൻഡിൽ ക്യാവിറ്റിയിൽ ദേ ഹാവ് ഗിൽസ്. അവർക്ക് എന്തുണ്ട് കുട്ടികളെ? ഗിൽസ് ഉണ്ട്. മാൻഡിൽ ക്യാവിറ്റിയിൽ ഗിൽസ് ഉണ്ട്. 3 തവണ ചോദിച്ചിട്ടുണ്ട്. ഇവരുടെ ഗിൽസ് എന്തിനൊക്കെ സഹായിക്കുന്നു? രണ്ടും നമ്മൾ അറിയണം. റെസ്പിറേഷന് സഹായിക്കുന്നു. ഇവരുടെ ഗിൽസ് റെസ്പിറേഷന് സഹായിക്കുന്നു, അതേപോലെ തന്നെ എക്സ്ക്രീഷനും സഹായിക്കുന്നു. ഇവരുടെ ബോഡിയിൽ നിന്ന് വേസ്റ്റുകളെ പുറന്തള്ളാനും സഹായിക്കുന്നുണ്ട്, റെസ്പിറേഷനും ഇത് സഹായിക്കുന്നു. സോ ലുക്ക് ദ പാർട്സ്: ഹെഡ്, വിസറൽ ഹമ്പ്, മസ്കുലാർ ഫുട്ട്. സേ വിത്ത് മീ. ഓക്കെ, സോ ഹെഡ്, വിസറൽ ഹമ്പ്, മസ്കുലാർ ഫുട്ട് അല്ലേ. ലുക്ക്, ദെൻ ഹെഡിൽ എന്തുണ്ട്? സെൻസറി ടെൻറ്റക്കിൾസ് ഉണ്ട്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് ഇവരുടെ മൗത്ത്
മൗത്തിൽ ഒരു ഫീഡിങ് ഓർഗാൻ ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മളോട് ചോദിക്കും. ഫീഡ് ചെയ്യാൻ ഒരു സഹായിക്കുന്ന ഒരു ഓർഗാൻ ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് റാഡുല. കേട്ടോ, ബ്രാഡുല അല്ല, ഇറ്റ് ഈസ് റാഡുല. ഓക്കെ, ദേ ഹാവ് എൻ ഓർഗാൻ കോൾഡ് റാഡുല വിച്ച് ഹെൽപ്സ് ദം ഇൻ ഫീഡിങ്. ഫുഡ് കഴിക്കാൻ സഹായിക്കുന്നു. ഫീഡിങ് ഓർഗാൻ ആണ് ആര്? റാഡുല. അത് ഇവരുടെ മൗത്തിൽ. കേട്ടോ, ഈ ഭാഗം അവരുടെ മൗത്താണ്. ദിസ് ഈസ് ദെയർ മൗത്ത്. ഹെഡിലുള്ള ആ മൗത്തിൽ ദേ ഹാവ് റാഡുല വിച്ച് ഹെൽപ്സ് ദം ഇൻ യെസ് റാസ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, റാസ്പിങ്ങിന് സഹായിക്കുന്ന ഓർഗനാണ്. അവർ സിംപ്ലി ഫീഡിങ് ഓർഗൻ. യു സിംപ്ലി റിമെമ്പർ ലൈക്ക് ഫീഡിങ് ഓർഗൻ. ഓക്കെ, റാസ്പിംഗ് എന്ന് പറഞ്ഞ ടേം ഒക്കെ യു മേ ഫോർഗെറ്റ്. ഓക്കെ, ഈസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? ഇനി ഇവരെ പറ്റി നമ്മളോട് ചോദിക്കുക. അപ്പോൾ അവിടെ എക്സ്ക്രീറ്ററി ഓർഗൻ പഠിച്ചു, റെസ്പിറേറ്ററി ഓർഗൻസ് പഠിച്ചു അല്ലേ. നൗ ലുക്ക്, സെൻസറി ടെൻഡക്കിൾസ് സെൻസേഷൻ അറിയാൻ അവരെ സഹായിക്കുന്നുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ ചില ആളുകൾക്ക് ഷെല്ലുണ്ടാകും, എല്ലാവർക്കും ഇല്ല. സം ഹാവ് ഷെൽസ്. ചില ആളുകൾക്ക് ഷെൽസ് ഉണ്ടാകും മെയ്ഡപ്പ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. കാൽഷ്യം കാർബണേറ്റ് കൊണ്ടുണ്ടാക്കിയ ഷെൽ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മളതിനെ കാൽക്കാരിയസ് എന്ന് പറയും. കാൽക്കാരിയസ് ഷെല്ല്, സെല്ലല്ല ഷെല്ല് കേട്ടാ. ബോഡിയിൽ ഷെൽ ഉണ്ടാവും. ഇറ്റ് ഈസ് മെയ്ഡപ്പ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. കാൽഷ്യം കാർബണേറ്റ് എന്നതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് കാൽക്കാരിയസ്. എന്താ യൂസ് ചെയ്യുക? കാൽക്കാരിയസ്. പറഞ്ഞു നോക്ക്, കാൽക്കാരിയസ്. REOUS. കാൽക്കാരിയസ്, അത് REOUS കേട്ടോ. കാൽക്കാരിയസ് ഷെൽ. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, നൗ yes, final thing, the code, the examples ഓട് പഠിച്ച പരിപാടി തീർന്നു. yes, our code is example doctor. കുറെ എക്സാമ്പിൾ ഉണ്ട്, അപ്പോൾ നമ്മൾ കോഡ് പഠിക്കും അല്ലേ. ഡോക്ടർ പീപ്പിൾ ആർ സോ അട്രാക്റ്റീവ് ജസ്റ്റ് ലൈക്ക് യുവർ ബിലാൽ സർ ഇസ് അല്ലേ. ഞാൻ എന്നെ പൊക്കി പറയാൻ വേറെ തെണ്ടിയുടെ ആവശ്യമില്ലാന്ന് കേട്ടില്ല. ഓക്കെ, ഡോക്ടർ പീപ്പിൾ ആർ സോ അട്രാക്റ്റീവ്. സോ ലുക്ക്, ഡി എന്ന് പറഞ്ഞാൽ ഡെന്റാലിയം, അങ്ങനെ പഠിച്ചാൽ ഡോക്ടർ പീപ്പിൾ ആർ സോ അട്രാക്റ്റീവ്. ഓക്കെ, സോ ഡി മീൻസ് ഡെന്റാലിയം അല്ലെങ്കിൽ ടസ്ക് ഷെല്ല്. ഒ മീൻസ് ഒക്ടോപ്പസ് അല്ലെങ്കിൽ ഡെവിൽ ഫിഷ്. സി മീൻസ് കീറ്റോപ്ലൂര അല്ലെങ്കിൽ കൈറ്റൺ. പി മീൻസ് പൈല ഓർ ആപ്പിൾ സ്നെയിൽ. നൗ പി അടുത്ത പി പിങ്ക് ടാഡ ഓർ പേൾ ഓയിസ്റ്റർ. അടുത്തത് ലോലിഗോ അല്ലെങ്കിൽ സ്ക്വിഡ്. അടുത്തത് സെപ്പിയ അല്ലെങ്കിൽ കട്ടിൽ ഫിഷ്. നൗ അപ്ലൈസിയ or sea hair. So you got 8 examples here. Clear അല്ലേ കുട്ടികളെ? ഓക്കെ, സെറ്റ് ആണോ? സെറ്റ് ആണോ? ഇത്ര മതി? റെഡി ആണോ? This much point. ക്ലിയർ ആണോ? Tell me. റെഡി ആണോ മക്കളെ? ഓക്കെ, I need your motivation. ക്ലിയർ ആണോ? സെറ്റ് ആണ്? ഓക്കെ, ഗുഡ്. ഇത്ര മതി. ബോർഡിൽ വാട്ട് തിങ്സ് യു ആർ സീയിങ് ഹിയർ, ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. ഓക്കെ, ഗുഡ്. അടുത്ത നമുക്ക് ആരെ പറ്റിയാ നോക്കാനുള്ളത് കുട്ടികളെ? എക്കിനോഡെർമാറ്റ അല്ലേ. എക്കിനോഡെർമാറ്റ. സോ ലുക്ക്, എക്കിനോഡെർമാറ്റയ്ക്ക് എന്തുകൊണ്ട് പേര് വന്നു? എക്കിനോഡെർമാറ്റയുടെ മീനിങ് കുട്ടികളെ സ്പൈനി ബോഡീഡ് എന്നാണ്. സ്പൈനി ബോഡീഡ് എന്നാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, സ്പൈനി ബോഡി. സ്പൈൻ എന്ന് പറഞ്ഞാൽ മുള്ള് എന്നാണ്. അതായത് ഞാൻ ഈ അടുത്ത് കോഴിക്കോട്, നിങ്ങൾ കോഴിക്കോടുകാരാണെന്നുണ്ടെങ്കിൽ രാവിലെ കോഴിക്കോട് ബീച്ചിൽ പോയാൽ അവിടെ ഈ വലയിട്ട് മീനിനെ പിടിക്കുന്നുണ്ടാവും. തീരത്ത് വലയിട്ട് മീനിനെ പിടിക്കുന്നുണ്ടാവും. കോഴിക്കോട് ബീച്ചിൻ്റെ തീരത്തുണ്ടാവും. എല്ലാ ദിവസവും ഞാൻ പോകുമ്പോൾ കാണുന്നതായിരുന്നു. ഇനിയിപ്പോൾ ഒരാഴ്ച സൈക്കിൾ ഉണ്ടാവില്ല, സൈക്കിൾ പണിക്ക് കൊടുക്കണമല്ലോ. നല്ല ഇഞ്ചുറി പറ്റിയാണ്. സൈക്കിളിൻ്റെ ടയറെല്ലാം തീരുമാനമായിട്ട് നല്ല പൈസ ഇറങ്ങും തോന്നുന്നു. അപ്പോൾ എനിവേ ഞാൻ സൈക്കിൾ കൊണ്ട് മോസ്റ്റ്ലി മോർണിംഗ് ബീച്ച് പോകാറുണ്ടായിരുന്നു. അപ്പോൾ ബീച്ചിൽ നമുക്ക് എപ്പോഴും ഈ മീൻ പിടിക്കുന്ന കൂട്ടത്തിൽ ദേ ഗെറ്റ് ദിസ് സ്റ്റാർ ഫിഷ്. അപ്പോൾ ഈ സ്റ്റാർ ഫിഷിനെ നിങ്ങൾ തൊട്ട് നോക്കിയാൽ കാണാം, നല്ല സ്പൈനി ഫീലിംഗ് ആയിരിക്കും. അതിനെ തൊട്ട മുള്ളുകളായിരിക്കും. അതിൻ്റെ കാരണം അതിൻ്റെ ബോഡിയിൽ കാൽഷ്യം കാർബണേറ്റ് കൊണ്ടുണ്ടാക്കിയ ചെറിയ കുഞ്ഞി ബോണുകളാണുള്ളത്. അതുകൊണ്ടാണ്. സോ ദേ ഹാവ് കാൽക്കാരിയസ് എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് കൊണ്ടുണ്ടാക്കിയ ഒസിക്കിൾസ്, ചെറിയ ബോണുകളുണ്ട്. അപ്പോൾ അതുള്ള ഉടനെ അവരെ തൊടുന്ന സമയത്ത് വിൽ ഗെറ്റ് എ ഫീൽ ഓഫ് സ്പൈൻ കേട്ടോ. അങ്ങനെ സ്പൈൻ ഉള്ളത് കൊണ്ടാണ് അവർക്ക് അത് പറയണം. ദേ ഹാവ് കാൽക്കാരിയസ് ഒസിക്കിൾസ് ഇൻ ദെയർ ബോഡി. ഡ്യൂ ടു പ്രസൻസ് ഓഫ് കാൽക്കാരിയസ് ഒസിക്കിൾസ് ദേ ഗോട്ട് ദ നെയിം എക്കിനോഡെർമാറ്റ ഓർ സ്പൈനി ബോഡീഡ്. ക്ലിയർ അല്ലേ കുട്ടികളെ? അപ്പോൾ നമ്മളോട് ചോദിക്കും അടുത്തത്, ഇവരുടെ സിമെട്രി ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണല്ലോ. ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യൽ ഫീച്ചർ എന്താ? വെരി ഗുഡ്, വാട്ടർ വാസ്കുലാർ സിസ്റ്റം അല്ലേ. പിന്നെ ഒരു കാര്യം ഞാൻ മറന്നു, മൊളസ്കയിൽ അതേപോലെ ആർത്രോപോഡയിലും NCERT പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. ആർത്രോപോഡയിൽ നിങ്ങൾക്ക് NCERT ലോക്കസിന്റെ പിക്ചർ തന്നിട്ടുണ്ട്, അതേപോലെ സ്കോർപ്പിയന്റെ പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ NCERT നോക്കി ആ പിക്ചർ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പഠിക്കണേ. ഓക്കെ, അതേപോലെ തന്നെ മൊളസ്കയിൽ നിങ്ങൾ തന്ന പിക്ചർ ആപ്പിൾ സ്നെയിലിന്റെ പൈലയുടെ പിക്ചർ NCERT തന്നിട്ടുണ്ട്. അപ്പോൾ NCERT തന്ന പിക്ചർ ഞാനിങ്ങനെ പറയണമെന്നില്ല, മസ്റ്റ് ആയിട്ട് NCERT തന്ന പിക്ചർ you should know. Okay, anyway, അപ്പോൾ ഇവരുടെ കേസിലേക്ക് വന്നാൽ they have calcareous ossicles in their body, so they got the name echinodermata or spiny bodied. Okay, now water vascular system അല്ലേ. in their body they have water vascular system.
അല്ലെ, വാട്ടർ ബോഡിയിലേക്ക് കയറുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അത് ഇവർ എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട് കുട്ടികളെ? ഫുഡ് ഗ്യാദറിങ്ങിന് സഹായിക്കുന്നുണ്ട്. ഫുഡ് ഗ്യാദറിംഗ് എന്ന് പറഞ്ഞാൽ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെ സഹായിക്കുന്നുണ്ട്. ദെൻ റെസ്പിറേഷൻ, ഇവർക്ക് വേണ്ട ഗ്യാസുകളൊക്കെ ഓക്സിജനൊക്കെ ആ ഉള്ളിലേക്ക് വെള്ളം വരുമ്പോൾ അതിൻ്റെ കൂടെ വരും. സോ ദാറ്റ് ഹെൽപ്സ് ഇൻ റെസ്പിറേഷന് സഹായിക്കുന്നുണ്ട്. പിന്നെയോ ലോക്കോമോഷൻ, ചെറിയ രീതിയിൽ ഇവരുടെ മൂവ്മെന്റിനും സഹായിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ കുട്ടികളെ? അതാണ് വാട്ടർ വാസ്കുലാർ സിസ്റ്റത്തിന്റെ പ്രത്യേകത. നൗ ജസ്റ്റ് tell me the examples. എക്സാമ്പിൾ പഠിക്കാൻ നിങ്ങൾ യു ജസ്റ്റ് റിമെമ്പർ ദ ടേം ആക്കോ. എന്തോർത്താൽ മതി കുട്ടികളെ? ആക്കോ. ടെൽ മീ, എന്താണ് ആക്കോ? പറഞ്ഞു നോക്ക്, ആക്കോ. സോ വാട്ട് ഈസ് ദിസ് ആക്കോ? ലുക്ക്, ഒന്നാമത്തെ എക്സാമ്പിൾ എക്കിനോഡെർമാറ്റ എന്ന പേരിൽ നിന്ന് തന്നെ കിട്ടും. എന്താണ്? എക്കിനസ് അല്ലെങ്കിൽ സീ അർച്ചിൻ. എന്താണ്? എക്കിനസ് അല്ലെങ്കിൽ സീ അർച്ചിൻ അല്ലെ, അതാണ് ഒന്നാമത്തെ എക്സാമ്പിൾ. ആ പേര് തന്നെ കിട്ടി. രണ്ടാമത്തെ എക്സാമ്പിൾ അസ്റ്റിരിയാസ് അല്ലെങ്കിൽ സ്റ്റാർ ഫിഷ്. അടുത്തത് ആൻഡിഡോൺ അല്ലെങ്കിൽ സീ ലില്ലി. അടുത്തത് ക്യുക്യുമേറിയ അല്ലെങ്കിൽ സീ ക്യുക്കുംബർ. പിന്നെ ഒഫീറ അല്ലെങ്കിൽ ബ്രിട്ടിൽ സ്റ്റാർ. ഇതിൽ ഒഫീറയുടെ പിക്ചർ എൻ സി ആർ ടി തന്നിട്ടുണ്ട്, അസ്റ്റീരിയാസിന്റെ പിക്ചറും എൻ സി ആർ ടി തന്നിട്ടുണ്ട്. അത് രണ്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആൻഡ് ഡു യു നോ സംതിങ്? ഈ ക്യുക്യുമേറിയ സീ ക്യുക്കുംബർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ്, ഭയങ്കര കോസ്റ്റ്ലിയുമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യൻ തീരത്ത് നിന്ന് നിങ്ങൾ അതിനെ പിടിച്ചാൽ നിങ്ങൾക്ക് തിന്നാൻ യോഗം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ജയിലിലായിരിക്കും. പിന്നെ ജയിലിൽ നിങ്ങൾ മെനുവിൽ ഇതില്ലാത്തത് കൊണ്ട് കിട്ടൂല കേട്ടോ. നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്, ജാമ്യം കിട്ടാത്ത വകുപ്പാണ് ഇന്ത്യയിൽ. അതർവൈസ് നമുക്ക് ടേസ്റ്റ് ചെയ്യാമായിരുന്നു. ഓക്കെ, സോ ഈസ് ദാറ്റ് ക്ലിയർ? എക്കിനോഡെർമാറ്റ എത്ര മതി? സെറ്റാണോ? ടെൽ മീ, സെറ്റാണോ? ദ ടൈം ഈസ് 11:25 അല്ലേ? 11 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ തുടങ്ങിയിട്ട് 56 മിനിറ്റും 9 സെക്കൻഡും ആയിട്ടുണ്ട്. ഓക്കെ, ഈ സമയം കൊണ്ട് വി ഹാവ് സ്റ്റഡീഡ് ദിസ് മച്ച്. ഓക്കെ, വെരി ഗുഡ്. എക്കിനോഡെർമാറ്റ സെറ്റ് ആണല്ലേ? സാർ, ജയിലിൽ ഇപ്പോൾ നല്ല ഫുഡാണ് കിട്ടുന്നത്. ജയിലിൽ അത്ര നല്ല ഫുഡ്. ഇയാൾ ജയിലിലല്ലായിരുന്നു പണ്ട്. ജയിൽ പുള്ളികളെല്ലാം നമ്മളെ ക്ലാസ്സിലുണ്ടോ? ഓക്കെ ഓക്കെ, കമോൺ. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഹെമി കോർഡേറ്റ ആണല്ലേ? ഫൈലം ഹെമി കോർഡേറ്റ. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെമികോർഡേറ്റ. ഹെമികോർഡേറ്റയ്ക്ക് എന്തുകൊണ്ടാണ് ആ പേര് കിട്ടിയത്? ഹെമികോർഡേറ്റയ്ക്ക് എന്തുകൊണ്ടാണ് ഹെമികോർഡേറ്റ എന്നുള്ള പേര് കിട്ടിയത്? ബിക്കോസ് അവരുടെ ബോഡിയിൽ ദേ ഹാവ് എ സ്ട്രക്ചർ കോൾഡ് സ്റ്റോമോകോർഡ്. എന്താണ് സ്റ്റോമോകോർഡ്? നമ്മുടെ നോട്ടോകോർഡിനെ പോലെയുള്ള ഒരു സ്ട്രക്ചർ ഇയാൾക്കുണ്ട്. സോ ഡ്യൂ ടു പ്രസൻസ് ഓഫ് സ്റ്റോമോകോർഡ് ഇൻ ദെയർ ബോഡി ദേ ഗോട്ട് ദ നെയിം ഹെമികോർഡേറ്റ. ആൻഡ് ആക്ച്വലി ഇയാൾ പണ്ട് കോർഡേറ്റയിലാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ കാരണം പണ്ട് ആളുകൾ ഈ സ്റ്റോമോകോർഡ് നമ്മളെ പോലത്തെ നോട്ടോകോർഡാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഇയാളെ കോർഡേറ്റയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേ ബി എക്സാമിന് ചോദിക്കാം, പണ്ട് കോർഡേറ്റയിൽ ഉണ്ടായിരുന്ന ഇപ്പൊ ഇല്ലാത്ത ഫൈൽ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? ദാറ്റ് ഈസ് സെമി കോർഡേറ്റ. അയാൾക്ക് പേര് വരാനുള്ള കാരണവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ കുട്ടികളെ? ഓക്കെ, വെരി ഗുഡ്. നൗ എക്കിനോഡെർമാറ്റയ്ക്ക് പ്രത്യേക എക്സ്ക്രീറ്ററി ഓർഗാൻ ഉണ്ടോ? ഇല്ല കേട്ടോ. എക്സ്ക്രീറ്ററി ഓർഗാൻ പ്രത്യേകമായിട്ട് എക്കിനോഡെർമാറ്റയ്ക്ക് ഇല്ല. ലൈക്ക് മൊളസ്കൊക്കെ ഉണ്ടായിരുന്നു അല്ലെ? ഗിൽസ് എക്സ്ക്രീഷന് സഹായിക്കുന്നുണ്ട്. ആർത്രോപോഡക്ക് മൽപീജിയൻ ട്യൂബ്യൂൾ അല്ലെ? നൗ അനലിഡക്ക് നെഫ്രീഡിയ ഉണ്ടായിരുന്നു. ദെൻ അസ്കലിമിന്തസിന് എക്സ്ക്രീറ്ററി ട്യൂബ് ആൻഡ് എക്സ്ക്രീറ്ററി പോർ. ദെൻ പ്ലാറ്റിഹെൽമിന്തസിന് ദേ ഹാഡ് സംതിങ് കോൾഡ് ഫ്ലെയിം സെൽസ് ഓർ പ്രോട്ടോനെഫ്രീഡിയ. പക്ഷേ ഇവർക്ക് എക്സ്ക്രീഷൻ നടക്കുന്നത് ഈ വാട്ടർ വാസ്കുലാർ സിസ്റ്റത്തിന്റെ സഹായത്തോടെയാണ്. സോ ദേ ലാക്ക് ആൻ എക്സ്ക്രീറ്ററി ഓർഗൻ. നോ എക്സ്ക്രീറ്ററി ഓർഗൻ. എക്സ്ക്രീറ്ററി അവയവം ഇവർക്കില്ല. നോ എക്സ്ക്രീറ്ററി ഓർഗൻ കേട്ടോ. ഇതൊക്കെ നോ എക്സ്ക്രീറ്ററി ഓർഗൻ. ക്ലിയർ അല്ലേ കുട്ടികൾ? നമുക്ക് അറിയേണ്ട കാര്യമാണ്. ഓക്കെ, നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെമികോർഡേറ്റ. അപ്പോൾ ഹെമികോർഡേറ്റ ഈ കാര്യം നിങ്ങൾ പഠിച്ചു. നൗ ഹെമികോർഡേറ്റയുടെ ബോഡിയുടെ ഭാഗം ഏതൊക്കെയാണ്? സോ ലുക്ക്, ദേ ഹാവ് എ പ്രൊബോസിസ് ആൻഡ് ദെൻ ദേ ഹാവ് എ കോളർ ആൻഡ് ദെൻ ദേ ഹാവ് ട്രങ്കൽ. അപ്പോൾ എൻ സി ആർ ടിയിൽ മനോഹരമായ പിക്ചർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കി പഠിക്കണം. സോ ദേ ഹാവ് പ്രൊബോസിസ് ഉണ്ട്, പിന്നെ കോളർ ഉണ്ട്, അതേപോലെ തന്നെ ദേ ഹാവ് ട്രങ്ക് അല്ലേ? ട്രങ്ക് ഉണ്ട്, പ്രൊബോസിസ് ഉണ്ട്, കോളർ ഉണ്ട്, ട്രങ്ക് ഉണ്ട്. ലുക്ക്, നൗ ഫോർ ദെയർ റെസ്പിറേഷൻ ദേ ഹാവ് ഗിൽസ് കേട്ടോ. റെസ്പിറേഷൻ നടക്കാൻ വേണ്ടി അവർക്ക് ഗിൽസ് ഉണ്ട്. അത് അറിയണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. പക്ഷെ വാട്ട് ഈസ് ദെയർ എക്സ്ക്രീറ്ററി ഓർഗൻ? എക്സ്ക്രീഷൻ അവരെ സഹായിക്കുന്ന അവയവം എന്താണെന്ന് നിങ്ങൾ അറിയണം. ദാറ്റ് ഈസ് പ്രൊബോസിസ് ഗ്ലാൻഡ്. ഈ പ്രൊബോസിസിന്റെ ഭാഗത്തുള്ള ഒരു ഗ്ലാൻഡ് ആണ് പ്രൊബോസിസ് ഗ്ലാൻഡ്, വിച്ച് ഹെൽപ്സ് ദം ഇൻ എക്സ്ക്രീഷൻ. ആക്ച്വലി ഇവരുടെ സ്ട്രക്ചർ നോക്ക്, ഇവര് വേം ലൈക്ക് മറൈൻ ആനിമൽസ് ആണ്. ആ ഒരു പോയിന്റ് ഓർത്തോളൂ കേട്ടോ. വേം ലൈക്ക് മറൈൻ ആനിമൽസ് ആണ്. കടലിൽ മാത്രം കാണുന്ന ചെറിയ വിരയെ പോലെയുള്ള, അത്ര വലിപ്പമല്ല, ഒരു കൈയിന്റെ വലിപ്പമൊക്കെ ഇത്രയൊക്കെ ഉണ്ടാവും, ഒരു വിരലിന്റെ വലിപ്പമൊക്കെ ഉണ്ടാവും. വേം ലൈക്ക് മറൈൻ ആനിമൽസ് ആണ് ഇവര്. അവരുടെ എക്സ്ക്രീഷന് പ്രൊബോസിസ് ഗ്ലാൻഡ് സഹായിക്കുന്നുണ്ട്. സ്റ്റോമോ കോഡ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് പേര് കിട്ടിയത്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, ആക്ച്വലി ഇവരുടെ സർക്കുലേഷൻ ഓപ്പൺ ആണ്. ഓപ്പൺ സർക്കുലേഷൻ ഉള്ള 3 ആളുകളെ ഉള്ള ആനിമൽസിനൊക്കെ ആർത്രോപോഡ, മൊളസ്ക, ഹെമികോർഡേറ്റ. നിങ്ങൾ അത്ര പഠിച്ചാൽ മതി കേട്ടോ. വേറെയും ആളുകളുണ്ട്. യു ജസ്റ്റ് സ്റ്റഡി ആർത്രോപോഡ, ആർത്രോപോഡ, മൊളസ്ക, ഹെമികോർഡേറ്റ കേട്ടോ. അതിൽ ആർത്രോപോഡയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പറ്റുമെങ്കിൽ ഇതും കൂടെ പഠിച്ചു. നൗ വാട്ട് ആർ ദ എക്സാമ്പിൾസ്? യെസ്, ടെൽ മീ. ബലാനോഗ്ലോസസ്,
ബലാനോഗ്ലോസസ് ആൻഡ് സാക്കോഗ്ലോസസ്. രണ്ട് എക്സാമ്പിളുകൾ, ഇത് പഠിക്കാൻ കോഡൊന്നും വേണ്ട. സാക്കോഗ്ലോസസ് അല്ലെ, ബലാനോഗ്ലോസസ് ആൻഡ് സാക്കോഗ്ലോസസ്, രണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക കേട്ടോ. അതിൽ NCERT തന്ന പിക്ചർ ആരുടെ ഏതാ? ബലാനോഗ്ലോസസിന്റെ പിക്ചറാണ് NCERT തന്നിട്ടുള്ളത്. ക്ലിയർ ആണോ? നൗ വി ഹാവ് റീച്ച്ഡ് അവർ കോഡേറ്റ, ഫൈലം കോഡേറ്റ. അടുത്ത അരമണിക്കൂറിന് നമ്മൾ കോഡേറ്റ കവറപ്പ് ചെയ്യും. സോ അതോടുകൂടി നമ്മൾ ചാപ്റ്റർ തീരും. ആർ യു റെഡി? കം ഓൺ, ടെൽ മീ ഗൈസ്, ആർ യു റെഡി ടു സ്റ്റഡി ഫൈലം കോഡേറ്റ? Okay, are you ready? I would like to see your comments. Set ആണല്ലേ? Okay, ഫർസു റെഡി ആണ്, അലി റെഡി ആണ്, ഓക്കെ, നെസ്ന റെഡി ആണ്, ട്രിവിയ, ഓക്കെ, ഗുഡ്. കം ഓൺ ബഡീസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ, ഫുൾ മാർക്ക് കിട്ടട്ടെ. +2 നല്ല പെർസെൻറ്റേജ്, +1 +2 കിട്ടിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കോളേജിൽ ജോയിൻ ചെയ്ത് അടിച്ചു പൊളിക്കണം അല്ലേ? ദാറ്റ്സ് അവർ ഗോൾ. ഓക്കെ, കം ഓൺ. സോ നൗ വി ഗോൺ ടോക്ക് അബൌട്ട് കോർ ഡേറ്റ അല്ലേ? മക്കളെ നോക്കടാ, ചെക്കന്മാരെ, പെൺകുട്ടികളെ, സുന്ദരന്മാരെ, സുന്ദരികളെ, മൊഞ്ചന്മാരെ, മൊഞ്ചത്തികളെ, കമോൺ ഹിയർ. കോഡേറ്റ, ഫൈലം കോഡേറ്റയെ കുറിച്ച് പഠിക്കാൻ നല്ല സുഖമാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? NCERTയിൽ ഒരു ഡയഗ്രം ഉണ്ടല്ലോ, ആ ഡയഗ്രം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? NCERT ചെയ്യേണ്ട ഇങ്ങനെ ഒരു ഡയഗ്രം ഉണ്ടല്ലേ? ആ ഡയഗ്രം അങ്ങ് പഠിക്കുക. ആ ഡയഗ്രത്തിൽ അവർ മുകളിലായിട്ടൊരു സാധനം തന്നിട്ടുണ്ട്, ഇങ്ങനൊരു സാധനം. അതിൻ്റെ താഴെ ഇതൊക്കെയാണ് കോഡേറ്റയുടെ ഫീച്ചർ. എന്താ വെച്ചാൽ ആ ഡയഗ്രം, NCERT ഡയഗ്രം മാർക്ക് ചെയ്യാനാണ് ചോദിക്കുക. മോസ്റ്റ്ലി വരക്കാനൊന്നും ചോദിക്കൂല കേട്ടോ. NCERT ഡയഗ്രം മാർക്ക് ചെയ്യാനാണ് നിങ്ങളോട് യൂഷ്വലി അവർ ചോദിക്കുക. ഓക്കെ, അവിടെ തന്നെ നിങ്ങൾക്ക് കോഡേറ്റയിലെ 3 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ നിന്ന് ആൻസർ ചെയ്യാം. ഞാൻ പറഞ്ഞുതരാം അതിനെന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, സോ സോറി. Okay, so look, they have given something like this. So look, അപ്പോൾ എന്തൊക്കെയാണ് കോഡേറ്റയുടെ ഫീച്ചർ നോക്കാം. ലുക്ക്, ഒന്നാമത്തെ ഫീച്ചർ എന്താ കുട്ടികളെ? ദിസ് തിങ് ആൻഡ് ദിസ് ഈസ് കോൾഡ്, ദിസ് തിങ് ആൻഡ് ദിസ് ഈസ് കോൾഡ് നോട്ടോകോർഡ്. എന്താടാ? നോട്ടോകോർഡ് അല്ലേ? കോഡേറ്റ ഹാവ് നോട്ടോകോർഡ്. നോട്ടോകോർഡിന്റെ ജസ്റ്റ് മുകളിലായിട്ട് ദേ ഹാവ് സംതിങ് കോൾഡ് ഡോർസൽ ഹോളോ നെർവ് കോഡ് അല്ലേ? ഡോർസൽ ഹോളോ നെർവ് കോഡ് ഉണ്ട്. സോ ദേ ഹാവ് നോട്ടോകോഡ്, ഡോർസൽ ഹോളോ നെർവ് കോഡ് ഉണ്ട് അല്ലേ? നെർവ് കോഡ് ഉണ്ട്, ഡോർസൽ ഹോളോ നെർവ് കോഡ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇതാണ് ഇവരുടെ ഫാരിങ്സ് എന്ന് പറയുന്ന ഭാഗം. അവിടെ ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ് ഉണ്ട് അല്ലേ? ഫാരിങ്സിൽ ഗില്ലിന്റെ സ്ലിറ്റുകൾ, ഓപ്പണിംഗ് ഉണ്ട്, അതാണ് ഗിൽ സ്ലിറ്റ്സ്, ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ്. അത് പെയേർഡ് ആയിരിക്കും കേട്ടോ, രണ്ട് സൈഡിലും ഉണ്ടാവും പെയേർഡ് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ്. ഇനി കോർഡേറ്റയുടെ എയ്നസ് ഉണ്ടല്ലോ, എയ്നസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ബാക്കിലുള്ള ഓപ്പണിംഗ് ഇല്ലേ, അതിന്റെ പേരാണ് എയ്നസ്. ആ എയ്നസിന് ശേഷമുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, ദിസ് മച്ച് പാർട്ട് അല്ലേ? ഇത്രയും ഭാഗം എയ്നസിന് ശേഷം ഇല്ലേ? ക്ലിയർ ആണ് കുട്ടികളെ? എയ്നസിന് ശേഷം കണ്ടോ ഇത്രയും ഭാഗം ഇല്ലേ? ആൻഡ് ദിസ് ഈസ് കോൾഡ് പോസ്റ്റ് ആനൽ പാർട്ട് കേട്ടോ. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ശേഷം, ഏനൽ എയ്നസിന് ശേഷമുള്ള പാർട്ട് അല്ലെങ്കിൽ പോസ്റ്റ് ആനൽ ടെയിൽ എന്ന് വിളിക്കും. സോ ഇതാണ് കോർഡേറ്റയുടെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇത് പഠിച്ചാൽ മതി. ഇതിൽ നിങ്ങൾക്ക് എന്തായാലും ഒന്ന് ഈ സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചാൽ കിട്ടും. 2 കോർഡേറ്റയുടെ ഫീച്ചറുകൾ എന്തൊക്കെ വെച്ചാൽ ഇതങ്ങോട്ട് പഠിച്ചാൽ മതി. ഈ 4 ഫീച്ചറുകൾ പറഞ്ഞു കഴിഞ്ഞാൽ കോർഡേറ്റയുടെ ഫീച്ചർ കിട്ടി. അടുത്ത നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ കോർഡേറ്റ ആൻഡ് നോൺ കോർഡേറ്റ? കോർഡേറ്റ്സും നോൺ കോർഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താടാ? കോർഡേറ്റ അല്ലാത്ത എല്ലാവരെയും കൂടിയാണ് നമ്മൾ എന്ത് വിളിക്കുക? നോൺ കോർഡേറ്റ്സ്. ഇനി കോർഡേറ്റയെ നമുക്ക് എന്ത് വിളിക്കുക? കോർഡേറ്റ്, സിംപ്ലി കോർഡേറ്റ് അല്ലെങ്കിൽ കോർഡേറ്റ്സ് എന്ന് വിളിക്കും. അവർ നമ്മുടെ ഡിഫറൻസ് ചോദിച്ചാൽ ഒന്നാമത്തെ നോക്ക്, നമുക്ക് നോട്ടോകോർഡ് ഉണ്ട്, അവർക്ക് നോട്ടോകോർഡ് ഇല്ല. ക്ലിയർ അല്ലേ? അടുത്തത്, നമ്മുടെ നെർവ് കോഡിനെ പറ്റി നമ്മൾ എന്താ പഠിച്ചത് നോക്കടാ. നമ്മുടെ നെർവ് കോഡിനെ പറ്റി നമ്മൾ എന്താ പഠിച്ചത്? ഡോർസൽ ഹോളോ നെർവ് കോഡ് അല്ലേ? ഹോളോ എന്ന് പറഞ്ഞാൽ ഉള്ളു പൊള്ളയായത് എന്നാണ്. നമ്മുടെ നെർവ് കോഡ് ഡോർസൽ അല്ലേ? അവരുടെ നമ്മുടെ ഓപ്പോസിറ്റ് ആണ് വെൻട്രൽ നെർവ് കോഡ്. അവരുടെ നെർവ് കോഡ് എവിടെയാ? വെൻട്രൽ അല്ലെ? സോറി, നമ്മുടേത് ഡോർസൽ നെർവ് കോഡ്. നമ്മുടേത് ഡോർസൽ നെർവ് കോഡ്. അപ്പൊ നോൺ കോർഡേറ്റ്സിൻ്റെതോ വെൻട്രൽ ആണ് അവരുടെ നെർവ് കോഡ്. ക്ലിയർ അല്ലേ? നോക്കൂ, നമ്മുടേത് ഹോളോ ആണ്, പൊള്ളയാണ്. സോ ദാറ്റ് ഈസ് ഹോളോ നെർവ് കോഡ്. അവരുടേതോ ഹോളോ അല്ലാത്തതാണ്, ഉള്ളു പൊള്ളയല്ലാത്തതാ. പൊള്ളയല്ലാതെ പറഞ്ഞാൽ മനസ്സിലായോ? ഉള്ളില് ഇത് ഉള്ളു പൊള്ളയാണ്, ഇങ്ങനെ ഒരു കുഴലുണ്ടാക്കിയ ഉള്ളു പൊള്ളയാണ്. അതേസമയത്ത് ഇതിന്റെ ഉള്ളു പൊള്ളയാണോ? അല്ല, ഇത് സോളിഡ് ആണ്. ക്യാൻ യു സീ ദിസ്?
ഇത് സോളിഡ് ആണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മുടേത് ഹോളോ നെർവ് കോഡാണ്, അവരുടെ സോളിഡ് നെർവ് കോഡാണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എത്ര നെർവ് കോഡ് ഉണ്ട്, എത്ര ഹോളോ നെർവ് കോഡ് കാണുന്നുണ്ട്? ഒരൊറ്റ ഒന്നല്ലേ ഉള്ളൂ. സോ വി ഹാവ് സിംഗിൾ നെർവ് കോഡ്, അവരുടേതോ ഡബിൾ ആണ്, അവർക്ക് 2 നെർവ് കോഡ് ഉണ്ട്. കിട്ടിയോ? ഇനി അടുത്ത പോയിന്റ് നോക്ക്, നമുക്ക് പെയേർഡ് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ് ഉണ്ട്. സോ കോർഡേറ്റ്സ് ഹാവ് പെയേർഡ് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ് which are absent in non-chordates. അത് non-chordatesൽ ആബ്സെന്റ് ആണ്. അടുത്തത് we have a postanal part or postanal tail which is absent in them. എത്ര ഡിഫറൻസ് കിട്ടിയടാ? ഒന്ന് ഇപ്പൊ ഇവിടെ തന്നെ എഴുതിയത് 1 2 3 4. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു പോസ്റ്റാനൽ ടൈൽ നമുക്കുണ്ട്, അവർക്കില്ല. നമുക്ക് പെയേർഡ് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ് ഉണ്ട്, അവർക്കില്ല. മൊത്തം 6 ഡിഫറൻസ് നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ ഡിഫറൻസസ് ബിറ്റ്വീൻ തമ്മിൽ ചോദിച്ചു 3 മാർക്കിന് ചോദിക്കാറുണ്ട്. അതിന്റെ ഉത്തരം കിട്ടി. ഇത് ഈ ഡയഗ്രം മാർക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്, അതിന്റെ ഉത്തരം കിട്ടി. കോർഡേറ്റയുടെ ഫീച്ചറുകൾ പറയാൻ പറഞ്ഞാൽ അതിന്റെ ഉത്തരം കിട്ടി അല്ലെ? ഹാർട്ട് ബാക്കിയൊന്നും നിങ്ങൾ പഠിക്കണമെന്നില്ല. ദേ ഹാവ് മെനി പോയിന്റ്സ്, ദർ ആർ മെനി പോയിന്റ്സ്. അതൊന്നും പഠിക്കണമെന്നില്ല. ഇഫ് യു സ്റ്റഡി ദിസ് മച്ച് ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. ഇനി നിങ്ങൾക്ക് ആലോചിച്ചൂടെ? വേണമെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ, നമ്മുടെ ഹാർട്ട് എവിടെയാ ഉള്ളത്? നമ്മുടെ ഡോക്ടർമാർ ഇപ്പോൾ ഞങ്ങൾ സ്റ്റെത്ത് എവിടെ വെച്ചിട്ടാണ് പരിശോധിക്കുക? ഹാർട്ടിന്റെ സൗണ്ട് കിട്ടാൻ വെൻട്രൽ സൈഡിലാണ്, ഫ്രണ്ട് ഭാഗത്ത് അല്ലെ. പക്ഷെ ബാക്കിൽ ഞങ്ങൾ വെക്കുന്നത് ലങ്ങിന്റെ, നമ്മളെ മറ്റേ ശ്വാസകോശത്തിന്റെ സൗണ്ട് കിട്ടാനാണ്. ഹാർട്ടിന്റെ സൗണ്ട് വി ഓൾവേസ് പിക്ക് ഫ്രം ഫ്രണ്ട്, വെൻട്രൽ ഭാഗത്ത് നിന്ന്, ബിക്കോസ് അവർ ഹാർട്ട് ഈസ് വെൻട്രലി ലൊക്കേറ്റഡ്. നിങ്ങൾ അതിന് മനസ്സിലാക്കിയത്. അപ്പൊ അവരുടെ ഹാർട്ട് ഡോർസലി, ബാക്ക് ഭാഗത്തായിരിക്കും. ക്ലിയർ ആണ്? ഓക്കെ, റെഡിയാണോ കുട്ടികളെ? അപ്പോൾ 3 ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടുന്ന് പഠിച്ചു കഴിഞ്ഞു. അടുത്ത് നമ്മളോട് ചോദിക്കുന്നത് കോർഡേറ്റയുടെ ക്ലാസിഫിക്കേഷൻ ആണ്. കോർഡേറ്റ ക്ലാസിഫിക്കേഷൻ അല്ലെ? സോ കോർഡേറ്റയെ നമ്മൾ 3 സബ് ഫൈലങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫൈലം കോർഡേറ്റയെ 3 സബ് ഫൈലം ഏതൊക്കെയാ കുട്ടികളെ? യൂറോ കോർഡേറ്റ, അടുത്ത എന്താ കുട്ടികളെ പറയൂ? സെഫലോ കോർഡേറ്റ, യൂറോ കോർഡേറ്റ, സെഫലോ കോർഡേറ്റ, അവസാനത്തെ എന്താ? വെർട്ടിബ്രേറ്റ അല്ലെ? യൂറോ കോർഡേറ്റ, സെഫലോ കോർഡേറ്റ, വെർട്ടിബ്രേറ്റ. യൂറോ കോർഡേറ്റയിൽ നോട്ടോ കോഡ് ഓൺലി ഇൻ ലാർവൽ ടെയിൽ, ലാർവയുടെ ടെയിലിൽ മാത്രമേ നോട്ടോ കോഡ് കാണുള്ളൂ. ശരിയല്ലടാ? നൗ ഇൻ സെഫലോ കോർഡേറ്റ നോട്ടോ കോഡ് പ്രസന്റ് ത്രൂ ഔട്ട് ലൈഫ് അല്ലെ? ജീവിതകാലം മുഴുവൻ ഉണ്ടാകും അല്ലെ? അടുത്തത് വെർട്ടിബ്രേറ്റയിലോ നോട്ടോ കോഡ് ഈസ് പ്രസന്റ് ഇൻ എംബ്രിയോ, ഭ്രൂണ അവസ്ഥയിൽ അല്ലെ? എംബ്രിയോ ആയിരിക്കുമ്പോൾ ഗർഭസ്ഥ അവസ്ഥയിൽ നോട്ടോ കോഡ് ഉണ്ടാകും. ബട്ട് റീപ്ലേസ്ഡ് ബൈ വെർട്ടിബ്രൽ കോളം ഇൻ അഡൽട്ട് അല്ലെ? അഡൽട്ടിൽ വെർട്ടിബ്രൽ കോളം അതിനെ റീപ്ലേസ് ചെയ്യും. റീപ്ലേസ്ഡ് ബൈ വെർട്ടിബ്രൽ കോളം ഇൻ അഡൽട്ട് അല്ലെ? നൗ യൂറോ കോഡേറ്റഡ് എക്സാമ്പിൾ ആരൊക്കെ? അസിഡിയ സാൽപ ഡോളിയോളം അല്ലെ? അസിഡിയ സാൽപ ഡോളിയോളം. സെഫലോ കോഡേറ്റഡ് എക്സാമ്പിൾസോ? ആംഫിയോക്സസ്, ബ്രാങ്കിയോസ്റ്റോമ അല്ലെങ്കിൽ ലാൻസ്ലെറ്റ് അല്ലെ? ബ്രാങ്കിയോസ്റ്റോമ, ആംഫിയോക്സസ്, ലാൻസ്ലെറ്റ്. അസിഡിയയുടെ പിക്ചർ NCERT തന്നിട്ടുണ്ട്, കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും കേട്ടോ. അപ്പൊ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, വെർട്ടിബ്രേറ്റെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാനുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, ഇത് മസ്റ്റ് ആയിട്ട് അറിയണം കേട്ടോ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ യൂറോ കോർഡേറ്റയും സെഫലോ കോർഡേറ്റയും കൂടി ഒന്നിച്ച് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. ദേ ആർ ടുഗദർ കോൾഡ് പ്രോട്ടോ കോർഡേറ്റ്സ്. രണ്ടാളെയും കൂടി ഒന്നിച്ച് എന്താ വിളിക്കുക? പ്രോട്ടോ കോർഡേറ്റ്സ് എന്നാണ് വിളിക്കുക. രണ്ടുപേരെയും ടുഗദർ ദേ ആർ കോൾഡ് പ്രോട്ടോ കോർഡേറ്റ്സ്. റെഡി ആണോ? ഓക്കെ, സോ ഈസ് ദാറ്റ് ക്ലിയർ? ടെൽ മീ, റെഡി ആണോ? പറയടാ, റെഡി ആണോ? ഓക്കെ, സോ അടുത്ത നമുക്ക് വെർട്ടിബ്രേറ്റയുടെ അല്ലെ? സബ് ഫൈലം വെർട്ടിബ്രേറ്റയുടെ ഡിവിഷനിലേക്ക് പോകാം. സബ് ഫൈലം അല്ലെ? സബ് ഫൈലമാണ് വെർട്ടിബ്രേറ്റ. സബ് ഫൈലം വെർട്ടിബ്രേറ്റിനെ നമ്മൾ എന്താക്കി? 2 ഡിവിഷൻ ആക്കി അല്ലെ? ഒന്നാമത്തെ ഡിവിഷൻ ആണ് എന്ത്? അഗ്നാത്ത അല്ലെ? ഗ്നാത്ത എന്ന് പറഞ്ഞാൽ ജോ. അപ്പൊ ജോ ഇല്ലാത്ത ആളുകൾ, ജോ ഇല്ലാത്ത ആളുകള്. രണ്ടാമത്തതാണ് നാത്തോസ്റ്റൊമാറ്റ അല്ലെ? നാത്രോ അല്ലടാ, നാത്തോസ്റ്റൊമാറ്റ. ദാറ്റ് മീൻസ് ജോ ഉള്ള ആളുകൾ അല്ലെ? താടിയല് ഉള്ള ആളുകൾ. ജോ പ്ലസ് ആണ്, മറ്റേടത്ത് ജോ മൈനസ് ആണ്, ജോ ലെസ് അല്ലെ? അങ്ങനെയാണ് നമ്മൾ 2 ഗ്രൂപ്പ് ആക്കിയത്, 2 ഡിവിഷനുകളാക്കിയത്. നോ അഗ്നാത്ത എന്ന് പറഞ്ഞ ഡിവിഷനകത്ത് ഒരൊറ്റ ക്ലാസ് അല്ലേ ഉള്ളൂ. ഏതാ ക്ലാസ്? ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. ഇനി നാത്തോസ്റ്റൊമാറ്റക്കകത്ത് നമുക്ക് 2 സൂപ്പർ ക്ലാസ് ഉണ്ട് അല്ലെ? സൂപ്പർ ക്ലാസ്. ഒന്നാമത്തെ സൂപ്പർ ക്ലാസ് എന്താ? പിസ്കസ് എന്നാണ് എഴുതുക അല്ലെ? പിസസ്. രണ്ടാമത്തെ എന്താ? ടെട്രാപോഡ അല്ലേ കുട്ടികളെ? പിസസിനകത്താണ് നമ്മൾ ആരൊക്കെ ഉള്ളത് കുട്ടികളെ? കോൺട്രിത്തൈസ് അല്ലെങ്കിൽ കാർട്ടിലേജിനസ് ഫിഷസ്, അതേപോലെ തന്നെ ഒസ്റ്റീതൈസ് അല്ലെങ്കിൽ ബോണി ഫിഷസ് അല്ലെ? കോൺട്രിത്തൈസ് ഒരു കാർട്ടിലേജിനസ് ഫിഷസ്, ഒസ്റ്റീതൈസ് അല്ലെങ്കിൽ ബോണി ഫിഷസ്. ടെട്രാപോഡയിൽ ആരൊക്കെയാണ് വരുന്നത് പറയൂ? യെസ്, ആംഫീബിയ, 2 റെപ്റ്റീലിയ, 3 എയ്വ്സ് അല്ലെങ്കിൽ ബേർഡ്സ്, 4 മാമൽസ് അല്ലെ? മാമൽസ്. ഇത്രയേ ഉള്ളൂ. സോ വി ഹാവ് കോൺട്രിത്തൈസ് ആൻഡ് ഒസ്റ്റീതൈസ് ഇൻ പിസസ് അല്ലെ? കോൺട്രിത്തൈസ് എന്ന് പറഞ്ഞാൽ കോൺട്രീച്ച് തൈസ് എന്നാണ് എഴുതുക അല്ലെ? വാട്ട് ഈസ് കോൺട്രിത്തൈസ്?
cartilaginous fishes അല്ലെ. What is osteocytes bony fishes? You know? Settle. Please do answer. Okay, very good. Okay, now tetrapoda, amphibia, reptilia, aves and mammals. Good. ഇനി നമ്മൾ ഓരോന്നിൻ്റെയും മോസ്റ്റ് സ്പെസിഫിക് ഫീച്ചർ പഠിച്ചാൽ മതി. യെസ്, പിന്നെ എക്സാമ്പിൾസ്. ഓരോ ക്ലാസ്സിൻ്റെയും മോസ്റ്റ് സ്പെസിഫിക് ഫീച്ചർ വിത്ത് എക്സാമ്പിൾ. അതിന് മുമ്പ് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചുതരാം. വാട്ട് ഈസ് ഒവിപാരസ്? ഡെഫിനിഷൻ ഒന്നും ചോദിക്കൂല. മുട്ടയിടുന്ന ജീവികളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഒവിപാരസ്. ഡെഫിനിഷൻ ചോദിക്കൂല, പേടിക്കണ്ട. പിന്നെ വേറെ ടീമാണ് വിവി പാരസ്. പ്രസവിക്കുന്ന ആളുകളെ നമുക്ക് എന്ത് വിളിക്കാം? വിവി പാരസ് എന്ന് വിളിക്കാം. സോ ഒവി പാരസ് എന്താ, വിവി പാരസ് എന്താന്ന് മനസ്സിലാക്കുക. അടുത്ത് നമ്മൾ അറിയേണ്ട പേരാണ് പോയിക്കിലോതേമസ് ആൻഡ് ഹോമയോതേമസ്. കേട്ടോ, പോയിക്കിലോതേമസ് ആൻഡ് ഹോമയോതേമസ്, അല്ലെങ്കിൽ ഹോമയോതേംസ് എന്ന് പറയും. രണ്ടും ഒന്ന് തന്നെ, ഹോമയോതേംസ് അതേപോലെ പോയിക്കിലോതേംസ്. ഇവിടെ പോയിക്കിലോതേംസ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ആണ്. കോൾഡ് ബ്ലഡഡ് എന്ന് പറയും. എന്താന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ പഠിക്കണേ. ആൻഡ് ഹോമയോതേമസ് എന്ന് പറഞ്ഞാൽ വാം ബ്ലഡഡ് ആനിമൽസ് എന്നാണ് വിളിക്കുക. വാം ബ്ലഡഡ്. അങ്ങനെ പറഞ്ഞാൽ നമ്മളൊക്കെ വാം ബ്ലഡഡ് ആനിമൽസ് ആണെങ്കിൽ ഹോമയോതേംസ് ആണ്. ദാറ്റ് മീൻസ് വി ക്യാൻ മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ്, സ്ഥിരമായിട്ടുള്ള ഒരു ഇന്റേണൽ ടെമ്പറേച്ചർ. നമ്മുടെ ബോഡിക്കകത്ത് നമുക്ക് സ്ഥിരമായിട്ട് ഒരു ഇന്റേണൽ ടെമ്പറേച്ചറിനെ, ഒരു താപനിലയെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും നമ്മുടെ ബോഡിക്കകത്ത്. ഇപ്പോൾ നമ്മുടെ ബോഡി എപ്പോൾ എടുത്താലും നിങ്ങളൊരു 36.9 to 37.5, 36.9 ഡിഗ്രി മുതൽ 37.5 ഡിഗ്രി, അതിൻ്റെ ഇടയിലായിരിക്കും നമ്മുടെ ബോഡിയിൽ എപ്പോൾ നോക്കിയാലും ടെമ്പറേച്ചർ. വെദർ യു ഗോ ടു അന്റാർട്ടിക്ക ഓർ ആഫ്രിക്ക, ഓക്കെ, ഇൻ സഹാറ ഡെസേർട്ടിലായിക്കോട്ടെ, ഇൻ അന്റാർട്ടിക്ക, എവിടെ ആയിക്കോട്ടെ, ഇഫ് യു ആർ അലൈവ്, നിങ്ങൾ ജീവനോടെ മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ യുവർ ബോഡി ടെമ്പറേച്ചർ വിൽ ബി ആ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ്സ് ഇറ്റ്. അതാണ് ഹോമയോതേമസ്. അതിന്റെ ഓപ്പോസിറ്റ് പോയിക്കിലോതേമസ് എന്ന് പറഞ്ഞാലോ, ദേ കാൺട് മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ. ക്ലിയർ ആണല്ലോ? അതാണ് പോയിക്കിലോതേമസ്. ഓക്കെ, നിങ്ങൾ അറിഞ്ഞിരിക്കണം. നൗ ഈ ഒരു കാര്യം കൂടി അറിഞ്ഞോളൂ. നമ്മൾ ആനിമൽ കിങ്ഡത്തിൽ വിവി പാരസൈറ്റ്, ഓക്കെ, ആനിമൽ കിങ്ഡത്തിൽ മോസ്റ്റ് ഓഫ് ദ ആളുകൾ, ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ റെപ്റ്റൈൽസ് ആർ ഓവി പാരസ്. റെപ്റ്റൈൽസ് മിക്കവാറും ആളുകൾ ഓവി പാരസ് ആണ്. നൗ ലൈക്ക് നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം, ദാറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ, പക്ഷെ പോയിക്കിലോതേമസും ഹോമയോതേമസും ഇപ്പം തന്നെ പഠിച്ചോ. ബേർഡ്സും മാമൽസും അല്ലാത്ത എല്ലാവരും പോയിക്കിലോതേമസ് ആണ്. എന്താ? ബേർഡും മാമലും അല്ലാത്ത എല്ലാവരും എന്താണ്? പോയിക്കിലോതേമസ് ആണ്. പഠിച്ചില്ലേ? ബേർഡും മാമലും മാത്രമേ ഉള്ളൂ ഹോമയോതേമസ്. ബാക്കി എല്ലാ ആളുകളും, അതായത് എവ്സും മാമൽസും ഒഴികെ ബാക്കി എല്ലാവരും എന്താണ്? പോയിക്കിലോതേമസ് ആണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഓരോ ക്ലാസ് ഡിസ്കസ് ചെയ്തു പോകാം. സോ ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. സോ സൈക്ലോസ്റ്റൊമാറ്റയുടെ പ്രത്യേകത, ഈ ഗ്രൂപ്പിലെ എല്ലാവരും തന്നെ ഓൾ ഓഫ് ദം ആർ പാരസൈറ്റ്. ഈ ഗ്രൂപ്പിലെ എല്ലാവരും പാരസൈറ്റ് ആണ്. ഫിഷസ്, കടലിലെ വലിയ ജീവികളുടെ പുറത്ത് ഫിഷസ് ആണ്, പാരസൈറ്റുകളാണ്. കടലിലെ വലിയ ഫിഷസിന്റെ പുറത്ത് ദേ ആർ പാരസൈറ്റ്സ് അല്ലെ. എക്ടോ പാരസൈറ്റുകളാണ്. എന്താ എക്ടോ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ? ശരീരത്തിന്റെ പുറമെ, ഇപ്പൊ നമ്മുടെ തലയിൽ പേനൊക്കെ ഇരിക്കുന്നത്, അതാണ് എക്ടോ പാരസൈറ്റ്. പ്ലാറ്റി ഹെൽമിന്തസിന്റെ പ്രത്യേകത എൻഡോ പാരസൈറ്റ്, ശരീരത്തിന്റെ ഉള്ളിൽ ജീവിക്കുന്ന ആളുകൾ. അതേ സമയത്ത് ദീസ് ആർ എക്ടോ പാരസൈറ്റ്സ്. ഓക്കെ, പുറമെ ജീവിക്കുന്ന ആളുകളാണ്. നൗ ദേ ലാക്ക് എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥം. LACK എന്ന് പറഞ്ഞാൽ ഇല്ല, LAKH എന്ന് പറഞ്ഞാൽ ലക്ഷ്യം എന്നാണ് അർത്ഥം. കേട്ടോ, ദേ ലാക്ക്, അവർക്ക് ഇല്ല. പെയേർഡ് ഫിൻസ്, അതായത് പെയറോട് കൂടി രണ്ട് സൈഡിലും ചിറക്, അങ്ങനെ ഒരു പരിപാടി ഇവർക്കില്ല. ദേ ലാക്ക് പെയേർഡ് ഫിൻസ്. പെയേർഡ് എന്ന് പറഞ്ഞാൽ പെയർ ആയിട്ടിരിക്കുന്ന ഫിൻസ്, ചിറകുകൾ ഇവർക്ക് ഇല്ല. ക്ലിയർ അല്ലേ കുട്ടികളെ? വീണ്ടും നല്ല വേദന ഉണ്ടോ കൈയെല്ലാം? ഓക്കെ, എനിവേ കം ഹിയർ. നൗ അടുത്തത്, ലുക്ക്, ദേ ആർ മറൈൻ. കടലിലാണ്, പക്ഷേ ദേ ആർ മറൈൻ ബട്ട് മൈഗ്രേറ്റ് ടു ഫ്രഷ് വാട്ടർ ഫോർ സ്പോണിങ് അല്ലെ. മുട്ടയിടാൻ വേണ്ടിയിട്ട് ഫ്രഷ് വാട്ടറിലേക്ക് വരും. അങ്ങനെ മുട്ടയിട്ട് കഴിഞ്ഞാൽ ഇവർ ചത്തുപോകും. അതിനുശേഷം ഇവരുടെ മുട്ട വിരിഞ്ഞുണ്ടാവുക ലാർവയാണ്. ആ ലാർവകൾക്ക് മെറ്റമോർഫോസിസ് നടക്കും. എന്താ മെറ്റമോർഫോസിസ് എന്ന് പറഞ്ഞാൽ? ലാർവ അഡൽട്ട് ആകുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് മെറ്റമോർഫോസിസ്. അപ്പൊ ഇവിടെ ലാർവകൾ മെറ്റമോർഫോസിസ് നടന്ന് തിരിച്ചെങ്ങോട്ടേക്ക് പോകും? കുട്ടികളെ കടലിലേക്ക് തന്നെ പോകും. ക്ലിയർ ആണല്ലോ? അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. ഇത്ര പഠിച്ചാൽ മതി. ഈ ലാസ്റ്റ് പോയിന്റ് പഠിച്ചാലും കുഴപ്പമില്ല. ദേ ആർ എക്ടോപാരസൈറ്റ് ഓൺ ഫിഷസ്, ദേ ലാക്ക് പെയർഡ് ഫിൻസ് ആൻഡ് ദേ ആർ മറൈൻ ബട്ട് കം ടു ഫ്രഷ് വാട്ടർ ഫോർ സ്പോണിങ്. കടലിൽ നിന്ന് പുഴയിലേക്ക് കയറി വരും മുട്ടയിടാൻ വേണ്ടിയിട്ട്. സ്പോണിങ്, SPAWNING, സ്പോണിങ്, മുട്ടയിടാൻ വേണ്ടിയിട്ട് കടലിലേക്ക് കയറി വരും. ക്യാൻ യു
Is that clear? Can you understand? മനസ്സിലാവുന്നുണ്ടോ? Okay, now examples. ഉറക്ക് വരുന്നുണ്ടെന്ന് ആരൊക്കെ പറയുന്നുണ്ടല്ലോ? നെസ്നക്ക് ഉറക്ക് വരുന്നുണ്ട്. നെസ്ന ഇന്നത്തെ രാത്രി കുറച്ച് സമയം ഉറക്കൊഴിച്ചാൽ കിട്ടാൻ പോകുന്നത് എക്സാമിന് ഫുൾ മാർക്കാണ്. അത് വേണോ വേണ്ടയോ എന്ന് നെസ്ന ഇപ്പൊ തീരുമാനിച്ചോളൂ. എക്സാമിന് ഫുൾ മാർക്ക്. നമുക്ക് ഉറങ്ങാൻ ഒരുപാട് സമയമുണ്ട്. +2 പരീക്ഷ കഴിഞ്ഞാലും ഇംപ്രൂവ്മെന്റ് എക്സാം കഴിഞ്ഞാലും ഒരുപാട് രാത്രികൾ നമുക്ക് ഉറങ്ങാൻ വരും. പക്ഷേ ഇംപ്രൂവ്മെന്റ് എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ എത്ര സങ്കടപ്പെട്ടിട്ടും എത്ര കുറ്റബോധം ഉണ്ടായിട്ടും എത്ര നമ്മൾ ഉറങ്ങാതിരുന്നത് കൊണ്ട് നമുക്ക് മാർക്ക് കൂടത്തില്ല എന്നുള്ളതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. സോ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഉറക്കൊഴിക്കാം, അല്ലെ? ഇപ്പോൾ ഉറക്കൊഴിക്കുന്നതാണ് ഏറ്റവും മനോഹരമായ കാര്യം. ഓക്കെ, സോ കം ഹിയർ. യെസ്, നെസ്നയുടെ ഉറക്കം പോയി, അല്ലേ? സീരിയസ്ലി ബിലീവ് മീ അല്ലേ? നമ്മൾ ഹോട്ടലിലൊക്കെ പണിയെടുക്കുന്ന ആളുകൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. രാവിലെ 4 മണിക്ക് എണീറ്റ് പൊറോട്ട അടിക്കാൻ വരും. രാവിലെ 4 മണിക്കൊക്കെ എണീറ്റിട്ട് പണി തുടങ്ങുന്ന ആളുകളാണ് അവർ. പണ്ട് പഠിച്ചിരുന്നെങ്കിൽ, പണ്ട് രാവിലെ +1 +2 പഠിച്ചപ്പോൾ ഒരു 2 മണിക്കൂർ നേരത്തെ എണീറ്റ് പഠിച്ചിരുന്നെങ്കിൽ ഇന്നും വല്ല കളക്ടർമാരും എഞ്ചിനീയർമാരും അവരുടെ തലച്ചോറും ബുദ്ധിയുള്ള മനുഷ്യരാണ്. ബട്ട് അന്ന് ഒരുപക്ഷെ അവരുടെ പാവങ്ങളുടെ സാഹചര്യങ്ങൾ അനുവദിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവരൊന്ന് ഇത്തിരി മടി പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അവർ ജീവിതകാലം മുഴുവൻ രാവിലെ നേരത്തെ എണീക്കേണ്ടി വരുന്നു. ജീവിതകാലം മുഴുവൻ ദിവസം 8 മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരുന്നു. ജീവിതകാലം മുഴുവൻ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യേണ്ടി വരുന്നു. അതേ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഞാൻ പറയുന്നു, +1 +2 ഒരു ഇത്തിരി എഫേർട്ട്, ജീവിതത്തിൽ വളരെ ചെറിയ പെയിൻ. ലുക്ക്, ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മളൊക്കെ പെയിൻ എടുക്കാതെ ഒരിക്കലും രക്ഷപ്പെടൂല. ലോകത്ത് ഒരു മനുഷ്യനും ജീവിതത്തിന്റെ ഏതെങ്കിലും പോയിന്റ് ഓഫ് ടൈമിൽ ചെറിയ പെയിൻ എടുക്കാതെ, ചെറിയ കഷ്ടപ്പെടാതെ, ചെറിയ രീതിയിൽ എഫേർട്ട് എടുക്കാതെ ജീവിതത്തിൽ ഒരിക്കലും സക്സസ്ഫുൾ ആവാൻ, വാട്ട് ഈസ് മെന്റ് ബൈ സക്സസ്ഫുൾ ഈസ് ലിവിങ് എ ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ലൈഫ്. ഈ ലോകത്ത് മനോഹരമായ സമ്പൽ സമൃദ്ധമായ ജീവിതം നയിക്കുക എന്നതാണ് ഇതിലെ സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യം. അങ്ങനെ സക്സസ് ആവാൻ നമുക്ക് എപ്പോഴായാലും നമ്മൾ കഷ്ടപ്പെടണം. ആ കഷ്ടപ്പാട് എന്ന് പറയുന്നത് ബെസ്റ്റ് ടൈം ഈസ് യുവർ +1 +2. ബിക്കോസ് നിങ്ങൾ വളരെ കുറച്ച് കഷ്ടപ്പെട്ടാൽ മതി, കുറച്ച് കാലം കഷ്ടപ്പെട്ടാൽ മതി, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടേണ്ടി വരും. ഓക്കെ, സോ ഇറ്റ്സ് യുവർ ചോയ്സ് വെദർ ടു ഡു കഷ്ടപ്പാട് നൗ ഓർ ദർ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ ആർ യു റെഡി? Come on. ഓക്കെ, യെസ്, ഇമ്പോർട്ടൻറ്റ് കാര്യം മാത്രമേ ഉള്ളൂ മനസ്സിൽ. ഓക്കെ, അപ്പോൾ വരെ സൈക്ലോസ്റ്റൊമാറ്റയുടെ എക്സാമ്പിൾസ് ആരൊക്കെയാണ് കുട്ടികളെ? പെട്രോമൈസൺ അല്ലെങ്കിൽ ലാംബ്രെ, മിക്സീൻ ഓർ ഹാഗ് ഫിഷ്, അല്ലേ? ആ ലാംബ്രയുടെ പിക്ചർ NCERT തന്നിട്ടുണ്ട്. ആ പിക്ചർ നിങ്ങൾ നോക്കണം. പെട്രോമൈസൺ അല്ലെങ്കിൽ ലാംബ്രെ, മിക്സീൻ അല്ലെങ്കിൽ ഹാഗ് ഫിഷ് 2 എക്സാമ്പിളാണ് ഉള്ളത്. അതിലെ പെട്രോമൈസന്റെ പിക്ചർ NCERT തന്നിട്ട് കണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം കേട്ടോ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സൈക്ലോസ്റ്റൊമാറ്റ. അപ്പോൾ സൈക്ലോസ്റ്റൊമാറ്റ കഴിഞ്ഞു. ഇനി നമ്മളോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ, ഞാൻ ഇന്നത്തെ MRQ ഇട്ടതും അതായിരുന്നു, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ കോൺട്രിത്തൈസ് ആൻഡ് ഒസ്റ്റിത്തൈസ്. കോൺട്രിത്തൈസും ഒസ്റ്റിത്തൈസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് ചോദിക്കുക. ആ പേര് തന്നെയുണ്ട്. കോൺട്രിത്തൈസിന്റെ സ്കെലിട്ടൺ എന്തുകൊണ്ടാണ്? കാർട്ടിലേജിനസ് സ്കെലിട്ടൺ ആണ്. കാർട്ടിനേജ് കൊണ്ടുണ്ടാക്കിയ സ്കെലിട്ടൺ ആണ് ഇവരുടേത്. അതേസമയം ഒസ്റ്റിത്തൈസിനോ വെരി ഗുഡ്, ബോണി സ്കെലിട്ടൺ ആണ്. ക്ലിയർ അല്ലേ? നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അതൊന്നുമല്ല. ഈ ആർക്ക് ഒസ്റ്റിത്തൈസിന് എയർ ബ്ലാഡർ ഉണ്ട്, അല്ലേ? എയർ ബ്ലാഡർ ഉണ്ട്, എയർ ബ്ലാഡർ പ്രസന്റ്, എയർ ബ്ലാഡർ ഉണ്ട്. അതേ സമയത്ത് ഈ പാവങ്ങൾക്ക് അവരുടെ ബോഡിക്കകത്ത് എന്തില്ല? എയർ ബ്ലാഡർ നെഹി, എയർ ബ്ലാഡർ ഇല്ല. ദേ ഹാവ് ടു, അതുകൊണ്ട് തന്നെ ഇവരുടെ ശരീരത്തിൽ എയറിന്റെ ബ്ലാഡർ ഇല്ലാത്തതുകൊണ്ട് ദേ ഹാവ് ടു സ്വിം കോൺസ്റ്റന്റ്ലി. ഇവർ നിരന്തരമായിട്ട് ഇവർ നിരന്തരം നീന്തേണ്ടി വരും, അല്ലെ? ഇൻ ഓർഡർ ടു അവോയ്ഡ് സിങ്കിങ്. എന്താ സിങ്ക് ചെയ്യാന്ന് പറഞ്ഞാൽ? മുങ്ങിപ്പോവുക. അപ്പോൾ സിങ്കിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഇൻ ഓർഡർ ടു അവോയ്ഡ് സിങ്കിങ്, വെള്ളത്തിന്റെ അടിയിൽ പോയി കിടക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ദേ ഹാവ് ടു സ്വിം കോൺസ്റ്റന്റ്ലി. എന്താണ്? ദേ ഹാവ് ടു സ്വിം കോൺസ്റ്റന്റ്ലി. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ക്ലിയർ അല്ലേ കുട്ടികളെ? നൗ കോൺട്രിത്തൈസിന്റെ അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പ്ലാക്കോയിഡ് സ്കെയിലാണ്. ഇവരുടെ ബോഡിയിലുള്ള ചെതുമ്പലുകളുടെ പ്രത്യേകത പ്ലാക്കോയിഡ് സ്കെയിലുകളാണ്. ഇവരുടേതോ സൈക്ലോയിഡ് അല്ലെങ്കിൽ ടീനോയിഡ് സ്കെയിലുകളാണ്. അടുത്തത് കോൺട്രിത്തൈസിന്റെ മൗത്ത് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇങ്ങനെയായിരിക്കും ഇവരുടെ സ്ട്രക്ചർ, അല്ലേ? സോ ഇവരുടെ മൗത്ത് എപ്പോഴും എവിടെ ആയിരിക്കും? വെൻട്രൽ ആയിരിക്കും, അല്ലേ? വെൻട്രൽ മൗത്ത് വെൻട്രൽ ആയിരിക്കും. അതേസമയത്ത് ഒസ്റ്റിത്തൈസിന്റെ മൗത്ത് നിങ്ങൾ നോക്കിയാലുണ്ടല്ലോ ടെർമിനൽ ആയിരിക്കും, ബോഡിയുടെ അറ്റത്തായിരിക്കും. ഐ എം സോറി, അയ്യോ ഇതിപ്പോൾ വേറെ ജീവിയായി പോയല്ലോ. ഓക്കെ, യാ സെറ്റ്. ഓക്കെ, ഇത് മീനാണെന്ന് അങ്ങോട്ട് ഇമാജിൻ ചെയ്തോളൂ. ഓക്കെ, സോ ദെയർ മൗത്ത് ഷുഡ് ബി ടെർമിനൽ, അല്ലേ? അറ്റത്തായിരിക്കും. സോ ഇവരുടെ മൗത്ത് വെൻട്രൽ, ഇവരുടെ മൗത്ത് ടെർമിനൽ. ഓക്കെ, നൗ ഈ ടീമിന് കുട്ടികളെ ഗിൽ കവർ ഉണ്ടാകും, ഗില്ലിന്റെ കവറിങ് ഉണ്ടാകും. ഇവരുടെ ഗില്ലിന്റെ സ്ലിറ്റ് നിങ്ങൾക്ക് കാണാം, അതായത് ഗില്ലിന്റെ ഓപ്പണിങ് കാണാം. ഗില്ലിന് കവറിങ് ഇല്ല, അല്ലേ കുട്ടികളെ? സോ ഒപ്പർകുലം എന്നാണ് നമ്മൾ ഗിൽ കവറിങ്ങിനെ പറയാ. ഒപ്പർകുലം നെഹി, ഒപ്പർകുലം ആബ്സെന്റ്. അതേസമയത്ത് ഇവർക്ക് ഒപ്പർകുലം പ്രസന്റ്. ഒപ്പർകുലം മീൻസ് ഗിൽ കവർ, അത് പ്രസന്റ് ആണ്. അറ്റ്ലീസ്റ്റ് യു റിമെമ്പർ ദീസ് 4 പോയിന്റ്സ് കേട്ടോ. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇനിയും നമുക്ക് ഒരുപാട് പോയിന്റ്സ് പറയാം. ലുക്ക്, ദേ ആർ മോസ്റ്റ്ലി
വിവി പാരസ്, മോസ്റ്റ്ലി വിവി പാരസ് ആണ് ഇവർ, മോസ്റ്റ്ലി ഒ വി പാരസ് ആണ്. ഒ വി പാരസ് മുട്ടയിടുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഡിഫറൻസ് പഠിക്കുക. അപ്പോൾ ഇവിടുന്ന് എങ്ങനെയൊക്കെ നമ്മളോട് ചോദ്യം വരാമെന്ന് വെച്ചാൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണിത്. ഒന്ന്, ചിലപ്പോൾ നമ്മളോട് കോൺട്രിത്തൈസിന്റെ 5 ഫീച്ചറുകൾ എഴുതാൻ പറയും. 5 ഫീച്ചർ കിട്ടിയില്ല. ഇപ്പോൾ ഇവിടുന്ന് 1 2 3 4 5 5 അല്ല 6 ഫീച്ചർ ഇപ്പോൾ ഇവിടുന്ന് കിട്ടി. ചിലപ്പോൾ 5-6 ഫീച്ചർ അവരുടെ എഴുതാൻ ചോദിക്കും. അല്ലെങ്കിൽ ഒസ്റ്റി തൈസിന് 5-6 ഫീച്ചർ എഴുതാൻ ചോദിക്കും. സിമ്പിൾ അല്ലേ, അത് കിട്ടി. അപ്പം 2 ഉത്തരങ്ങളായി. അടുത്ത ദിവസം ഡിഫറൻസ് 3 മാർക്കിന് എഴുതാൻ ചോദിക്കും. അപ്പോൾ ഉത്തരം എഴുതാം അല്ലേ. അപ്പൊ നമുക്ക് 3 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആണ് നമ്മൾ ഈ ഈ ഒരു ടേബിളിൽ നിന്ന് ഉണ്ടാക്കിയത്. ഇവരുടെ എക്സാമ്പിൾസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. എക്സാമ്പിൾ നിങ്ങൾ പഠിക്കാൻ എന്തായാലും പഠിക്കാൻ നിവർത്തിയിൽ. ഇവിടെ കോഡൊന്നുമില്ല, ആകെ 3 എക്സാമ്പിൾ പഠിക്കാറുള്ളൂ. കോൺട്രിത്തൈസിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആകെ പഠിക്കാനുള്ള പ്രിസ്ട്രിസ് അല്ലെങ്കിൽ സോ ഫിഷ്, കാർക്കാരോഡോൺ, ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്, സ്കോളിയോഡോൺ അല്ലെങ്കിൽ ഡോഗ് ഫിഷ്. പിന്നെ നമ്മളോട് ചോദിക്കും നമ്മുടെ സ്റ്റീവ് ഇർവിനെ കുത്തിക്കൊന്ന ജീവി ഏതാന്ന് ചോദിക്കും. സ്റ്റീവ് ഇർവിന്റെ നെഞ്ചത്തേക്കാ കുത്തിയത്. ആരാണ് കുട്ടികളെ? സ്റ്റിംഗ് റേ അല്ലെങ്കിൽ ട്രൈഗൺ. ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ കഴിവുള്ള ആളാരാന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ടോർപിഡോ അല്ലെങ്കിൽ ഇലക്ട്രിക് റേ അല്ലെ കുട്ടികളെ. സ്റ്റീവ് ഇർവിനെ കുത്തിക്കൊന്ന ആളാരാ? ട്രൈഗൺ അല്ലെങ്കിൽ സ്റ്റിംഗ് റേ. ടോർപിഡോ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ കഴിവുള്ള ആളാണ് ടോർപിഡോ അല്ലെ, ഇലക്ട്രിക് റേ. പിന്നെ ആരുടെ? സ്കോളിയോഡോം എന്ന് പറഞ്ഞാൽ ഡോഗ് ഫിഷ്, നായ ഫിഷ് അല്ലെ. അടുത്ത എന്താണ്? പ്രിസ്ട്രിസ് അല്ലെങ്കിൽ സോ ഫിഷ്, മര ഫിഷ്, സോറി മറ്റേ വാൾ ഫിഷ് അല്ലെ. വാളിന്റെ പോലെ ആണ് അതിന്റെ മുഖം, അതുകൊണ്ട് സോ ഫിഷ് എന്ന പേര് വന്നത്. ആൻഡ് ദെൻ സ്കാർക്കാരോഡോൺ അല്ലെങ്കിൽ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്. ഓസ്റ്റിയതൈസിന്റെ എക്സാമ്പിൾ കടലിൽ കാണുന്ന ആളുകൾ, എക്സോസീറ്റസ്, ഫ്ലൈയിങ് ഫിഷ്, ഹിപ്പോ ക്യാമ്പസ്, സീ ഹോഴ്സ്. ആ സംഭവം അത് അതേപോലെ പഠിക്കുക. ആകെ 2-3 എക്സാമ്പിൾ ഓരോന്നിനും പഠിക്കാം അല്ലെ. അക്വാറിയത്തില് ബിറ്റ അല്ലെങ്കിൽ ഫൈറ്റിംഗ് ഫിഷ് അല്ലെ, ടീറോഫിലം, ഏഞ്ചൽ ഫിഷ്. സോ യു ജസ്റ്റ് സ്റ്റഡി ദാറ്റ്. അത് അതേപോലെ അങ്ങ് പഠിക്കുക കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പൊ ആ എക്സാമ്പിൾസ് ആകെ 2-3 എക്സാമ്പിൾ എല്ലാത്തിൻ്റെ ഉള്ളൂ. അത് നിങ്ങൾ അതേപോലെ തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് നമുക്ക് ആംഫീബിയ, റെപ്റ്റീലിയ, ബേർഡ്സ് ആൻഡ് മാമൽസ് അല്ലേ. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ആംഫീബിയ. ലുക്ക്, നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നാൽ ഇപ്പൊ നമ്മൾ ആംഫീബിയ, റെപ്റ്റീലിയ, ബേർഡ്സ് ആൻഡ് മാമൽസ് നോക്കിയാൽ അതിൽ മാമൽസ് ആണ് വിവി പാരസ്. ബാക്കി എല്ലാവരെയും നിങ്ങൾ ജനറലി ഒ വി പാരസ് എന്ന് പഠിച്ചാൽ മതി. മാമൽസ് മാത്രം വിവി പാരസ്, ജനറലി ബാക്കിയുള്ളവരൊക്കെ ഒ വി പാരസ്. ആംഫീബിയെ പറ്റി നമ്മൾ പഠിക്കാൻ നിന്നാൽ ആംഫീബിയയുടെ ബോഡി എന്താണ് കുട്ടികളെ? മോയിസ്റ്റ് ബോഡിയാണ് അല്ലേ. ദെയർ ബോഡി സർഫേസ് ഈസ് മോയിസ്റ്റ്. അതിൽ സ്കെയിലുകൾ ഉണ്ടാവുമോ? നോ സ്കെയിൽസ്. ഓക്കെ, ദാറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇനി നമ്മളോട് ചോദിക്കും ഇവരുടെ ബോഡിയിൽ ഇവരുടെ ഹാർട്ടിന്റെ ചേംബർ പഠിച്ചിരിക്കണം. ഹാർട്ടിന്റെ ചേംബർ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം ഈ ആംഫീബിയ, റെപ്റ്റീലിയ, ബേർഡ്സ് ആൻഡ് മാമൽസ്. അതിൽ ആംഫീബിയക്കും റെപ്റ്റൈൽസിനും 3 ചേംബറാണ്. ഹാർട്ടിന് 2 അട്രിയം 1 വെൻട്രിക്കിൾ. ആംഫീബിയ, റെപ്റ്റീലിയ 3 ചേംബർ. അതേപോലെ തന്നെ ബേർഡ്സും മാമൽസും 4 ചേംബർ. പഠിച്ചല്ലോ. ആംഫീബിയ, റെപ്റ്റീലിയ 3 ചേംബർ, ബേർഡ്സും മാമൽസും എത്ര ചേംബർ? 4 ചേംബർ. അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, ഗുഡ്. അടുത്തത് ലിംബ്ലെസ് ആംഫീബിയകളുടെ വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് ക്ലോയാക്ക. ദേ വിൽ ആസ്ക് അബൌട്ട് ക്ലോയാക്ക. ക്ലോയാക്ക എന്ന് പറഞ്ഞാൽ ആംഫീബിയകളുടെ ബോഡിയിൽ കാണുന്ന ഒരു പ്രത്യേക ക്യാവിറ്റിയാണ്. അങ്ങോട്ടാണ് അവരുടെ എക്സ്ക്രീറ്ററി ട്യൂബ് അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി ട്രാക്ട്, അവരുടെ യൂറിനൊക്കെ വരുന്ന ആ ട്രാക്ട് അങ്ങോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ ഫുഡ് കഴിച്ചാൽ ഫുഡിന്റെ വേസ്റ്റ് ഒക്കെ പോകുന്ന ട്രാക്ട് ഇല്ലേ, അതാണ് ഡൈജസ്റ്റീവ് ട്രാക്ട്. എന്താണ്? ഡൈജസ്റ്റീവ് ട്രാക്ട്. അതേപോലെ തന്നെ അവരുടെ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്, അവരുടെ ഗാമീറ്റുകളൊക്കെ വരാനുള്ള റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. ഓൾ ദീസ് ഓപ്പൺ ടു എ കോമൺ ചേംബർ. ഓക്കെ, ദിസ് ഈസ് ദെയർ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. റീപ്രൊഡക്റ്റീവ് ട്രാക്ട്, ഗാമീറ്റ് വരുന്ന ട്രാക്ട്, കുഴല്. ഓക്കെ, ആൻഡ് ഓൾ ദീസ് ഓപ്പൺ ടു എ കോമൺ ചേംബർ കോൾഡ് ക്ലോയാക്ക. എന്താ വിളിക്കുക? ക്ലോയാക്ക. ആൻഡ് ഈ ക്ലോയാക്ക പിന്നീട് പുറത്തേക്ക് ഇങ്ങ് ഓപ്പൺ ചെയ്യും. അതിലൂടെയാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വരുന്നത്. ക്ലിയർ ആണല്ലോ. സോ ദേ ഹാവ് ഇറ്റ് ഈസ് എ കോമൺ ചേംബർ ടു വിച്ച് ദ ഡൈജസ്റ്റീവ് ട്രാക്ട്, എക്സ്ക്രീറ്ററി ട്രാക്ട് ആൻഡ് റെസ്പിറേറ്ററി ട്രാക്ട് ഓപ്പൺ. പിന്നെ നിങ്ങൾക്കറിയാം തവളക്ക് റെസ്പിറേഷൻ എന്തിലൂടെ പറ്റും? ദേ ഹാവ് ഗിൽസ്, ദേ ഹാവ് സ്കിൻ ആൻഡ് ഓൾസോ ദേ ഹാവ് ലങ്സ്. നമ്മളെ പോലെ ലങ്സ് ഉണ്ട്, ഫിഷസിനെ പോലെ ഗിൽസ് ഉണ്ട്. അതേപോലെ തന്നെ ദേ ക്യാൻ ഈവൻ യൂസ് ദെയർ സ്കിൻ ഫോർ റെസ്പിറേഷൻ അല്ലെ. അതുകൊണ്ടാണ് അവർക്ക് വെള്ളത്തിലും കരയിലും ജീവിക്കാൻ പറ്റുന്നത് അല്ലെ കുട്ടികളെ. ഓക്കെ, ഗുഡ്. അപ്പൊ നമ്മുടെ ഹാർട്ടിന്റെ ചേംബർ ചോദിക്കും. ഹാർട്ട് ചേംബർ ഈസ് ഇമ്പോർട്ടന്റ്. ഓക്കെ, ഹാർട്ടിന്റെ ചേംബർ ഇമ്പോർട്ടന്റ് ആണ്. ക്ലോയാക്ക ഇമ്പോർട്ടന്റ് ആണ്. മോയിസ്റ്റ് ബോഡി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മളോട് ചോദിക്കാൻ വളരെ സാധ്യതയുള്ളതാണ് ലിംബ്ലെസ് ആംഫീബിയ. ലിംബ്ലെസ് ആംഫീബിയ, ലിംബില്ലാത്ത ആംഫീബിയ ഏതാണ്? മസ്റ്റ് ആയിട്ട് ചോദിക്കും. ആരടാ? ഇത്തിയോഫിസ് കേട്ടോ. ഇച്ചിത്തിയോഫിസ് എന്നാണ് നമ്മൾ എഴുതുക അല്ലെ. കുരുടിപ്പാമ്പ്. ആക്ച്വലി ഇത്തിയോഫിസ്, കുരുടിപ്പാമ്പ് എന്ന് പറയും. അതാണ് ലിംബ്ലെസ് ആംഫീബിയ, കാലില്ലാത്ത ആംഫീബിയ. ക്ലിയർ അല്ലേ മക്കളെ? ലിംബ്ലെസ്. ഓക്കെ, ലിംബ്ലെസ് ആംഫീബിയ ആണ് ആര് കുട്ടികളെ? നമ്മുടെ ഇത്തിയോഫിസ് അല്ലെങ്കിൽ കുരുടിപ്പാമ്പ്. ക്ലിയർ ആണല്ലോ. ബാക്കി എക്സാമ്പിൾ എന്തൊക്കെ കുട്ടികളെ? മഞ്ഞത്തവള, പച്ചത്തവള, ചൊറിത്തവള അല്ലെ. ഓക്കെ, സോറി
പച്ചത്തവള, മരത്തവള, ചൊറിത്തവള. മഞ്ഞത്തവള അല്ല, പച്ചത്തവള, മരത്തവള, ചൊറിത്തവള. ദാറ്റ് ഈസ് റാണ അല്ലെ. റാണ മീൻസ് കോമൺ ഫ്രോഗ്, ഹൈല മീൻസ് മരത്തവള ട്രീ ഫ്രോഗ്, ബുഫോ മീൻസ് ടോഡ് അല്ലെങ്കിൽ ചൊറിത്തവള. ഓക്കെ, സോ പച്ചത്തവള, മരത്തവള, ചൊറിത്തവള, പിന്നെ ഇത്യോഫീസ്. ഇത്ര മതി. സോ ദീസ് ആർ യുവർ എക്സാമ്പിൾസ്. ഓക്കെ, ദീസ് ആർ യുവർ എക്സാമ്പിൾസ്. കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് റെപ്റ്റൈൽസ്. ഓക്കെ, ലുക്ക് 6 മിനിറ്റ് ബാക്കിയുണ്ട്. റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ് ഇപ്പൊ തീരും. ഓക്കെ, സോ ലുക്ക് റെപ്റ്റൈൽസ്. ലുക്ക് റെപ്റ്റൈൽസിന്റെ ബോഡി എന്താ? ബോഡി ഈസ് ഡ്രൈ ആണ്, സ്കെയിലി ആണ് അല്ലെ. മറ്റേത് ആംഫിബിയുടേത് മോയിസ്റ്റ് ആണെങ്കിൽ ഇത് ഡ്രൈ ആണ്, സ്കെയിലി ആണ്. നിറയെ ചെതുമ്പലുകളുണ്ട് ഇവരുടെ ബോഡിയിൽ. ഇവരുടെ ഹാർട്ട് 3 ചേമ്പേർഡ് ആണ്. ഇനി ചില ആളുകൾക്ക് കാലുണ്ടാവും, ഇപ്പൊ പല്ലിയൊക്കെ പോലെ, പാമ്പിനെ പോലെ കാലില്ലാത്ത ആളുകൾ. കാലുണ്ടെങ്കിൽ 2 പെയർ ഓഫ് കാലുണ്ടാവും അല്ലെ. മുന്നിലൊരു പെയറും ബാക്കിലൊരു പെയറും. ഇഫ് പ്രസന്റ് ദ ലിംസ് ആർ 2 പെയേഴ്സ് അല്ലെ. അപ്പൊ ഇവരെ കുറിച്ച് ഇത്ര പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അറിഞ്ഞാൽ മതി. വാട്ട് ആർ ദ എക്സാമ്പിൾസ്? അത്ര അറിഞ്ഞാൽ മതി. വാട്ട് ആർ ദ എക്സാമ്പിൾസ്? എക്സാമ്പിളുകൾ ഏതൊക്കെയാണ്? സോ യു ക്യാൻ റിമെമ്പർ ലൈക്ക് C4H8. പിന്നെ ഇവരെന്താണ്? ഹോമിയോതോംസ് ആണോ? അല്ല, പോയിക്കിലോതോംസ് ആണ്, OV പാരസ് ആണ്. സോ C4H8, ദിസ് ഈസ് അവർ കോഡ്. എന്താണ് C4H8? പറ. C4H8 കോഡ് പഠിച്ചില്ലേ? ഓക്കെ, നമ്മളിപ്പോ ഇന്ന് നമ്മുടെ യാസിൻ സാർ ഒരുപാട് കെമിസ്ട്രിയിലെ കോഡുകളൊക്കെ, കെമിസ്ട്രിയിലെ ഇക്വേഷൻസോ അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ മോളിക്കുലർ ഫോമിലേക്ക് പഠിപ്പിക്കണം. ജസ്റ്റ് ലൈക്ക് ദാറ്റ് യു ക്യാൻ സിംപ്ലി റിമെമ്പർ C4H8. വാട്ട് ഈസ് 4C? വാട്ട് ആർ ദ 4C? ലുക്ക്, കിലോൺ അല്ലെങ്കിൽ ടർട്ടിൽ, കാമിലിയോൺ അല്ലെങ്കിൽ ട്രീ ലിസാർഡ്, രണ്ടാമത്തെ C. മൂന്നാമത്തെ C കെലോട്ടസ് അല്ലെങ്കിൽ ഗാർഡൻ ലിസാർഡ്. നാലാമത്തെ C ക്രോക്കോഡിലസ് അല്ലെങ്കിൽ ക്രോക്കഡൈൽ അല്ലെ. നൗ ക്രോക്കഡൈലിന്റെ ഫ്രണ്ട് കൂടെ പഠിച്ചാൽ 5 ആളായി. അലിഗേറ്റർ, ക്രോക്കഡൈൽ എന്ന് പറഞ്ഞാൽ മുതല, അതിന്റെ ഫ്രണ്ട് ആരാ? ചീങ്കണ്ണി അല്ലെങ്കിൽ അലിഗേറ്റർ. ക്ലിയർ അല്ലേ? കിലോൺ അല്ലെങ്കിൽ ടേർട്ടിൽ, കാമിലിയോൺ ട്രീ ലിസാർഡ്, കെലോട്ടസ് ഗാർഡൻ ലിസാർഡ്, ക്രോക്കഡിലസ് മീൻസ് ക്രോക്കഡൈൽ, അതേപോലെ ക്രോക്കഡൈലിന്റെ ഫ്രണ്ട് അലിഗേറ്റർ. അപ്പൊ 5 ആളെ പഠിച്ചു. ഇനി H ആരാ? ഹെമി ഡാക്ടൈലസ് അല്ലെങ്കിൽ വാൾ ലിസാർഡ്, പല്ലി. പിന്നെ അവസാനം T ടെസ്റ്റ്യൂഡോ അല്ലെ. ടെസ്റ്റ്യൂഡോ മീൻസ് ടോർട്ടോയിസ്. സോ ദീസ് ആർ യുവർ എക്സാമ്പിൾസ്. സെറ്റ് അല്ലേ കുട്ടികളെ? ഓക്കെ, സോ റെപ്റ്റൈൽസ് കഴിഞ്ഞു. ഇനി ബേർഡ്സിനെ കുറിച്ച് ഓൾ ദ തിങ്സ് ദേ ആർ ആസ്കിംഗ് അബൌട്ട് ബേർഡ്സ്. ബേർഡ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ബേർഡ്സിന് എത്ര കാലാണ് ഉള്ളത്? ദേ ഹാവ് എ പെയർ ഓഫ് കാല് അല്ലെ. ഒരു പെയർ ഓഫ് ലിംബാണ്. 1 പെയർ ഓഫ് ലിംബ് ആൻഡ് 1 പെയർ ഓഫ് വിങ്സ് അല്ലെ. അതാണ് ഇവരുടെ പ്രത്യേകത. ആൻഡ് യു നോ ദാറ്റ് ദേ ആർ ഹോമിയോതേംസ് ആണ്. 4 ചേമ്പേർഡ് ഹാർട്ട് ആണ്. ബേർഡ്സിനെ കുറിച്ച് നമ്മളോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, വാട്ട് ആർ ദ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഓഫ് ബേർഡ്സ്? ബേർഡ്സിനെ പറക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുക. പറക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ: 1 വിങ്സ്, അവർക്ക് ചിറകുണ്ട്. 2 എന്താ കുട്ടികളെ? അവരുടെ ബോഡി. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ്, ദേ ഹാവ് ന്യൂമാറ്റിക് ബോൺ. എന്താ ന്യൂമാറ്റിക് ബോൺ എന്ന് പറഞ്ഞാൽ? ന്യൂമാറ്റിക് ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ, എയർ കാവിറ്റീസ് ആർ പ്രസന്റ് ഇൻ ബോൺ. ഇവരുടെ എല്ലുകളെ നോക്കിയാൽ ലുക്ക്, ഇവരുടെ എല്ലുകളിൽ നിറയെ എയർ ക്യാവിറ്റികൾ, എയർ നിറഞ്ഞിരിക്കുന്ന ക്യാവിറ്റികൾ. ഇതിലൊക്കെ അകത്ത് എയർ ആണ്. ഇങ്ങനത്തെ എയർ ഉള്ള ക്യാവിറ്റി കാണുന്നത് ദറ്റ് ഈസ് ന്യൂമാറ്റിക് ബോൺ. അതുകൊണ്ട് വെയിറ്റ് കുറവായിരിക്കും. സോ വാട്ട് ഈസ് ന്യൂമാറ്റിക് ബോൺ? എയർ ക്യാവിറ്റീസ് ആർ പ്രസന്റ് ഇൻ ബോൺ. സച്ച് ബോൺസ് ആർ കോൾഡ് ന്യൂമാറ്റിക് ബോൺസ്. അപ്പോൾ അവരുടെ വെയിറ്റ് കുറവായിരിക്കും. ആൻഡ് ദെൻ ദേ ഹാവ് സ്ട്രീം ലൈൻഡ് ബോഡി. പറക്കാൻ പറ്റുന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള ബോഡി ഉണ്ട്, സ്ട്രീം ലൈൻഡ് ബോഡി ഉണ്ട്. ഇത്രയാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ട ബേർഡ്സിനെ കുറിച്ച്. നൗ ഇവരുടെ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കുട്ടികളെ, ദേ ഹാവ് എയർ സാക്സ്. ലങ് ഉണ്ട്, അതിന്റെ കൂടെ ലങ്ങിന്റെ കൂടെ അവർക്ക് എയർ സാക്കുകൾ ഉണ്ട്. ബോഡിയിൽ എയർ നിറഞ്ഞിരിക്കുന്ന സ്പേസുകളുണ്ട്, അതാണ് എയർ സാക്സ്. അത് അവരുടെ റെസ്പിറേഷന്. ഈ എയർ സാക്ക് അല്ല കേട്ടോ, ന്യൂമാറ്റിക് ബോണിന്റെ ഉള്ളിലുള്ള എയർ സാക്ക് അല്ല. ബോഡിയിൽ റെസ്പിറേഷന് മാത്രമായിട്ട് എയർ നിറഞ്ഞിരിക്കുന്ന വലിയ സാക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. സോ ദാറ്റ് ഹെൽപ്സ് ദം ഇൻ റെസ്പിറേഷൻ. അത് അവർ എന്തിനു സഹായിക്കുന്നു? റെസ്പിറേഷന് സഹായിക്കുന്നു. വേറെ ചോദിക്കുന്ന ചോദ്യം, ഫ്ലൈറ്റ്ലെസ് ബേർഡ് ഏതാന്ന് ചോദിക്കും. പറക്കാൻ പറ്റാത്ത ബേർഡ് ഏതാന്ന് ചോദിക്കും. ആരുടെ? ഓസ്ട്രിച്ച് അല്ലെ, ഒട്ടക പക്ഷിയാണ് പറക്കാൻ പറ്റാത്ത ബേർഡ്. ഇനി ബേർഡ്സിന്റെ എക്സാമ്പിൾ ചോദിക്കും. ബേർഡ്സിന്റെ എക്സാമ്പിൾ NCERT പിക്ചേഴ്സ് തന്ന ആളുകളില്ലേ, ഇപ്പൊ സിറ്റാക്കുലയുടെ പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ. അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയാ, നിയോഫ്രോൺ അല്ലെങ്കിൽ വൾച്ചറിന്റെ പിക്ചർ, പാവോ അല്ലെങ്കിൽ പീകോക്കിന്റെ പിക്ചർ അല്ലെ, ആപ്റ്റൈനോഡൈറ്റ്സ് അല്ലെങ്കിൽ പെൻഗ്വിന്റെ പിക്ചർ. അപ്പൊ ആ പിക്ചർ തന്ന ആളുകളെ നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ബാക്കിയൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പിക്ചർ തന്ന ആളുകളെ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. അല്ലാത്തൊരു കോഡ് ഉപയോഗിച്ച് ഓർത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാം കോർവസ് അല്ലെ, ലൈക്ക് കാക്ക ഒരു പക്ഷിയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ കാക്കക്ക് എന്താണ് നമ്മൾ പറയാ? വാട്ട് ഈസ് ദ ജീനസ് നെയിം ഓഫ് കാക്ക? കോർവസ്. അങ്ങനെ പഠിക്കുക. PG ആണ്, അല്ലെങ്കിൽ പ്രാവ് പക്ഷിയാണ് നിങ്ങൾക്ക് അറിയാം. സോ വാട്ട് ഈസ് ദ ജീനസ് നെയിം ഓഫ് പ്രാവ്? കൊളുമ്പ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഞാൻ പറയില്ല, ബട്ട് ഇഫ് യു ഹാവ് ടൈം, ഇഫ് യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ്, അങ്ങനെയാണെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്ത് പഠിച്ചോ. അതർവൈസ് യു ക്യാൻ സിംപ്ലി സ്കിപ്പ് ദാറ്റ്. ആ NCERT പിക്ചറുകളുള്ള ആളുകളെ പഠിക്കുക, ബാക്കിയുള്ളവരെ യു ക്യാൻ സിംപ്ലി സ്കിപ്പ്.
ഓക്കെ, നൗ ഫൈനലി മാമൽസ് അല്ലേ. യെസ്, ഇനി 1.5 മിനിറ്റ് മാമൽസ് നമ്മൾ തീർത്ത് കറക്റ്റ് നമ്മൾ ഈ സമയം കൊണ്ട് കവർ ചെയ്യും. ഓക്കെ, മാമൽസിനെ കുറിച്ച് മെമേലിയൻ ഫീച്ചേഴ്സ്, മാമൽസിന് മാത്രമുള്ള ഫീച്ചറുകൾ എന്താണെന്ന് ചോദിക്കും. മനോഹരമായ ഹെയർ അല്ലേ, നമ്മുടെ മാത്രം ഫീച്ചറാണ് മനോഹരമായ ഹെയർ അല്ലേ. സോ ബോഡി ഹെയർ. പിന്നെ നമുക്ക് പേര് കിട്ടാനുള്ള കാരണം തന്നെ എന്താ, പ്രസൻസ് ഓഫ് മാമറി ഗ്ലാൻഡ് അല്ലേ. മാമറി ഗ്ലാൻഡ് നമുക്കുണ്ട്. ശരിയല്ലേ കുട്ടികളെ. അടുത്തെന്താ, പിന്ന ഓർ എക്സ്റ്റേണൽ ഇയർ ഉണ്ട്. ഓക്കെ, അറ്റ്ലീസ്റ്റ് റിമെമ്പർ ദീസ് ടേംസ്. അതേപോലെ നമുക്ക് ആക്ച്വലി ഡയഫ്രം ഉണ്ടല്ലോ, നമ്മൾ ആ റെസ്പിറേഷനിലേക്ക് പഠിക്കുന്ന ഡയഫ്രം, അത് നമുക്കുള്ളൊരു പ്രത്യേകതയാണ്. ഓക്കെ, സോ ദീസ് ആർ മെമേലിയൻ ഫീച്ചേഴ്സ്. മാമൽസിന് മാത്രമുള്ള ഫീച്ചർ ഇതാണ്. അടുത്ത് നമ്മളോട് ചോദിക്കും, മുട്ടയിടുന്ന മാമൽ ആരാന്ന് ചോദിക്കും. മുട്ടയിടുന്ന മാമൽ ആരാടാ? പ്ലാറ്റിപ്പസ് അല്ലെങ്കിൽ ഓർണിത്തോ റിഞ്ചസ് അല്ലെങ്കിൽ പ്ലാറ്റിപ്പസ് അല്ലെ. ഇനി ബാക്കി മാമൽസിന്റെ പേരുകൾ അതിനനുസരിച്ച് പിക്ചർ തന്നാടില്ലേ, ബലായനോപ്റ്റിയർ അല്ലെങ്കിൽ ബ്ലൂ വെയിൽ അല്ലെ. അപ്പൊ ബ്ലൂ വെയിലിന്റെ പിക്ചറൊക്കെ പറ്റും ഞാൻ, പിക്ചർ അല്ല, ബ്ലൂ വെയിലിന്റെ പേര് ബലായനോപ്റ്റിയർ അല്ലെങ്കിൽ ബ്ലൂ വെയിൽ. ബാക്കി പേരുകൾ പറ്റുമെങ്കിൽ പഠിക്കുക. ഐ എം നോട്ട് കമ്പല്ലിങ് യു, കാരണം സാധ്യത വളരെ കുറവാണ്. ബട്ട് സ്റ്റിൽ ദേ കൻ ആസ്ക്. ക്ലിയർ അല്ലേ? ഓക്കെ, സെറ്റ് ആണോ? ഐ ഹോപ്പ് എവറിഥിങ് ഈസ് ക്ലിയർ. ഓക്കെ, 4 ചേമ്പേർഡ് ഹാർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഇനി പറയണ്ട. 4 ചേമ്പേർഡ് ഹാർട്ട് നമുക്കുണ്ട്, ബേർഡ്സിനുണ്ട്. ദെൻ ആംഫീബിയക്കും റെപ്റ്റൈൽസിനും 3 ചേമ്പേർഡ് ഹാർട്ട് ആണ്. വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ്. നമ്മളും ബേർഡ്സും ഹോമിയോ ടേംസ് ആണ്, ബാക്കിയുള്ളവരൊക്കെ പോയിക്കിലോ ടേംസ് ആണ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ അല്ലേ. സോ ദ ക്ലാസ് ഈസ് ഓവർ. ഐ ഹോപ്പ് എവറിഥിങ് ഈസ് ക്ലിയർ ഫോർ യു. പ്ലീസ് ക്ലിയർ ആണെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്തേ പ്ലീസ്. ഐ വുഡ് ലൈക്ക് ടു സീ യുവർ കമന്റ്സ്. ഓക്കെ, നിങ്ങളുടെ അവിടെ അമ്മായി വർത്താനം കേൾക്കാനല്ല, ഓക്കെ, അവിടെ വേറെ നിങ്ങൾ തമ്മിലുള്ള വർത്താനമല്ല, യോർ കമന്റ്സ് ടു മീ. ഓക്കെ, അപ്പൊ എന്താണ്, ഓക്കെ, അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായോ? എന്താണ് അവസ്ഥ? ഏകദേശം സെറ്റാണോ? ഓക്കെ, ക്രൊക്കഡൈലിന്റെ കാര്യം നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യേണ്ട, ദേ വോണ്ട് ആസ്ക്. ഓക്കെ, മറ്റേ നമ്മളെ ട്രിവിയ പറഞ്ഞു, റെപ്റ്റൈൽ എക്സെപ്റ്റ് ക്രൊക്കഡൈൽ. അതൊക്കെ നമ്മളെ എൻട്രൻസ് ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വളരെ വിശദമായി ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വേണ്ട, ഇവിടെ നമ്മൾ ഏറ്റവും ഒന്നും പഠിക്കാത്ത കുട്ടിയും ഇനി പരീക്ഷയ്ക്ക് എന്താണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നോക്കി പോകേണ്ടത്. ബിക്കോസ് വി ഹാവ് ഓൺലി വളരെ കുറച്ച് ദിവസങ്ങളെ നമ്മുടെ മുന്നിലുള്ളേ. അപ്പൊ മേ ബി നിങ്ങൾക്ക് ഒന്നും അറിയില്ല, യു ഹാവ് ഇൻ സ്റ്റാർട്ടഡ് യെറ്റ്, ബട്ട് ഫൈൻ, ഇന്ന് മുതൽ പഠിച്ചാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് എത്താൻ പറ്റും. ജസ്റ്റ് ലൈക്ക് ദാറ്റ് വി ആർ അറേഞ്ചിങ് ദിസ് ക്ലാസ്. അതുകൊണ്ടാണ് വി ഹാവ് സ്കിപ്ഡ് എ ലോട്ട് ഓഫ് പോയിന്റ്സ് അല്ലേ. നമ്മൾ ഒരുപാട് പോയിന്റ്സ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, ബിക്കോസ് അത് ചോദിക്കാനുള്ള സാധ്യത ഈസ് വെരി ലെസ്. സോ 1.5 മണിക്കൂറിൽ ദിസ് ഈസ് 9 മാർക്ക് വെയിറ്റേജ് ചാപ്റ്റർ ഫോർ ഒരു എക്സാം. നിങ്ങളുടെ എക്സാമിന് 9 മാർക്ക് വെയിറ്റേജ് വരുന്ന ദ ബിഗ്ഗസ്റ്റ് ചാപ്റ്റർ ഇൻ യുവർ +1 ബയോളജി. അപ്പൊ ആ ഒരു ചാപ്റ്ററിന് നമ്മൾ ഇത്ര ചുരുക്കി 1.5 മണിക്കൂറിൽ, അതും പറഞ്ഞതിന് 2-3 തവണ ആവർത്തിച്ചൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ വി ഹാവ് സ്കിപ്ഡ് എ ലോട്ട് ഓഫ് തിങ്സ്. പക്ഷെ അത് ചോദിക്കാനുള്ള സാധ്യത ഈസ് വെരി ലെസ്. അതുകൊണ്ടാണ് നമ്മൾ അത്രയും ആ ഒരു ധൈര്യത്തിൽ നമ്മൾ സ്കിപ്പ് ചെയ്തത്. ഓക്കെ, സോ നോബീസ് അവിടെ വർത്താനൊക്കെ പറയാനുള്ള അവസാനം നമ്മളോട് താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നോബീസ് ഫുൾ മാർക്ക് വാങ്ങിക്കണം നോബീസ്. ഓക്കെ, സോ സർ ഈസ് എ ഗുഡ് ആക്ടർ. യെസ്, സത്യം. ദേഷ്യം വന്നാലും ഞാൻ പരമാവധി ദേഷ്യം കാണിക്കാറില്ല. സോ ഐ ആം എ ഗുഡ് ആക്ടർ. ഐ തിങ്ക് സോ. സത്യം പറയാം, നിങ്ങൾ അവിടെ വർത്താനം പറയുമ്പോണ്ടല്ലോ, ഇത് ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ ആണെങ്കിൽ ഞാൻ വടിയെടുത്ത് നിങ്ങളെ തല്ലി കൊന്നുണ്ടാവും. എൻ്റെ ക്ലാസ്സിൽ വർത്താനം പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമല്ല. ആമ സൈക്കോ. വർത്താനം പറഞ്ഞാൽ ഞാൻ അപ്പം സൈക്കോ. ഓക്കെ, നിങ്ങളവിടെ വേറെ ചാറ്റെല്ലാം ചെയ്യുമ്പോൾ പിന്നെ ഞാൻ അതിന്ന് ശ്രദ്ധിക്കുക. ഇന്ന് ആക്ട് ചെയ്തില്ല, ഇന്ന് ആക്ച്വലി ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല കമൻറ്റ് സെഷനിലേക്ക്. ബിക്കോസ് കമൻറ്റ് സെഷനിലേക്ക് വല്ലാതെ ശ്രദ്ധിച്ചാൽ പറഞ്ഞ പ്രശ്നം വരും. ഓക്കെ, സോ ഞാൻ താമസിക്കുന്നത് കോഴിക്കോടാണ്. ബേസിക്കലി ഫ്രം മലപ്പുറം, കോട്ടക്കൽ, കാടാമ്പുഴയല്ല, കോട്ടക്കലിൻ്റെയും കാടാമ്പുഴയുടെയും ഇടയിലാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ഓക്കെ, സോ ഗുഡ്. അപ്പോൾ എക്സാമിന് എല്ലാവരും നിപ്പ വന്നു സർ, കോഴിക്കോട് അറിയാം. നിപ്പ ഇടയ്ക്കിടയ്ക്ക് കോഴിക്കോട് വന്നു പോകുന്നുണ്ടല്ലേ. സോ എനിവേ, എല്ലാവരും പരീക്ഷ അടിച്ച് പൊളിച്ച് സെറ്റാക്കിക്കോ, ഉറങ്ങിക്കോ. ഓൾ ദി ബെസ്റ്റ്, ഗുഡ് നൈറ്റ്, ബൈ. മാസ്ക് ഇട്ടുണ്ട് പോരെ. ഗുഡ് നൈറ്റ്, ബൈ. നിർത്താം അല്ലേ? കോഴിക്കോട് അടി കിട്ടുമെന്നോ? ഗുഡ് നൈറ്റ്.